നമസ്കാരം 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 വെൽക്കം ടു ദ കെന്ന ഷോ. ഇന്ന് എന്റെ ഷോയിലുള്ളത് നമ്മുടെ എന്താ പറയാ ചാനലിലെ ഏറ്റവും കൂടുതൽ ആൾക്കാര് എന്താണ് ഇയാളെ കൊണ്ടുവരാത്തത്, അല്ലെങ്കിൽ എന്താ ഞങ്ങൾക്ക് ഇന്റർവ്യൂ കാണാൻ കൊതിയാവണു എന്നൊക്കെ ഞങ്ങൾക്ക് സജഷൻ ആയിട്ടും മെസ്സേജ് ആയിട്ടും വരുന്ന ഒരു വ്യക്തിനെ തന്നെയാണ് ഞങ്ങൾ ഈ പ്രാവശ്യം കെന്ന ഷോയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ ഏവരെയും മലയാളികളുടെ സ്വന്തം, എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ ഒരു മലയാളി തനിമയൊക്കെ നമുക്ക് തോന്നും. ഒരു ആന ചന്തമൊക്കെയാണ്. നമ്മുടെ സ്വന്തം ലക്ഷ്മി ചേച്ചിയാണ് എന്റെ ഒപ്പം ഉള്ളത്. നമസ്കാരം ചേച്ചി. നമസ്കാരം, വെൽക്കം ടു ദ ഷോ. താങ്ക് യു സോ മച്ച്. എനിക്ക് ഇൻട്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടല്ലേ? ആൾക്കാരിങ്ങനെ കാണാൻ വേണ്ടി ഇല്ല, ഇങ്ങനെ കുറച്ച് മെസ്സേജ് ഒക്കെ ആയിട്ട് നമ്മുടെ പ്രോഗ്രാം പ്രൊഡ്യൂസറിനോട് ചോദിക്കുന്നതാണ്, ചേച്ചി എവിടെയാണ്, ലൈക്ക് ഇപ്പം വൈസ് പ്രസിഡന്റ് സ്ഥാനവും കൂടെ അല്ലെ കരസ്ഥമാക്കിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ എന്തായാലും ചോദിക്കുമല്ലോ. ചിലവർ വിചാരിച്ചു അതിന്റെ തിരക്കിലാണോ, ഫിലിംസ് ഒക്കെ ഇനി കംപ്ലീറ്റ് വിടുവോ, ഇനി അമ്മേനെ നന്നാക്കുന്ന കൂട്ടത്തിലൊക്കെ. അയ്യോ അല്ലെ, ഓരോന്നിനും ഓരോ ഉത്തരമായിട്ട് പറഞ്ഞു പോവാ അല്ലെ. ഇന്റർവ്യൂസ് തരാത്തത് മനഃപൂർവ്വമാണ്. കാര്യം എന്ന് വെച്ചാല് എന്നെ ഇവിടുന്ന് തന്നെ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് കഴിഞ്ഞ് വന്നപ്പോ തൊട്ടിട്ട് വിളിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ബിഗ് ബോസ് വന്നു കഴിഞ്ഞിട്ട് ആകെ 3 ചാനലിലാണ് ഇന്റർവ്യൂസ് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോ അമ്മയുടെ വൈസ് പ്രസിഡന്റ് ആയതിനു ശേഷം ഒരു ഇന്റർവ്യൂ കൊടുത്തു. ഇവര് തന്നെ ഇത്രയും വിളിക്കുമ്പോ എനിക്ക് ഇന്റർവ്യൂ തരാൻ മടി വേറെ ഒന്നും കൊണ്ടല്ല. ഈ ആൾക്കാർ നമ്മളെല്ലാരും ഇന്റർവ്യൂ തരുന്ന വെച്ചാൽ നമ്മളുടെ എന്താ പറയാ സൗഹൃദത്തിന്റെ പുറത്തും പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ വിശേഷങ്ങൾ ഷെയർ ചെയ്യാനും ഒക്കെയാണ്. പക്ഷെ ഈ ആൾക്കാർ ഇതിന്റെ അടിയിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് നെഗറ്റീവ് കമന്റ് എഴുതുമ്പോ ഞാൻ ആലോചിക്കുകയാണ്, നമ്മളുടെ സമയം ഇപ്പൊ തന്നെ എത്ര കഷ്ടപ്പെട്ടു ഞാൻ മേക്കപ്പ് ചെയ്ത് സാരി ഉടുത്ത് നിങ്ങളെ വെയിറ്റ് ചെയ്തിരുന്നു അല്ലേ. ഇത്രയും കഷ്ടപ്പെട്ടിട്ടൊക്കെ ഇന്റർവ്യൂ തന്നിട്ട് എന്ത് കാര്യത്തിനാണ് ഈ ആൾക്കാരെ ചീത്തവിളി കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്റർവ്യൂ തരുന്നതെന്ന് ഓർത്ത് മനഃപൂർവ്വം എല്ലാ ഇന്റർവ്യൂസിനും വിട്ടു നിൽക്കുകയാണ് ചെയ്തത്. ഓക്കെ, പിന്നെ അമ്മ ഓൾറെഡി ഒരു നന്നായിട്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരു ഫേം എന്ന് പറയാൻ പറ്റില്ല, ഒരു ഓർഗനൈസേഷൻ ആണ്. അപ്പൊ അതിലിനി ഞാനായിട്ട് ചെന്ന് ചീത്തയാക്കാതിരുന്നാ മതി, ഞാനായിട്ട് നന്നാക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. പിന്നെ എപ്പോഴും ഓഫീസിൽ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു ടീമായിട്ട് ഓരോരോ വർക്ക്സും നമുക്ക് ഡിവൈഡ് ചെയ്തിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഹെഡ് എന്ന് പറയുന്നത് 1-2 ഡിവിഷന്റെ ഹെഡ് ഞാനാണ്. അപ്പം ആ ഒരു പെർട്ടിക്കുലർ കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് ഞങ്ങൾ പോയാൽ മതി. ഏറ്റവും കൂടുതൽ ജോലി അവിടെ ഉള്ളത് എനിക്ക് തോന്നുന്നു സെക്രട്ടറിക്കും പിന്നെ എന്താ പറയാ ട്രഷറർക്കും പ്രസിഡന്റിനും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ജോലി. വലിയ കുഴപ്പമില്ല. ഈ ചേച്ചി ഇന്റർവ്യൂസിന്റെ അടി വന്ന കമന്റ്സ് ഒക്കെ വായിക്കും. ഇപ്പൊ ചേച്ചി വന്ന കമന്റ്സ് ഒക്കെ ഇങ്ങനെ വായിക്കും, എല്ലാം വായിക്കും. അതായത് വായിക്കും, നല്ലതായിട്ട് കമന്റ്സ് വായിക്കും. അതായത് നമ്മളെ ചിലപ്പം സെൽഫായിട്ടൊന്ന് മോട്ടിവേറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഡിപ്രഷനൊക്കെ അടിച്ച് വിഷമിച്ച് ഒക്കെ ഇരിക്കുന്ന സമയത്ത് ഞാന് ബിഗ് ബോസിന്റെ കമന്റ്സ് ഒക്കെ പോയിട്ട് വായിക്കും. അപ്പൊ അതിനകത്ത് കുറെ എപ്പിസോഡ്സിൽ സത്യത്തിൽ റിവ്യൂസ് വായിച്ചാണ് ഞാൻ എന്റെ എപ്പിസോഡ്സ് ഒക്കെ എന്റെ സീസൺ കുറച്ചു നാൾ മുന്നേ ആണ് കാണുന്നത്. അപ്പൊ ആദ്യമൊക്കെ എനിക്ക് പേടിയായിട്ട് ഞാനിതൊന്നും നോക്കത്തില്ലായിരുന്നു. അപ്പൊ ബിഗ് ബോസിന്റെ കമന്റ്സ് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ട് ഒരുപാട് കമന്റ്സ് ഉണ്ട്. അത് എനിക്കറിയാം ഏതൊക്കെ എപ്പിസോഡ്സിന്റെ അടിയിലാണ് അങ്ങനെ പോസിറ്റീവ് കമന്റ്സ് എന്നുള്ളത്. അപ്പൊ അത് എനിക്ക് അറിയാവുന്നുണ്ട്. ഞാൻ അത് സെർച്ച് ചെയ്തിട്ട് അതെടുത്ത് വായിച്ചിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്യും. ചില കമന്റ്സ് ഒക്കെ വായിക്കുമ്പോൾ അത്രത്തോളം വിഷമവും നമുക്ക് തോന്നാറുണ്ട്. പിന്നെ ഞാൻ വിചാരിക്കും, ഒരു മൊബൈൽ എന്ന് പറയുന്ന ഒരു സാധനം എന്ന് പറയുന്നത് അവനവന്റെ സ്വകാര്യതയാണ് അല്ലെ. അപ്പൊ ആ ഒരു സ്വകാര്യതയിൽ അവർക്ക് സ്വകാര്യമായിട്ടുള്ള ഒരു മുറിയിൽ ഇരുന്നിട്ട് എന്തെങ്കിലും കള്ളോ കഞ്ചാവോ ഡ്രഗ്സോ ഒക്കെ യൂസ് ചെയ്തിട്ട് ഏതോ ഒരു അച്ഛനും അമ്മയ്ക്കും ഉണ്ടായി ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഏതോ ഒരുത്തനോ അല്ലെങ്കിൽ പെണ്ണുങ്ങളല്ല, കൂടുതലും ആണുങ്ങളാണല്ലോ പറയുന്നത്, അവരൊക്കെ പറയുന്ന കേട്ട് ഞാൻ എന്തിനാ ഈ മനസ്സ് വിഷമിക്കുന്നത് എന്നോർത്ത് ഞാൻ സമാധാനപ്പെടാറുണ്ട്. പക്ഷെ എനിക്ക് വിഷമം വരും ഫാമിലീസിനെ പറയുമ്പോഴും ഒക്കെ എനിക്ക് വിഷമം വരാറുണ്ട്. ഇപ്പൊ ഏറ്റവും ഇപ്പൊ ചേച്ചി മൊത്തം വായിക്കുന്നോണ്ട് ഇപ്പോഴും ആ ഒരു കമന്റ് വായിച്ചിട്ട് ഭയങ്കര സങ്കടം ഇപ്പോഴും തോന്നുന്നു എന്ന് പറഞ്ഞാല് എനിക്ക് എഴുതുന്ന ആളാണല്ലോ. അപ്പം എനിക്കെന്ന് വെച്ചാൽ ഇപ്പൊ അഭിപ്രായങ്ങൾ പറയണം എന്ന് തോന്നുന്ന എല്ലാ കാര്യത്തിലും ഫസ്റ്റ് ഓഫ് ഓൾ ഞാനും മനസ്സിലാക്കേണ്ടത് എല്ലാ മനുഷ്യരും എല്ലാവരുടെ കാര്യത്തിലും എല്ലാത്തിലും അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അതായത് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പോൾ ചിലർ ചോദിക്കാറുണ്ട്, എല്ലാത്തിനും വാതുറക്കുന്ന ഇവർ
ഇപ്പൊ എന്താണ് വാ തുറക്കാത്തത്, എന്നെ അല്ല പറയുന്നത്, മൊത്തത്തിൽ പറയാറുണ്ട് ആൾക്കാർ. ഒരു കമന്റ് ആണ്, എന്തുകൊണ്ടാണ് ആൾക്കാർ കമന്റ് ഇതിനൊന്നും ഇവർക്ക് പറയാനില്ല, അഭിപ്രായമില്ലെന്ന്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാവരും എല്ലാ കാര്യത്തിലും അഭിപ്രായം പറയണമെന്ന് യാതൊരു നിർബന്ധമോ വാശിയോ ഇല്ല. നമുക്ക് ചില കാര്യങ്ങൾ എഴുതണം, പറയണം, ചെയ്യണം എന്ന് തോന്നുന്നതിൽ മാത്രമാണ് എഴുതുന്നത്. അപ്പൊ ഇവര് പറയുന്നതാണ്, ഓ ഇപ്പൊ പടമൊന്നും ഇല്ല, ചാൻസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. സത്യം പറഞ്ഞാൽ പിന്നെ ഞാൻ 19 വയസ്സിൽ സിനിമയിലേക്ക് വന്നതാണ്. 200-200-ലധികം 240 സിനിമയോളം ഞാൻ അഭിനയിച്ചു. അതായത് എന്റെ കരിയറിന്റെ പീക്ക് എന്ന് പറയുന്നത് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. വൈവിധ്യങ്ങളായ ഇഷ്ടംപോലെ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സിനിമ എന്ന് പറയുന്നത് എന്നും ഒരാളുടെ കരിയർ ഗ്രോത്ത് ഒരുപോലെ ആയിരിക്കില്ല. അത് ഒരുപോലെ ആവണമെന്ന് എനിക്ക് ഒരു വാശിയും ഇല്ല. അതായത് ഞാൻ ജോലി ചെയ്യേണ്ട സമയത്ത്, സമ്പാദിക്കേണ്ട സമയത്ത് അതൊക്കെ വളരെ നന്നായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഇപ്പോഴും എനിക്ക് വേറെ ജോലിയൊന്നും ഇല്ല. നിങ്ങൾ ചിലപ്പോ എന്റെ സിനിമകൾ കാണുന്നുണ്ടാവില്ല. ഇപ്പോഴും ഞാൻ സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ ആൾക്കാർ ഓർക്കുന്നത് നമ്മൾ ഇനിയിപ്പോ എന്തോ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ കാട്ടിക്കൂട്ടുന്നത് എന്ന് വിചാരിക്കും. ഇപ്പൊ രാജുവിന്റെ സിനിമ എമ്പുരാന് വേണ്ടിയിട്ട്, എമ്പുരാന്റെ സമയത്ത് പൃഥ്വിരാജിന് എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് രാജു. അപ്പൊ രാജുവിന്റെ സിനിമ വരുന്ന സമയം ഇത്രയും വർഷം എനിക്ക് രാജുവിനെ കുറിച്ച് എഴുതണം എന്ന് തോന്നിയില്ല. ഇപ്പൊ ഈ എമ്പുരാനൊക്കെ ഇത്ര വലിയൊരു ബഡ്ജറ്റുള്ള സിനിമ വരുന്ന സമയത്ത് രാജു എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട് മനസ്സിലാക്കിയ ഒരു 7-8 സിനിമകൾ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ സെറ്റിൽ നമ്മൾ കണ്ടു മനസ്സിലാക്കിയ ഒരു രാജു ഉണ്ട്. അദ്ദേഹത്തിന്റെ ഉള്ളിൽ എപ്പോഴും ഒരു ഡയറക്ടർ ഉണ്ട്, അദ്ദേഹത്തിന്റെ ഉള്ളിൽ എപ്പോഴും ഒരു സംവിധായകനുണ്ട്. അപ്പം ആ ഒരു സംവിധായകനെ നമ്മൾ എങ്ങനെ കണ്ടു, നമ്മുടെ ആ ഒരു ഏജിൽ നമ്മൾ എങ്ങനെ കണ്ടു എന്നുള്ളത് നമ്മൾ എഴുതി കഴിയുമ്പോൾ ഇനിയിപ്പൊ ഇദ്ദേഹത്തിന്റെ സിനിമ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെയൊക്കെ എഴുതുന്നത്. അങ്ങനത്തെയൊക്കെ കമന്റ് വായിക്കുമ്പോ ഇപ്പൊ പടമില്ല, തിരക്കുണ്ടാവാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ ലേറ്റസ്റ്റ് ആ ഇന്റർവ്യൂ വന്നപ്പോ പോലും ആൾക്കാർ അതിന്റെ അടിയിൽ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്, ചാൻസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അത് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് വിഷമം വരാറുണ്ട്. പിന്നെ കാസ്റ്റ്, ഒരാളുടെ കാസ്റ്റ്, രാഷ്ട്രീയം, മതം, രാഷ്ട്രീയം എന്ന് പറയുന്നത് അവരുടെ തികച്ചും പേഴ്സണൽ ആയിട്ടൊരു കാര്യമാണ്. അതിൽ ഒരാളിലും അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അപ്പം ഇത് പിന്നെ ഇവർ ഇന്ന കാസ്റ്റ് ആയിരുന്നു, അവരിപ്പോ ഇതിങ്ങനെ കൺവേർട്ട് ചെയ്തു, ഇന്നതിന് വേണ്ടിയിട്ടാണ്, ഇത് ഇവരുടെ രാഷ്ട്രീയം ഇന്നതാണ്, ഇതൊന്നും ഒരു കോമൺ മാനെ സംബന്ധിച്ച് ഒരു മാറ്റർ ആയിട്ടുള്ള സബ്ജക്ട്സ് അല്ല. പിന്നെ എന്തിനാണ് അവർക്ക് ഈ എന്താ പറയുക, ഇന്ത്യ മഹാരാജ്യത്ത് 130 കോടിയിലധികം ജനങ്ങളുണ്ട്. അത്രയും തന്നെ വൈവിധ്യമാർന്ന ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ അതിൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാനുള്ള അവകാശവും നമുക്കുണ്ട്. പിന്നെ എന്തിനാണ് ആൾക്കാര് അവര് നയിക്കുന്ന വഴിയിലെ അല്ലെങ്കിൽ അവരുടെ കാലിലെ ചെരുപ്പാകണം നമ്മളെന്ന് വാശി പിടിക്കുന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത്തരം കമന്റ്സ് ഒക്കെ എനിക്ക് നിരാശയുണ്ടാക്കും, വിഷമം ഉണ്ടാക്കും. ഈ ചേച്ചിയോട് പലരും സംസാരിക്കാൻ വരുന്നത് മുൻധാരണകൾ വെച്ചാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ലൈക് ലക്ഷ്മി ചേച്ചി എന്ന് പറയുമ്പോൾ ആളിങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും, മുൻധാരണകൾ കൊണ്ട് ഒരു ജഡ്ജ്മെന്റൽ ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് ചേച്ചിക്ക് തോന്നി? തീർച്ചയായിട്ടും ഉണ്ട്. അതായത് എന്നെ കാണുന്നതിന് മുൻപ് എന്നെ ഒരു പരിചയം ഇല്ലാത്ത ആൾക്കാർ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ എന്നെ കുറിച്ചുള്ള ചെല്ല പേരുകൾ ഞാൻ പറയാം. ആ സ്ത്രീയോ, അവര് മഹാ അഹങ്കാരിയാണ്, അവര് ഭയങ്കര ദേഷ്യക്കാരിയാണ്, അവര് ഭയങ്കര വാശിക്കാരിയാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് ഒരാൾ പറഞ്ഞ ഒരു കമന്റ് എന്ന് പറഞ്ഞാല് ഭയങ്കര വഴക്കാളിയാണ്. ഈ 4 പേര് ഈ ലേറ്റസ്റ്റ് ആയിട്ട് കേട്ടാണ് ഈ വഴക്കാളി എന്നുള്ളൊരു പേര്. അപ്പൊ ഭയങ്കര എന്നിട്ട് പറയും അഹങ്കാരം ഇതൊക്കെ പറഞ്ഞു, പക്ഷെ അവര് നല്ല ആർട്ടിസ്റ്റ് ആണ് എന്ന്. അപ്പം എന്നെ ഞാനപ്പ ചോദിക്കും, ഈ പറഞ്ഞ ആൾക്കാർ എന്നെ കണ്ടിട്ടുണ്ടോ? ഇല്ല, എന്നെ ഒരു പരിചയവും ഇല്ലാത്ത ആൾക്കാരാണ് ഈ പറയുന്നത്. പിന്നെ ന്യായമല്ലാത്ത ഒരു കാര്യത്തിനും ഇന്ന് വരെ ഞാൻ വാ തുറന്നിട്ടില്ല. ഒരു അനീതി ഉണ്ട് അവിടെ എന്ന് തോന്നുന്ന കാര്യത്തിന് മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ. അല്ലാത്ത എല്ലാത്തിനോടും സൗഹൃദപരമായിട്ട് പോകുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ രാംലീലയുടെ ഡയറക്ടർ അരുൺ ചേട്ടൻ അസോസിയേറ്റ് ആയിരുന്ന സമയത്ത് കലവൂർ രവികുമാർ എന്ന് പറഞ്ഞ സാറിന്റെ ഒരു സിനിമ ചെയ്യാണ്. അപ്പം രവി ചേട്ടനും അരുണേട്ടനും കൂടെ രാത്രി ഞങ്ങൾക്ക് ഇങ്ങനെ ഷൂട്ട് പോവാം. ആ ഒരു 10-15 ദിവസമായി, നമ്മൾ കണ്ണൂരാണ് ഷൂട്ട്. അപ്പൊ ഈ സമയത്ത് പിന്നെ ഇവര് തമ്മിൽ എന്നെ കുറിച്ച് എന്തോ ഇങ്ങനെ പറയാന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് ചോദിച്ചു, എന്താ എന്നെ കുറിച്ച് പറയുന്നെന്ന് ചോദിച്ചു. എന്തോ നല്ല പാവം കുട്ടിയാണ്, ഒരു പൂച്ചക്കുട്ടിയെ പോലത്തെ കുട്ടി, ഈ കുട്ടിയെ കുറിച്ചാണോ ഇങ്ങനെ ആൾക്കാർ ദേഷ്യക്കാരിയാണ്, വാശിക്കാരിയാണ്, അഹങ്കാരിയാണ് എന്നൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും ഞാൻ പറഞ്ഞു, ഏട്ടാ അവരെന്നെ കണ്ടിട്ടുണ്ടോ? ഇല്ല.
ആരാണ് ഈ പറയുന്നത്? എവിടുന്നോ ഉള്ള ഒരു ഇതിലാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ വഴക്കിടുന്നത് 2-3 കാര്യങ്ങൾക്കാണ്. ഒന്ന്, നമ്മളെ എന്താ പറയാ, നമ്മുടെ പിന്നെ പേയ്മെന്റ്, ഒരുപാട് കാശൊന്നും മേടിച്ച് ജോലി ചെയ്യുന്ന ഒരാളല്ല ഞാൻ. വളരെ ചെറിയ പൈസക്ക് ജോലി ചെയ്യുന്ന ആളാണ്. ഈ കാശ് പോലും പറയുന്ന സമയത്ത് തന്നില്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും. അത് എല്ലാവർക്കും ദേഷ്യം വരില്ലേ? പിന്നെ ഷൂട്ട് കഴിഞ്ഞ് ഒരുപാട് മണിക്കൂറായിട്ടും, ഒരു 1-1.5 മണിക്കൂറൊക്കെ കാത്തിരുന്നിട്ടും നമുക്ക് വണ്ടി കിട്ടിയില്ലെങ്കിൽ എനിക്ക് വിഷമം വരാറുണ്ട്. പിന്നെ ഒരു സിനിമയിൽ ജോയിൻ ചെയ്ത് ഒരു 4 ദിവസം 5 ദിവസം 6 ദിവസമായിട്ടും നമ്മുടെ കോസ്റ്റ്യൂം സെറ്റ് ആയില്ലെങ്കിൽ നമുക്കൊരു ഇറിറ്റേഷൻ വരും. ഇങ്ങനെയുള്ള കാര്യത്തിനല്ലാണ്ട് ഒരു ഭക്ഷണം കിട്ടിയില്ല, ഇല്ലെങ്കിൽ വേറൊരു കാര്യം ശരിയായില്ല, ലേറ്റ് നൈറ്റ് ഷൂട്ട് പോയി, ഇങ്ങനെയുള്ള ഒരു കാര്യത്തിലും എനിക്ക് ദേഷ്യമോ വിഷമോ സങ്കടമോ ഒന്നും വരാറില്ല. പിന്നെ എനിക്ക് സങ്കടം വരുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരെ കുറിച്ച് ഒരു പരിചയവും ഒരു ബന്ധവും ഇല്ലാത്ത ആൾക്കാർ മോശം പറയുമ്പോൾ എനിക്ക് ദേഷ്യമല്ല, എനിക്ക് സങ്കടം വരും. എനിക്ക് ഇഷ്ടമുള്ളവരെ കുറിച്ച് വേണ്ടാത്തത് പറയുമ്പോൾ എനിക്ക് വിഷമം വരും. ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ അത് നോക്കിയാൽ തന്നെ മനസ്സിലാവുമല്ലോ, ബിഗ് ബോസ് പോലൊരു ഷോയില് 100 ദിവസം ഞാൻ നിന്നിട്ട് ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ ഞാൻ അങ്ങോട്ട് പോയിട്ട് ഒരാളുടെ അടുത്ത് ഒരു വഴക്കുണ്ടാക്കിയതായിട്ട് അറിയാമോ? ഇപ്പത്തെ ബിഗ് ബോസ് മനസ്സിൽ നിൽക്കുന്നു. നിങ്ങളുടെ ബിഗ് ബോസ് അതിലെനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മയുള്ള എന്താന്ന് പറയുമ്പോ, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കട്ടുകൾ വരുന്നത് റിയാസും ചേച്ചിയായിട്ടുള്ള കോമ്പിനേഷൻ ആണ്. ഒന്നെങ്കിൽ ചേച്ചിനെ അനുകരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ അനുകരിക്കുന്നത്. ഞാനിപ്പോ ബിഗ് ബോസ് എടുത്തോണ്ട് ഞാൻ ഇന്നും കൂടെ ഒരു റീലിൽ കണ്ടതാണ്. ചേച്ചി പറഞ്ഞില്ലേ, ഒരു സ്ത്രീക്ക് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, അത് പറഞ്ഞു. അപ്പൊ റിയാസ് തിരിച്ച് ചേച്ചിയോട് ചോദിക്കുന്നുണ്ട്, എന്നെ കുഞ്ഞിന് ജന്മം നൽകാൻ. ഈ ജന്മം നൽകണമെങ്കില് നമ്മള് ദ്രോണാചാര്യരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ദ്രോണാചാര്യരുടെ അച്ഛന് അദ്ദേഹത്തിന്റെ പിന്നെ സെമൻ ഒരു ഓടത്തില്, ദ്രോണം എന്ന് പറയുന്നത് ഒരു മുളയുടെ തണ്ടാണ്, തണ്ടിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ടെസ്റ്റ് ട്യൂബ് ശിശു ഉണ്ടായതുപോലെ ആണ് ഈ പിന്നെ ദ്രോണാചാര്യര് ജനിച്ചത്. അമ്മയില്ലാതെയാണ് ജനിച്ചത്. പക്ഷെ അമ്മയില്ലാതെ ഒരു കുഞ്ഞുണ്ടാവുമോ? ഒരമ്മയുടെ സാക്രിഫൈസിങ് എന്ന് പറയുന്നത് വളരെ വലുതാണ് അല്ലേ? ഒരു അച്ഛൻ എന്ന് പറയുന്നത് കർമ്മമാണ്. പക്ഷേ എന്താ പറയാ, അമ്മ എന്ന് പറയുന്നത്, അമ്മയുടെ സാക്രിഫൈസിങ് ആ ബേർത്ത് കൊടുക്കുന്നതോടുകൂടി കഴിഞ്ഞു. ഈ അമ്മ സത്യം പറഞ്ഞാൽ ഈ കുട്ടിക്ക് വേണ്ടി പിന്നെ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും അമ്മ ആർക്കും ചോദ്യം ചെയ്യാൻ പോലും ഉള്ള അവകാശം ഇല്ല. മനസ്സിലായില്ലേ? അപ്പൊ ഒരു സ്ത്രീയും പുരുഷനും അവിടെ തന്നെ വളരെ വ്യത്യസ്തമാണ്. അച്ഛന്റെ കർമ്മം പിന്നെയും ഉണ്ട്, ഈ മക്കൾക്ക് അധ്വാനിച്ചു കൊടുത്ത് ഇവരെ നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്ത് എന്ന് വെച്ചിട്ട് കുഞ്ഞുങ്ങളെ നോക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അതായത് ശരിക്കും നമ്മളുടെ കർമ്മം ബാലൻസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, അമ്മ അത്രയും അസ്ഥികൾ പൊട്ടി ഈ കുഞ്ഞിനെ പിന്നെ ഗർഭത്തിലേറ്റി അതിനെ 10 മാസം വയറ്റിൽ കൊണ്ട് നടന്ന് ഓരോ ദിവസവും ഓരോ യുഗം പോലെ കഴിഞ്ഞങ്ങ് പോകുമ്പോ അമ്മയുടെ കർമ്മം അവിടെ അവസാനിച്ചു. ഇങ്ങനെ കർമ്മം ഏറ്റെടുക്കാൻ ഒരു അമ്മ ഇല്ലെങ്കിൽ ഏത് വലിയൊരു പുരുഷനാന്ന് പറഞ്ഞാലും ഒരു കുഞ്ഞിനെ സൃഷ്ടിക്കാൻ പറ്റില്ലല്ലോ. ആ ദ്രോണാചാര്യരുടെ കാലമൊക്കെ നമ്മൾ കഥയായിട്ട് ഇതൊക്കെ കേട്ടിട്ടുള്ളതാണ്. മനസ്സിലായി? അത് റിയാസിനോട് എന്താ ചേച്ചി മറുപടി പറയാതിരുന്നേ? ഞാൻ ഒരുപാടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, കുറെയൊക്കെ എഡിറ്റിങ്ങിൽ പോയിട്ടുണ്ടാവും. ചിലത് നമ്മള് പെട്ടെന്ന് നമുക്ക് ഓർമ്മ വന്നിട്ടുണ്ടാവില്ല. പക്ഷെ റെസ്പോണ്ട് ചെയ്യാതിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല, നന്നായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു ചേച്ചിനെ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു കുറച്ച് ഫൈറ്റ് കൂടിയേക്കുന്നത് എനിക്ക് തോന്നുന്നു റിയാസ് ആയിട്ടായിരിക്കും. എന്താ, ഒരാള് വേറെ രീതിയിൽ ചിന്തിക്കുന്നു, മറ്റാള് വേറെ രീതിയിൽ. റിയാസ് എന്തിനാ അങ്ങനെ വാശി പിടിക്കുന്നത്? റിയാസ് വിചാരിക്കുന്ന പോലെ ഞാൻ ചിന്തിക്കണം എന്ന് വാശി പിടിക്കുന്ന എന്തിനാ? എനിക്ക് അത്രയും വാശിയില്ലല്ലോ. ഞാൻ ചിന്തിക്കുന്ന പോലെ റിയാസ് വഴി നടക്കണം എന്ന് എനിക്ക് വാശിയില്ലല്ലോ. റിയാസ് അവിടെ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഇപ്പോഴും അതിന് ഞാനൊരു മറുപടി പറഞ്ഞില്ലല്ലോ എന്ന് എനിക്ക് ദേഷ്യം എന്നോട് തന്നെ വരുന്ന ഒരു ഇത്. 21 വയസ്സായ എനിക്ക് 21 22 അപ്പോഴത്തെ ഒരു ഏജ് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് എന്റെ ഉമ്മ വീട്ടുവേലയ്ക്ക് പോയ കാശ് കൊണ്ട് വാങ്ങിയ പെർഫ്യൂമാണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, 16 വയസ്സില് എന്റെ ഇത് ജീവിതം, ഞാനൊരു പെൺകുട്ടിയാണ്, 16 വയസ്സില് എന്റെ വീടിന്റെ ഉത്തരവാദിത്വം കുറച്ചെങ്കിലും എനിക്കും കൂടെ ഹെൽപ്പ് ചെയ്യണം എന്ന ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് 16 വയസ്സ് തൊട്ടിട്ട് നാടകത്തിൽ അഭിനയിച്ച് സ്കൂളിലും പഠിച്ച് ഞാൻ എന്റെ വീടിനും ആ കാശ് ഞാൻ കൊടുത്തിട്ടുള്ള ഞാൻ എവിടെ നിൽക്കുന്നു? 21 വയസ്സിൽ ഒരു അമ്മയെ വീട്ടുവേലയ്ക്ക് വിട്ടിട്ട് ഒരു ആൺകുട്ടി ആ പെർഫ്യൂം ആ കാശ് കൊണ്ട് വാങ്ങിച്ച് പെർഫ്യൂം അടിച്ച് അവൻ എവിടെ നിൽക്കുന്നു? ശരിക്കും പറഞ്ഞാൽ എനിക്ക് പുച്ഛം തോന്നിയിട്ട് ഞാൻ അതിന് മറുപടി പറയാതിരുന്നതാണ്. എനിക്ക് ഇപ്പോഴും എനിക്ക് ഓർക്കുമ്പോ എനിക്ക് ദേഷ്യം തോന്നാറുണ്ട്.
കാണാറുണ്ട് അതിന്റെ പല ക്ലിപ്പിംഗ്സും കാണുമ്പോൾ. ഇവരൊക്കെയാണ് വഴി നടത്താനും ആൾക്കാരെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യാനും ഒക്കെ ഇരിക്കുന്നത്. മനസ്സിലായില്ലേ? എപ്പോഴും നമ്മൾക്ക് എന്താ പറയാ, നമുക്ക് നമ്മുടെ കമ്മിറ്റ്മെന്റ് ആദ്യം നമ്മുടെ ഫാമിലിയോട് ഉണ്ടാവണം. നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇപ്പം 7 വയസ്സും 8 വയസ്സും 10 വയസ്സും 12 വയസ്സുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ വൈറലായിട്ട് കാണാറുണ്ട്. അച്ഛനും അമ്മയും പച്ചക്കറി വിൽക്കുമ്പോൾ അവരുടെ കൂടെ പോയിരുന്ന് ഹെൽപ്പ് ചെയ്യുന്നവരെ കുഞ്ഞുങ്ങളെ നമ്മൾ കാണാറില്ലേ? അപ്പൊ അങ്ങനെയുള്ളൊരു സൊസൈറ്റിയിലാണ് ഇദ്ദേഹം ഇത് പറയുന്നത്. ഈ ബിഗ് ബോസിലും കൂടെ കിട്ടിയ ഒരു ടാഗ് ലൈൻ കുലസ്ത്രീ. ഇപ്പൊ അത് അനുമോൾക്കാണ് ചെറുതായിട്ട്. ബിഗ് ബോസ് ഈ സീസണില് അനുമോൾക്കാണ് കിട്ടിയിരിക്കുന്നത്. ആ ചേച്ചിയുടെ ഒക്കെ സീസണിൽ ചേച്ചിനെ എല്ലാരും പറയുന്നതാണ് കുലസ്ത്രീയാണ്, ഒരു പക്ക കുലസ്ത്രീ ചിന്താഗതിയാണ്. ചേച്ചിയുടെ കാഴ്ചപ്പാട് ഈ കുലസ്ത്രീ എന്ന് വെച്ചാൽ എന്താണ്? ആക്ച്വലി അതിന്റെ ഡെഫിനിഷൻ എന്താണ്? എനിക്കറിയില്ല. ആക്ച്വലി ഇവരെന്തറിഞ്ഞിട്ടാണ് എന്നെ ഈ കുലസ്ത്രീ എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എൻ്റെ ഓരോ ഏജിലും വളരെ ധീരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് നടപ്പിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതായത് എൻ്റെ ഡ്രീം എന്ന് പറയുന്നത് എനിക്കൊരു സിനിമാ നടി ആവണം എന്നുള്ളതാണ് എൻ്റെ ഡ്രീം. എൻ്റെ 6 വയസ്സ് തൊട്ടിട്ടുള്ള എൻ്റെ ഡ്രീമാണ്. ഓക്കെ, ആ ഡ്രീമിന് വേണ്ടിയിട്ട് എന്നെ ചെറുപ്പത്തിൽ എൻ്റെ ചിറ്റപ്പൻ, എൻ്റെ ടാറ്റയാണ് എന്നെ ഒരു കലാകാരിയാക്കിയത്. ഞാൻ ഭരതനാട്യം പഠിച്ചു, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, ഓട്ടംതുള്ളൽ, കഥാപ്രസംഗം, നാടോടി നൃത്തം, ഇങ്ങനെ സകലമാന വിദ്യകളും ഞാൻ അഭ്യസിച്ചു. ഞാൻ ധാരാളം വായിച്ചു വളർന്നു. അത് കഴിഞ്ഞിട്ട് എന്താ പറയാ, എൻ്റെ പോലത്തെ ഒരു നാട്ടും പുറത്തുനിന്ന് എങ്ങനെയാണ് ഒരു സിനിമയിലേക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുന്നതെന്ന് പോലും അറിയാത്ത കാലത്ത് പിന്നെ എൻ്റെ ബൈ ചാൻസ് വന്ന ഒരു നാടകത്തിൽ അഭിനയിക്കുക എന്ന് പറയുന്ന ഒരു ചാൻസിനെ ഫലപ്രദമായിട്ട് വിനിയോഗിച്ചു. എൻ്റെ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് പോലും ആരും ഇത്തരം കാര്യത്തിലേക്ക് വരാത്തൊരു സമയത്ത് ഞാൻ നാടകത്തിൽ അഭിനയിച്ചു. പ്രൊഫഷണൽ നാടകത്തിൽ 3 വർഷം അഭിനയിച്ചു. എന്നിട്ട് ഞാൻ പൈസ സമ്പാദിക്കാൻ തുടങ്ങി. ഞാൻ കാസ്റ്റ് കൺവേർട്ട് ചെയ്തു. ഇന്റർ കാസ്റ്റ് മാരേജ് ആണ് ഞാൻ ചെയ്തത്. 18 വയസ്സും 1 മാസം ആകുമ്പോൾ വളരെ ധീരമായിട്ട് ഞാൻ പോയിട്ട് കാസ്റ്റ് കൺവേർട്ട് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടമുള്ള ഒരു മതം സ്വീകരിച്ചപ്പോൾ എൻ്റെ തൊഴിലിടം എനിക്ക് 18 വയസ്സാകുന്നതിന് മുൻപേ എൻ്റെ വ്യക്തിത്വം രൂപപ്പെട്ടു വരുന്ന സമയത്ത് തന്നെ ഞാൻ ഏത് മേഖലയിലായിരിക്കണം വിജയിക്കേണ്ടത് എന്നുള്ള നിശ്ചയദാർഢ്യം എനിക്കുണ്ടായിരുന്നു. ഫസ്റ്റ്. സെക്കൻഡ്, ഒരു വിവാഹ ജീവിതത്തിനെ കുറിച്ച് വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുത്തു. 3, ആരുടെയും യാതൊരു പിന്തുണയും എന്താ പറയാ കമ്പലിങ്ങും നിർബന്ധവും ഇല്ലാതെ തന്നെ എനിക്ക് അനുയോജ്യമായ ഒരു മതം ഞാൻ തെരഞ്ഞെടുത്തു. എന്നിട്ട് 18 വയസ്സിന് ശേഷം വിവാഹ ജീവിതത്തോട് കൂടിയിട്ട് സിനിമ എന്ന് പറയുന്ന കരിയർ അവസാനിപ്പിക്കുന്ന സമയത്ത് സിനിമ എന്ന കരിയർ ഞാൻ തെരഞ്ഞെടുത്തു. ആ കരിയറിൽ വളരെ വിജയിച്ചു തന്നെ മുന്നോട്ട് പോകുന്നു. ഓക്കെ, ഇപ്പോഴും ഞാൻ ആ ജോലി ചെയ്യുന്നു. അപ്പോ ഈ പറയുന്നതിൽ എവിടെയാണ് എനിക്ക് ശക്തമായിട്ട് അഭിപ്രായം പറയണം എന്ന് തോന്നുന്ന ഇടങ്ങളിലൊക്കെ ഞാൻ അഭിപ്രായം പറയാറുണ്ട്. 34 വയസ്സാവുമ്പോഴത്തേക്കും ഒരു ഓട്ടോബയോഗ്രഫി എഴുതിയിട്ടുണ്ട്, ആത്മകഥ എഴുതിയിട്ടുണ്ട്. അപ്പോ എങ്ങനെയാ, എന്ത് ടാഗ് ലൈൻ ആണ് കൊടുക്കുന്നത്? പിന്നെ കുടുംബം നോക്കുന്നതും ഡിവോഴ്സ് ചെയ്യാണ്ട് ഒരു ഭർത്താവിന്റെ കൂടെ ജീവിക്കുന്നതും കുഞ്ഞുങ്ങൾ നന്നായിട്ട് വളരപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നതും ഒക്കെയാണ് കുലസ്ത്രീ എന്ന ടാഗ് ലൈൻ എങ്കിൽ ഈ സമൂഹത്തിലെ ഒരു 85% ആൾക്കാരും കുലസ്ത്രീകളാണ്. സമൂഹത്തിന്റെ പില്ലറാണ് കുടുംബം എന്ന് പറയുന്നത്, അല്ലേ? ഈ ഇഷ്ടിക ചേരുമ്പോഴാണ് എല്ലാവരും ലെസ്ബിയൻസ് ആണെന്ന് വിചാരിക്കൂ, എല്ലാരും ഹോമോസെക്ഷൽ ആണെന്ന് വിചാരിക്കൂ, ഇല്ലെങ്കിൽ എല്ലാരും ട്രാൻസ്ജെൻഡേഴ്സ് ആണെന്ന് വിചാരിക്കൂ. ഇവിടെ എങ്ങനെയാണ്? ഞാൻ അതിനെതിരല്ല, ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ പറയട്ടെ. അതൊക്കെ ഇത് ഒരു ഉദ്യാനമാണെങ്കിൽ ഇവിടുത്തെ പലതരത്തിലുള്ള പൂക്കളായിട്ടാണ് ഞാൻ എല്ലാത്തിനെയും വിചാരിക്കുന്നത്. വ്യത്യസ്തമാർന്ന മനുഷ്യര് വേണം. അത് എല്ലാവരും അങ്ങനെ ആയാൽ എങ്ങനെയാണ് ഇവിടെ പിന്നെ കുടുംബം എങ്ങനെയാണ് നിലനിൽക്കുക? കുടുംബം നിലനിന്നില്ലെങ്കിൽ സമൂഹം എങ്ങനെയാണ് ഉണ്ടാവുക, അല്ലേ? അപ്പൊ എന്ത് ടാഗ് ലൈൻ ആണ് കൊടുക്കുന്നത് എനിക്കറിയില്ല. പിന്നെ ഭക്തിയുള്ള ആളാണ്. ജീവിതത്തിൽ ഭക്തി ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യനിഷ്ഠ ഉണ്ടായിരിക്കും. നമ്മൾ രാവിലെ കുളിക്കുന്നു, എന്താ പറയാ, എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയും എന്ന് പറയില്ലേ, ഒരു വൃത്തിയും വെടിപ്പും ഉണ്ടാവും. എന്താ പറയാ, ഒരു കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് നമ്മൾ രാവിലെ എഴുന്നേക്കുന്നു, നമ്മൾ കുളിക്കുന്നു, നമ്മൾ ജപിക്കുന്നു. അപ്പൊ എന്താ പറയാ, ഒരു പിന്നെ പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുന്ന ഒരു സാധനം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇവിടെ ആർക്കാണ് ഇഷ്ടമില്ലാത്തത്, അല്ലേ? അപ്പൊ നമ്മൾ ഒരു കൃത്യനിഷ്ഠയായിട്ട്, ഒരു സ്കൂളിലെ കുട്ടി എങ്ങനെയാണ് അത് പിന്നെ രാവിലെ എഴുന്നേക്കുന്നു, കുളിച്ച് ഫ്രഷ് ആയി അത് റെഡിയായി
കറക്റ്റ് സമയത്ത് ബസ്സിൽ കയറി അത് സ്കൂളിൽ പോകുന്നു, പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നു എന്ന് പറയുന്ന പോലെ ഒരു വീട്ടമ്മ രാവിലെ എഴുന്നിട്ട് അവർക്ക് കുറച്ച് ഉപാസനയൊക്കെ ഉണ്ടെങ്കിൽ, അതായത് കുറച്ച് പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അവർ വളരെ പേഴ്സണൽ ഹൈജീൻ ആയിരിക്കും. അവരുടെ വീടും പരിസരവും വൃത്തിയായിട്ട് വെക്കാനായിട്ട് അവർ എപ്പോഴും ശ്രദ്ധിക്കും. അപ്പൊ എന്താണെന്ന് പറയാം, ഈ വൃത്തിബോധം എന്ന് പറയുന്നത് ഹോൾ ഫാമിലിയിലേക്ക് അത് സ്പ്രെഡ് ആവും. അത്തരം ചിന്താഗതി ഉള്ള ഒരാൾക്ക് പുറത്തിറങ്ങി കഴിയുമ്പോൾ, ഞാൻ ഇപ്പോഴും ഒരു ടിഷ്യൂ പേപ്പർ പോലും വലിച്ചെറിയാൻ എനിക്ക് ഇഷ്ടമല്ല, ഞാൻ തിരിച്ചെത്തുമ്പോ എന്റെ ബാഗിൽ അത് ഉണ്ടാവും. പറഞ്ഞാൽ വിശ്വസിക്കുവോ? ഞാനൊരു സാധനം പൊതിഞ്ഞൊരു പേപ്പർ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ അത് എവിടെയും വലിച്ചിടില്ല. കൃത്യമായിട്ട് അത് കളയാൻ ഒരു സ്ഥലം ഇല്ലെങ്കിൽ എന്റെ ബാഗിൽ വെച്ച് ഞാൻ അത് തിരിച്ചു കൊണ്ടുവന്നിട്ട് കൃത്യമായിട്ട് ഡിസ്പോസ് ചെയ്യും. ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എന്റെ ഓർമ്മയിൽ ഞാൻ എവിടെയും വലിച്ചെറിഞ്ഞിട്ടില്ല, അത് തിരിച്ച് എന്റെ കയ്യിൽ ഉണ്ടാവും. അല്ലെങ്കിൽ അത് അനുയോജ്യമായ ഒരു സ്ഥലം നോക്കി, റെയിൽവേ സ്റ്റേഷനിലൊക്കെ വളരെ ദൂരത്താണ് ഒരു ഡസ്റ്റ്ബിൻ ഇരിക്കുന്നതെങ്കിൽ അത്രയും ദൂരത്ത് ഞാൻ പോയിട്ട് അത് ഇടും. അത് എന്റെ സൊസൈറ്റിയോടുള്ള എന്റെ കമ്മിറ്റ്മെന്റ് ആണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇപ്പൊ നമ്മൾ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ റോഡ് വൃത്തികേടായി. കഴിഞ്ഞ ദിവസം ഞങ്ങള് മോളെ പിക്ക് ചെയ്തിട്ട്, മോൾക്ക് ബസ് റോഡിലാണല്ലോ നിർത്തുന്നത്, പിക്ക് ചെയ്തിട്ട് വരുമ്പോൾ ഒരു വലിയ ഒരു എലി അവിടെ ചത്ത് കിടക്കാണ്, റോഡിൽ ചത്ത് കിടക്കാണ്. എനിക്കറിയാം ഈ ഒരു ബൈ റോഡിലേക്ക് വണ്ടികളൊക്കെ ധാരാളം പോരുന്നതാണ്. അപ്പൊ വണ്ടി കേറിയിട്ട് അതൊക്കെ അവിടെ ചീത്തയായിട്ട് കിടക്കും. പിന്നെ ഒരു ജീവനുള്ള ഒരു വസ്തു ആയിരുന്നല്ലോ, അത് അർഹിക്കുന്നുണ്ട്. അതിനൊരു ക്രിമേഷൻ എന്ന് പറയുന്നത് അത് അർഹിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അത് പോയിട്ട് ഒരു ചാക്ക് കൊണ്ട് പോയിട്ട് അതിനെ എടുത്ത് കൃത്യമായിട്ട് അതിനൊരു കുഴിയൊക്കെ വേറൊരു സ്ഥലത്ത് പോയിട്ട് എടുത്ത് അതിനെ അവിടെ കുഴിച്ചിട്ടിട്ടു. അപ്പൊ നമ്മുടെ ഈ ഓപ്പോസിറ്റുള്ള ഫ്ലാറ്റിലെ സെക്യൂരിറ്റി ചേട്ടന്മാരെല്ലാം നോക്കി നിൽക്കുകയാണ്. എന്നാലും മാം അങ്ങനെ ചെയ്തല്ലോ എന്ന് പറയാണ്. അപ്പൊ അത് എന്റെ കമ്മിറ്റ്മെന്റ് ആണ്. മനസ്സിലായില്ലേ? അത്തരം ഒരു സാഹചര്യം ഇപ്പൊ നമ്മളിപ്പോ റോഡില് നമ്മള് കാറിൽ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ പോകുമ്പോ നമുക്ക് നടു റോഡില് ചിന്നി ചെതറി കിടക്കുന്ന ഒരു പട്ടിയോ പൂച്ചയോ ഒന്നും എടുത്തു പോയിട്ട് ക്രിമേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. നമുക്ക് വണ്ടി നിർത്താൻ പോലും അവിടെ സാധിക്കില്ല. പക്ഷെ കഴിയുന്നിടത്ത് കഴിയുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാമല്ലോ. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഒരു ടാഗ് ലൈൻ വെച്ചിട്ടാണ് ഇവര്. പിന്നെ ഞാൻ എന്റെ മകളെ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, നന്നായിട്ട് അവൾ വളരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്റെ ഹസ്ബൻഡിന്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, മണി മാനേജ്മെന്റ് ഞാനാണ് നോക്കുന്നത്. അപ്പം ഇത്തരം കാര്യം, ഒരു ഭാര്യ എന്ന് പറയുന്നത് ഒരു കുടുംബത്തിന്റെ മന്ത്രിയാണ്. അപ്പൊ ഇതെല്ലാം ചെയ്യുന്ന ഒരാളാണ് കുലസ്ത്രീ എങ്കിൽ യെസ് ഐ ആം. അതാണ്. എപ്പോഴും എത്ര തിരക്കാണെങ്കിലും എനിക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങളെല്ലാം ഞാൻ വായിക്കാറുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള നോട്ട്സ് എഴുതാറുണ്ട്. എന്റെ ഫ്രണ്ട്സുമായിട്ടുള്ള ബന്ധം ഞാൻ വെക്കാറുണ്ട്. പിന്നെ കുറെ കാര്യങ്ങളൊക്കെ എന്റെ പേഴ്സണൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ എനിക്കറിയാലോ. അതൊക്കെ ആലോചിക്കുമ്പോ ഞാൻ മനസ്സിലോർക്കും, ഓ എന്നെയാണ് ഇവര് കുലസ്ത്രീ എന്ന് പറയുന്നത്. എനിക്ക് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു ലക്ഷ്മി പ്രിയ ഉണ്ട്. അതായത് എനിക്ക് എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കാനും അടിച്ചു പൊളിക്കാനും യാത്ര ചെയ്യാനും ചെളി പറയാനും ചെറിയ ഡ്രസ് ഇടാനും ഒക്കെ ഇഷ്ടമുള്ള ഒരു ലക്ഷ്മി പ്രിയ ഉണ്ട്. അത് പക്ഷെ എന്റെ ഒരു സർക്കിളിലായിരിക്കും എന്ന് മാത്രം. അപ്പൊ ഞാൻ അത്ര കുലസ്ത്രീ അല്ല. അങ്ങനെ നോക്കുമ്പോ കുലസ്ത്രീ അല്ല. എന്റെ ജീവിതം ഞാൻ വളരെ മനോഹരമായിട്ട് സന്തോഷമായിട്ട് ജീവിച്ചു തീർക്കുന്ന ഒരു സ്ത്രീയാണ്. മനസ്സിലായില്ലേ? അതിന് ഇനി ഇവര് എന്ത് പറഞ്ഞാലും എനിക്ക് അതിനൊരു കുന്തോ ഇല്ല. പിന്നെ നമ്മള് ഇപ്പൊ ഒരുപാട് സ്റ്റേറ്റ്സിൽ യാത്ര ചെയ്യുന്ന ആളല്ലേ, മോളും ഒക്കെ അങ്ങനെയാണ്. നമ്മൾ നോക്കിക്കോ, ഏതൊരു സ്ഥലത്തിന്റെ ആൾക്കാർക്കും ഏതൊരു സ്റ്റേറ്റിലെ ആൾക്കാർക്കും അവരുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ടാവും, അവരുടേതായിട്ടൊരു ഭക്ഷണശീലം ഉണ്ടാവും അല്ലെ, അവരുടേതായിട്ടുള്ള ഒരു ഡ്രസ്സിങ് സ്റ്റൈൽ ഉണ്ടായിരിക്കും, അവരുടേതായിട്ടുള്ള ഒരു ലിവിങ് സ്റ്റൈൽ ഉണ്ടായിരിക്കും, അവരുടെ വീട്, അവരുടെ പരിസരം, ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ മലയാളിയെ സംബന്ധിച്ച് അതൊന്നുമില്ല അല്ലേ. നമ്മുടെ എന്താ പറയാ ട്രഡീഷണൽ ആയിട്ടുള്ള ആഘോഷങ്ങൾ പോലും നമ്മൾ ആഘോഷിക്കാറില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് അത്തരം മൂല്യങ്ങളെല്ലാം, അത്തരം സാംസ്കാരികപരമായിട്ടുള്ള മൂല്യങ്ങളെല്ലാം നിലനിർത്താൻ വളരെ ആഗ്രഹമാണ്. എനിക്ക് ഓണം ആഘോഷിക്കാൻ ഇഷ്ടമാണ്, വിഷു സെലിബ്രേറ്റ് ചെയ്യാൻ, ദീപാവലി, ഇതിനൊക്കെ ഒരു ചിട്ടവട്ടമുണ്ട്, തിരുവാതിര, ഇതൊക്കെ ആ ഒരു ചിട്ടവട്ടത്തോട് കൂടിയിട്ട് ആഘോഷിക്കാനും ഇഷ്ടമാണ്. അപ്പോ ഞാൻ വിചാരിക്കുന്നത് അറ്റ്ലീസ്റ്റ് ഞാനുള്ള കാലം വരെയെങ്കിലും എന്റെ കുടുംബത്ത് ഇത് നിലനിൽക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം അതിനും നേരത്തെ ഈ പറഞ്ഞ കുലസ്ത്രീ പരാമർശം ഉണ്ടായേക്കാം. ഇപ്പൊ ഇവിടെ നവരാത്രി വ്രതാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും നവരാത്രി വ്രതാണ്, ഇന്നലെ തൊട്ട് വ്രതം സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ എല്ലാം നമ്മളെല്ലാരും, അപ്പം നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്താണ് ഇത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നു. ഇപ്പൊ മകളെ കണക്ട് ചെയ്ത് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പത്തെ കാലത്തെ കുട്ടികളൊക്കെ ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. കാലഘട്ടമാണല്ലോ, നമ്മൾക്ക് പോലും അറിയില്ലാത്ത പല കാര്യങ്ങളിൽ ന്യൂജൻ ലൈഫ് സ്റ്റൈൽ
സ്റ്റൈലാണ്. അപ്പം മോൾ എത്രത്തോളം അഡാപ്റ്റ് ചെയ്യുന്നുണ്ട് ചേച്ചിയുടെ ട്രഡീഷൻ അല്ലെങ്കിൽ കൾച്ചർ? മോൾക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ട്? കാരണം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ വിവിധ ലൈഫ് സ്റ്റൈലുള്ള കുട്ടികളായിരിക്കും, വിവിധ ചിന്താഗതികളായിരിക്കും. അപ്പൊ ഓൾമോസ്റ്റ് കുറച്ച് ടൈമൊക്കെ ക്ലാസ്സിലായിരിക്കുമല്ലോ, വീട്ടിൽ വരുന്ന കുറച്ച് ടൈം. അപ്പൊ മോൾ എങ്ങനെയാണ് ഇതിനോടൊക്കെ അഡാപ്റ്റ് ചെയ്യുന്നത്? അതായത് അവൾക്ക് അങ്ങനത്തെ ഒരു അഡാപ്റ്റേഷൻ ഒന്നും വന്നിട്ടില്ല. സത്യത്തിൽ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു അഡാപ്റ്റേഷൻ ഒന്നും ഇല്ല. ഞാൻ ഓണത്തിനെ കുറിച്ച് ചോദിച്ചു. കഴിഞ്ഞ വർഷം സ്കൂളിൽ ഓണം സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. ഈ വർഷത്തെ സെലിബ്രേഷൻ അവൾക്ക് പോകാൻ പറ്റിയില്ല. എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നോണ്ട് എന്റെ കൂടെ ആ ഒരു ദിവസം കൂടെ സ്കൂളുള്ളൂ. അപ്പൊ ഞാൻ വിട്ടില്ല. അപ്പോ കഴിഞ്ഞ വർഷം ഒരു പട്ടുപാവാടയും ബ്ലൗസ്, അതൊക്കെ ഒരു ബാധ്യതയാണ്. ഈ പാവാടയൊക്കെ ഈ കുഞ്ഞിടുപ്പിലൊക്കെ കെട്ടി വെച്ചിട്ട് പോകുന്നത് ഒരു വലിയ ബാധ്യതയാണ്. അപ്പൊ നമ്മൾ അതുവരെ ഫ്ലാറ്റിലായിരുന്നതുകൊണ്ട് നമുക്ക് ഈ കൃത്യമായിട്ട് ഒരു ദിവസമോ 2 ദിവസമോ ഒക്കെ നമ്മൾ ആ കോറിഡോറിൽ പൂക്കളം ഇടുന്നല്ലാണ്ട് പൂക്കളം ഇട്ടിട്ടൊന്നും അങ്ങനെ അറിയില്ല, അങ്ങനെ ശീലയില്ല. അപ്പോ ഞാൻ ചോദിച്ചു, മാധു സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര ഹെഡേക്ക് ഒക്കെ ആയിട്ട് വന്നപ്പോ ഞാൻ ചോദിച്ചു, മാധു എങ്ങനെയുണ്ടായിരുന്നു, എൻജോയ് ചെയ്തോ? വളരെ ബോറായിരുന്നു. വളരെ ഇറ്റ് വാസ് വെരി ബോർ അമ്മ. എന്തിനാ ഇന്ന് സ്കൂളിൽ പോയത്? ചെണ്ടകൊട്ടും ഒരു സാധനം, ഒരു മാസ്ക് ഫേസിൽ വെച്ചിട്ട്, ടൈഗറിന്റെ പോലെ മാസ്ക് ഫേസിൽ വെച്ചിട്ട്, ഓ അയ്യോ എന്റെ അമ്മ, ഒച്ചയും ബഹളവും, എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്ന്. അതാണ് എന്റെ മോള്. ഞാൻ പറഞ്ഞു, ഓണസദ്യ ഉണ്ടായിരുന്നോ? ഇലയിൽ ഫുഡ് തന്നോ? ഇല്ല, പായസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഐ ഡോണ്ട് ലൈക്ക് പായസം, അതുകൊണ്ട് ഞാൻ പായസം കഴിച്ചില്ല എന്നാണ് പറയുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ഇപ്പൊ ടീച്ചറിനെ വിളിച്ചു, മാമിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മാം നിങ്ങൾ കുറച്ച് നമുക്ക് ഇവരുടെ പിന്നെ എന്താ പറയാ, ഇവരുടെ ഓർഗനൈസറിൽ എഴുതിയിട്ടുണ്ടാവുമല്ലോ എന്തൊക്കെയാണ് ഇവര് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് ഈ ഓണക്കളികളും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പൊ പിന്നെ വീഡിയോസ് കണ്ടപ്പോഴാണെങ്കിലും ഈ എന്താ പറയാ, ചെണ്ട കൊട്ടും ഈ പുലിക്കളിയും ഈ ബഹളവും ഈ കുഞ്ഞിന്റെ ചെവിക്ക് പറ്റുന്നതിനെക്കാട്ടിലും ബഹളമുണ്ടായ ഒരു കാര്യമായിട്ടാണ് ഓണത്തെ പറ്റി എന്റെ മകള് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അല്ലാതെ ഈ മാവേലി വരുന്നതും ഇതൊക്കെ നമ്മൾ കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലും അതൊന്നും അത്രയ്ക്ക് അങ്ങ് ഉള്ളിലേക്ക് കേറിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ സ്കൂളിൽ വിളിച്ചിട്ട് പറഞ്ഞു, മാം നെക്സ്റ്റ് ഇയർ എങ്കിലും നിങ്ങൾ ഈ എല്ലാ ദിവസവും ഇവർക്ക് PT ഉണ്ട്. അപ്പൊ ഈ PTയിൽ ഒരു ദിവസം നിങ്ങൾ കബഡി കളി വെക്കൂ, ഒരു ദിവസം വടംവലി വെക്കൂ, ഒരു ദിവസം നിങ്ങൾ വേറെ എന്തെങ്കിലും നമ്മൾ കളിച്ചിട്ടുള്ള പോലത്തെ കളികളൊക്കെ വെക്കൂ. അതിലൂടെയൊക്കെ ഇവർക്ക് ഓണം എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്തോ തോന്നുന്നു ഈ വർഷം സ്കൂളിൽ അതൊക്കെ ഉണ്ടായിരുന്നു, അത് പോയിട്ടില്ല. അപ്പം അത്രയ്ക്കും അങ്ങോട്ട് ഇതൊന്നും മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടില്ല. മാത്രമല്ല നമ്മള് ഇതൊക്കെ കണ്ടു വളരണമെന്ന് ആഗ്രഹിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇത് ഇവര് ഫോളോ ചെയ്യണമെന്ന് നമുക്ക് യാതൊരു നിർബന്ധവും ഇല്ല. എന്റെ മകൾ എന്നെ പോലെ ആയിരിക്കണം എന്ന് എനിക്ക് വാശി പിടിക്കാൻ പറ്റില്ല. എന്റെ മകളെന്ന് പറയുന്നത് തികച്ചും വേറൊരു വ്യക്തിയാണ്. ഒരു 5 വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടീനെ ഒരു വ്യക്തിയായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണമല്ലോ. അതുകൊണ്ട് അവൾ അവളുടെ ഇഷ്ടത്തിന് വളരട്ടെ എന്നുള്ള ഒരു രീതിയിലാണ്. പിന്നെ ഈ മോശമായി പോകരുത് എന്ന്, മുതിർന്നവരെ ബഹുമാനിക്കണം, നമസ്തേ പറയണം, പ്രായമുള്ളവരുടെ കാല് തൊട്ട് വന്ദിക്കണം. എന്താ പറയാ, വിളക്ക് കത്തിക്കുമ്പോ ജസ്റ്റ് പ്രാർത്ഥിക്കാനൊന്നും ഇഷ്ടമല്ലെങ്കിലും ജസ്റ്റ് ഒന്ന് വന്നിട്ട് നമസ്കരിച്ചിട്ട് പോകണം. അമ്പലത്തിൽ പോയാൽ തൊഴണം. ഭയങ്കര കൃഷ്ണഭക്തയാണ് ആള്. പക്ഷെ അങ്ങനെ ഭക്തി ഒരുപാട് പ്രകടിപ്പിക്കുന്നൊന്നുമില്ല. അത്തരം പ്രകടനം ഒന്നും നമ്മൾ പഠിപ്പിച്ച് കൊടുക്കുന്നുമില്ല. അപ്പൊ അവള് വേറൊരു വ്യക്തിയാണ്. അവൾക്ക് ഇഷ്ടമുള്ളവരെ വളരട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയും സന്തോഷകരമായി പോകുന്ന ഒരു ദാമ്പത്യ ജീവിതം, ഈ ഇടയ്ക്ക് സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയതുകൊണ്ട് കുറെ പേര് ഡിവോഴ്സ് ആയിട്ടും പറഞ്ഞ് എന്തോരം തംബ്നെയിലുകളായിരുന്നു. എന്തൊക്കെ അത് ചേച്ചി കണ്ടിട്ടുണ്ടാവില്ല. ഞങ്ങൾക്കൊരു ഞങ്ങൾക്ക് ഷോക്കായിരുന്നു ചേച്ചി. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ മുന്നിൽ പ്രസന്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ചേട്ടനെ കുറിച്ചും ആ ഒരു കുടുംബ ജീവിതത്തിന് വാല്യൂ കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എപ്പോഴും കണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ചേച്ചി ഡിവോഴ്സ് ആയോ, ഇതായോ, കൊറേ ന്യൂസുകൾ അങ്ങനെ ഇറങ്ങുന്നുണ്ട്. അപ്പൊ ഇന്ന് വീട്ടില് ചേട്ടനാട്ടോ ഞങ്ങൾക്ക് വഴി, ഞങ്ങള് വീട് ഏതാന്ന് തപ്പി നിൽക്കുമ്പോഴത്തേന് ചേട്ടനെ കാണിച്ചത്. അപ്പൊ ഞാൻ ഈ ചേട്ടനെ പറ്റിയാണ് ഇവര് ഡിവോഴ്സ് ആയെന്നും പറഞ്ഞുകൊണ്ട് ഈ മാതിരി തംബ്നെയിൽസ് ഒക്കെ ഇറങ്ങി. 2-3 കാര്യങ്ങളാണ്. ഒന്ന്, എനിക്ക് പേഴ്സണലി ഡിവോഴ്സ് ചെയ്യാൻ ഇഷ്ടമില്ല. നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം മാക്സിമം. അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്നൊന്നും എനിക്കറിയില്ല. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം എന്ന് തന്നെയാണ് എപ്പോഴും
ഇപ്പോഴത്തെ എന്റെ പോളിസി. കാരണം എന്ന് വെച്ചാൽ ഡിവോഴ്സിന്റെ വിക്ടിംസ് എന്ന് പറയുന്നത് എപ്പോഴും കുഞ്ഞുങ്ങളാണ്, മക്കളാണ് അല്ലെ. അതുകൊണ്ട് മക്കൾക്ക് അച്ഛനും വേണം അമ്മയും വേണം. ഇങ്ങനെ അതൊന്നും ഇല്ലാത്ത വളർന്ന ഒരു ബാല്യമാണ് എന്റേത്. അതുകൊണ്ട് എനിക്ക് 2 വയസ്സുള്ളപ്പോ എന്റെ അച്ഛനും അമ്മയും ഡിവോഴ്സ്ഡ് ആണ്. അതിന്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അറിയുന്നത് കൊണ്ട് തന്നെ എനിക്കൊരു ഫാമിലി ലൈഫ് വേണമെന്നും എനിക്ക് കുഞ്ഞുങ്ങൾ വേണമെന്നും എനിക്ക് ഇങ്ങനത്തെ തന്നെ ഒരു കുടുംബം വേണമെന്നൊക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഡിവോഴ്സ് എന്ന് പറഞ്ഞ കാര്യത്തിനോട് എപ്പോഴും മുഖം തിരിച്ച് നിൽക്കുന്ന ഒരാളാണ്. പിന്നെ നമ്മളിപ്പം കുടുംബ കോടതിയിലോ അല്ലെങ്കിൽ നമ്മുടെ ലോയേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പം വളരെ നിസ്സാര കാര്യങ്ങൾക്ക് ഈഗോയുടെ ഒക്കെ പേരിലാണ് ഡിവോഴ്സ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവർക്ക് ഇതൊക്കെ ടോളറേറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാവുന്ന കാര്യങ്ങളെ ഉണ്ടാവുള്ളൂ. പക്ഷേ അവരതിനൊന്നും നിൽക്കാണ്ട് അവരവരുടെ ഈഗോ വളർത്താൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പിരിഞ്ഞൊക്കെ പോകും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ എപ്പോഴും ഇരിക്കുന്നതും ജീവിതം പൊക്കോണ്ടിരിക്കുന്നതും. പിന്നെ ഞാൻ എഴുതുന്ന പരിപാടികൾ ഉണ്ടല്ലോ, എഴുത്തുണ്ടല്ലോ. അപ്പം ഞാൻ എഴുതുന്നത് ഞാനൊരു സിനിമയിൽ അഭിനയിച്ചു അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ അഭിനയിച്ചിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിനെക്കാട്ടിലും ഞാനൊരു 4 വരി എഴുതിയതാരെങ്കിലും വായിച്ചിട്ട് അഭിപ്രായം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര ഇഷ്ടമാണത്. അപ്പോൾ എൻ്റെ എഴുത്തുകൾ വായിക്കുന്ന കുറച്ച് മനുഷ്യരെ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ഥിരമായിട്ട് എഴുതും. FB-ലാണ് എഴുത്ത്. FB ഇല്ലായിരുന്നു ഞാൻ ഒരു എഴുത്തുകാരി ആവില്ലായിരുന്നു. ഇങ്ങനത്തെ സ്മാർട്ട് ഫോൺസ് ഒക്കെ ഇല്ലെങ്കിൽ ഒരിക്കലും എഴുതില്ലായിരുന്നു. എഴുതാനൊക്കെ ഭയങ്കര മടിയാണ്, എല്ലാത്തിനോടും മടിയാണ്, എഴുതാനും മടിയാണ്. അപ്പൊ ഇത് ടൈപ്പിംഗ് ആയതുകൊണ്ടാണ് ഇത്രയും പോകുന്നത്. മടിയില്ലാത്ത 2-3 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, പിന്നെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എത്ര ദിവസം വേണമെങ്കിലും ഭക്ഷണം പോലും വേണ്ട, ഞാൻ വായിച്ചുകൊണ്ടിരിക്കാം. പിന്നെ വീട് വൃത്തിയാക്കുക, അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഇഷ്ടത്തോടെ. പിന്നെ ഇതുപോലെ ഇങ്ങനെ വാചകം അടിക്കുക, പ്രസംഗിക്കുക, ഇതൊക്കെ ഒരു മടിയില്ല, എന്ത് വേണമെങ്കിലും ചെയ്യാം. ബാക്കിയൊക്കെ മടിയാണ്. അപ്പോൾ ഈ എൻ്റെ എഴുത്തുകൾ വായിക്കാനായിട്ട് ഞാൻ ഒരു കൂട്ടം മനുഷ്യരെ സൃഷ്ടിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എൻ്റെ വിചാരം ഞാൻ എഴുതുന്നതൊക്കെ ഇവര് മാത്രമേ കാണുള്ളൂ എന്നാണ്. ചില മൂഡ് സ്വിങ്സ്, ചില ഇമോഷൻസ്, ഇതൊക്കെ എഴുതാറുണ്ട്. ഓക്കെ, അപ്പോ എന്താ പറയാ, സാധാരണ ഒരു ഫാമിലി ലൈഫില് പിന്നെ ഹസ്ബൻഡും വൈഫും തമ്മിൽ പ്രശ്നം ഉണ്ടാവുന്നത് ആദ്യത്തെ വിഷയം എന്ന് പറയുന്നത് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ്. ഭാര്യയുടെ ഫോൺ പരിശോധിച്ചു, മെസ്സേജ് കണ്ടു, ഭർത്താവിൻ്റെത് കണ്ടു, അല്ലെങ്കിൽ വേറെ വിഷയങ്ങൾ പറഞ്ഞിട്ട് വഴക്കുണ്ടാവാം. അല്ലെങ്കിൽ മദ്യപാനം, ലഹരി ഉപയോഗം പോലെയുള്ള പ്രശ്നങ്ങൾ. 3, ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂസ് പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ. ഇതൊന്നും ഞങ്ങൾക്കിടയിൽ ഈ 22 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്, ഈ 22 വർഷമായിട്ട് ഇത്തരം കാര്യങ്ങളൊന്നുമില്ല. എന്നാലും ഇതൊന്നുമല്ലാത്ത കാര്യങ്ങളും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വരാം. വേറെ ആരുടെയെങ്കിലും ഇൻവോൾവ്മെന്റ്, ആരുടെയെങ്കിലും ഒരു സ്വാധീനം കൊണ്ടുണ്ടായ പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞു വരാം. സത്യത്തിൽ പറഞ്ഞാൽ അങ്ങനെ പറയാൻ പോലും എടുത്തു പറയത്തക്ക വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എന്നാ എപ്പോഴും വഴക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണി നോക്കിയാൽ അതെല്ലാ ദാമ്പത്യത്തിലും അങ്ങനെ ആയിരിക്കും. ഇവിടെയും അങ്ങനെയൊക്കെ തന്നെയാണ്. എപ്പോഴും ഓർക്കും ജയ്ഷേട്ടൻ ഇങ്ങനെ പാട്ടൊക്കെ പാടി ഞങ്ങൾ യാത്ര ചെയ്യുന്ന വീഡിയോസോ അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സ് ഒക്കെ കൂടെ ഉണ്ട്, അയ്യോ ലക്ഷ്മി ചേച്ചി എത്ര ലക്കിയാണ്, ജയ്ഷേട്ടൻ എപ്പോഴും പാട്ട് പാടി തരുന്നു, നിങ്ങൾ ഇങ്ങനെ എൻജോയ്മെന്റ് ഈവനിങ് ആവട്ടെ കാണിച്ചു തരാന്ന് പറഞ്ഞാൽ അതുപോലെയാണ്. നിസ്സാര സമയം കൊണ്ട് രണ്ടുപേരും വഴക്കുണ്ടാക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് നമ്മളുടെ ജീവിതം. എന്നിട്ട് ഇച്ചിരി കഴിയുമ്പോ വീണ്ടും കൂടും. അതാണല്ലോ കുടുംബം. കുടുംബം ഇമ്പോ ഉള്ളതാണ് കുടുംബം. അങ്ങനെ ചേരും. ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോ അപ്പോഴത്തെ എന്തോ ഒരു മൂഡ് സ്വിങ്സില് അതിങ്ങനെ ഞാനാണ് എപ്പോഴും പോയിട്ട് ഏട്ടൻ്റെ അടുത്ത് മിണ്ടുന്നത്. ജയ്ഷേട്ടൻ ഇച്ചിരി വാശിയുണ്ട്, മിണ്ടാതിരിക്കും. പക്ഷെ ഞാൻ എന്ന് പറയുന്ന ആള് എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റിയേയില്ല. ഞാൻ പോയിട്ട് ഏട്ടൻ്റെ അടുത്ത് മിണ്ടും, പിണക്കൊക്കെ അങ്ങ് തീർക്കും. പക്ഷെ അത്തവണ എന്തോ ആ വഴക്ക് ഇങ്ങനെ 1 ദിവസം 2 ദിവസമായി അതിങ്ങനെ കുറച്ച് ദിവസത്തേക്ക് നീണ്ടുപോയപ്പോഴത്തേനും നമ്മൾ എപ്പോഴും ദാമ്പത്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് എന്തിനാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ നിമിഷം നമ്മുടെ ദാമ്പത്യ ജീവിതം അവിടെ നിന്നു പോകും. അതായത് ഇപ്പം 2-ൽ ഒരാൾക്ക് തോന്നുകയാണ് എന്തിനാ ഇതിന്റെ ആവശ്യം, എന്ത് കാര്യത്തിനാണ് ഞാൻ ഇങ്ങനെ ഒരു ഫാമിലി ലൈഫ് കൊണ്ടുപോകുന്നത്, എന്തിനാ എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ഒരു തോന്നൽ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ബോധപൂർവമായി ഈ കാലത്ത് ബോധപൂർവമായ ഒരു ശ്രമം അവിടെ വേണം. അപ്പോൾ എന്തിനാണ് ഇത് എന്ന് ഏതോ ഒരു നിമിഷം എനിക്കും തോന്നിയിട്ടുണ്ടാവാം. അപ്പോൾ ഞാൻ എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ ചേച്ചിമാര്, ചേട്ടന്മാര്, അനിയന്മാര്, അനിയത്തിമാരായിട്ട് ഒരു ചെറിയ സർക്കിളാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, വായന ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ആഗ്രഹം പോലെ ഒക്കെ എഴുതി പോസ്റ്റ് ചെയ്തു.
പോസ്റ്റ് ചെയ്തൊരു വിത്തിൻ 2 minutes എനിക്ക് മനസ്സിലായി ഇതൊരു നല്ല റെസ്പോൺസിലേക്കല്ല പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ആൾക്കാർക്ക് എപ്പോഴും നമ്മൾ നന്നായിരുന്നു, നമ്മൾ നല്ല വീട് മേടിച്ചു, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞ് നല്ല സ്കൂളിൽ പഠിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്ക് ഒരുപാട് മാർക്ക് കിട്ടി, അല്ലെങ്കിൽ എനിക്ക് പുതിയ ഇത്ര സിനിമകൾ വന്നു എന്നൊന്നും പറയുന്നതിനെക്കാട്ടിലും എൻ്റെ കുട്ടി തോറ്റുപോയി എന്ന് പറയാനോ, എൻ്റെ വീട് ജപ്തിയായി എന്ന് പറയാനോ, ഇല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും നഷ്ടം വന്നു, ബിസിനസ് ചെയ്ത് നഷ്ടം വന്നു എന്നൊക്കെ കേൾക്കാനായിരിക്കും ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം. ഞാൻ നന്നായി ജീവിക്കുന്നതിനെക്കാട്ടിലും നെഗറ്റീവ് പബ്ലിസിറ്റി, നെഗറ്റീവ് ഇഷ്ടപ്പെടുന്ന ഒരു അതെങ്ങനെയാണ് ഒരാളുടെ വീഴ്ചകളെ, ബുദ്ധിമുട്ടുകളെ, വേദനയൊക്കെ ഇത്രയധികം ആസ്വദിക്കാനായിട്ട് മനുഷ്യർക്ക് പറ്റുന്നതെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. അപ്പം ഇതെങ്ങനെ പോയപ്പം എനിക്ക് മനസ്സിലായി. പക്ഷെ എന്നെ വായിക്കുന്ന ആൾക്കാരൊക്കെ നോ അങ്ങനെ ചെയ്യരുത്, അതൊക്കെ ഇപ്പോഴത്തെ ഇതാണ്, പിന്നെ നിങ്ങളല്ലേ ആളെന്നൊക്കെ ഉള്ള രീതി വളരെ ഇതായിട്ട് കമന്റ് ചെയ്തു. അപ്പോ പക്ഷെ ഒരു 2 minute കൊണ്ട് എനിക്ക് മനസ്സിലായി ഇത് വേറെ രീതിയിലേക്ക് പോകുന്നു. ഞാൻ ഡിലീറ്റ് ചെയ്ത് അപ്പോഴും ഏറ്റവും വലിയ ഇതിൽ രസകരമായ കാര്യം എന്ന് വെച്ചാൽ ജയശേട്ടനെ വീട്ടിൽ തന്നെയാണ്. ജയശേട്ടൻ രാവിലെ കുളിക്കുന്നു, ഓഫീസിൽ പോകുന്നു, ഞാൻ എഴുതാ. ജയശേട്ടനാണ് കോൾ ചെല്ലുന്നത്. അപ്പൊ ജയശേട്ടൻ ലക്ഷ്മിയോ എന്നെയോ ഡിവോഴ്സ് ചെയ്തെന്നോ? ഞാൻ അറിഞ്ഞില്ലല്ലോ ഇത്. ചേച്ചി ഇനി ഞാൻ ഒറ്റയ്ക്കാണ് എന്തോ അങ്ങനെയൊന്നും ഞാൻ എഴുതിയിട്ടില്ല. അതൊക്കെ ഈ ഓൺലൈൻ മീഡിയാസ് അവരുടെ ഇഷ്ടത്തിന് എഴുതുന്നതാണ്. അപ്പൊ ഞാൻ നോക്കിയിട്ടൊന്നും പോസ്റ്റ് ചെയ്ത് എവിടെയാ? ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇല്ല, അങ്ങനെ ഒരു പോസ്റ്റ് ഇല്ല. അപ്പൊ ജയശേട്ടനെ വിളിച്ചു, ലക്ഷ്മിയോ, ലക്ഷ്മിയാണോ പറഞ്ഞത് ഡിവോഴ്സ് ചെയ്തെന്ന്? ഞാൻ അറിഞ്ഞില്ലല്ലോ. അല്ല ലക്ഷ്മി എഴുതിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. നിങ്ങൾ വായിച്ചോ എഴുതിയത്? ഇല്ല, അത് അവളുടെ എന്തെങ്കിലും മൂഡ് സ്വിങ്സിൽ എഴുതുമായിരിക്കും. തൽക്കാലം ഡിവോഴ്സ് ഒന്നും ആയിട്ടില്ല, ഇനി ഒട്ട് ആവാനും പോണില്ല. ഞാൻ രാവിലെ വീട്ടിൽ നിന്നാണ് ഓഫീസിലേക്ക് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആൾക്ക് പക്ഷെ അതൊരു ഭയങ്കര മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളത് എനിക്ക് പിന്നെ മനസ്സിലായി. പിന്നെ നല്ല ഇപ്പോഴും ഒരു ഫംഗ്ഷനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ജയശേട്ടൻ വരില്ല. എവിടെ ചെന്നാലും ആൾക്കാർക്ക് നിങ്ങൾ ഡിവോഴ്സ് ആയില്ലേ എന്നാണ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ ആൾക്കാർ ക്രിയേറ്റ് ചെയ്ത് ഞാൻ എന്തോ ഒരു ചെറിയൊരു ഇതായിട്ട് എഴുതിയിട്ടുള്ളൂ. അതിന് പല വേർഷൻസ് ആയിരുന്നു. 2 മിനിറ്റിനുള്ളിൽ ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പോസ്റ്റ്. പക്ഷേ അത് ഭയങ്കര വൈറലായിട്ട് അങ്ങനെ പോയി. അപ്പം പ്രേക്ഷകരോട് എല്ലാവരോടും പറയണേ, ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓഫീസിൽ പോയതേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. അല്ല ഇപ്പം ജയശേട്ടൻ അങ്ങനെ വിചാരിക്കുന്നില്ല. ചേച്ചി ഒരു മൂഡ് സിംഗിൽ എഴുതി. അപ്പൊ ചേച്ചിയോടെ ആയിട്ട് എന്തെങ്കിലും ഉപദേശം എന്താണോ, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ സങ്കടമൊന്നും ജയശേട്ടനില്ല. എന്നെ ഈ ഭൂമിയില് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ജയശേട്ടനാണ്. എന്നെയൊക്കെ സഹിക്കാൻ വലിയ പാടാണ്. എന്നെ ഇങ്ങനെ ഒരു 16 വയസ്സ് തൊട്ടിട്ട് ജയശേട്ടനെ അറിയാം. 16 വയസ്സ് തൊട്ടിട്ട് അറിയാം. 18 വയസ്സിൽ കല്യാണം കഴിഞ്ഞു. 22 വർഷമായിട്ട് കൂടെയുണ്ട്. അപ്പം എല്ലാരും ആക്സെപ്റ്റ് ചെയ്യാന്ന് പറയുന്നത് പോസിറ്റീവ്സ് മാത്രല്ലേ, ഇതെന്റെ നെഗറ്റീവ്സ് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എന്ന് നല്ലതുപോലെ അറിയാം. അപ്പൊ അതിലേട്ടന് വിഷമമൊന്നുമില്ല. പക്ഷെ നമ്മളെ വേണ്ടപ്പെട്ടവര്, ഇപ്പൊ കഴിഞ്ഞ ദിവസം വിദ്യാധരൻ മാസ്റ്ററുടെ കോള് വന്നിട്ടുണ്ടായിരുന്നു. ഈ സംഭവം നടന്നിട്ട് തന്നെ 3-4 മാസത്തിൽ കൂടുതലായി ഇപ്പോ. പക്ഷെ വിദ്യാധരൻ മാസ്റ്ററുടെ കോള്, പെരുമ്പാവൂർ രവീന്ദ്രനാഥ് സാറ്, ഇങ്ങനെ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ജയചന്ദ്രൻ ചേട്ടൻ, ഇങ്ങനെ സംഗീത കുടുംബമാണല്ലോ നമ്മുടേത്. അപ്പൊ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാവരും ഏട്ടനോട് ചോദിക്കുമ്പോ ഏട്ടന് വിഷമാണ്. അല്ലാണ്ട് ഞാൻ എഴുതി എന്നുള്ളതിനെ ഏട്ടൻ അത് അവളെ ഒരു ഇതായിട്ട് ചെയ്തു എന്നേ പറയുന്നുള്ളൂ. പക്ഷെ ഏട്ടൻ ഇങ്ങനെ പബ്ലിക്കിന്റെ അടുത്തായിട്ട് വരുമ്പോഴും അയ്യോ നിങ്ങൾ ഡിവോഴ്സ് ആയില്ലേ, നിങ്ങൾ ഡിവോഴ്സ് ആയോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ ആൾക്ക് വിഷമമാണ്. ഈ പബ്ലിക്കിന് ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾക്ക് നമ്മൾ ഒരുപാട് പുരോഗമന ചിന്താഗതി ഉള്ളവരായിട്ട് മാറി. നമ്മൾ ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സമൂഹമാണ്. എന്താണ് നമ്മളുടെ എഡ്യൂക്കേഷൻ? ഇത്തരം ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് എന്ന് ചിന്തിക്കാനുള്ള ബോധം പോലും ഇല്ലാത്തൊരു കാലത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അതിൽ അത്ഭുതപ്പെടാനില്ല. ജയശേട്ടന് വിഷമം എഴുതി പോയല്ലോ, അതില് എഴുതി വേണ്ടായിരുന്നു. ചെറിയൊരു കാര്യത്തിന് അങ്ങനെ ചെയ്യണ്ടായിരുന്നു. ഏട്ടനോട് പറഞ്ഞു. ഞാൻ ഇപ്പോഴും സോറി പറയും. ഓരോരുത്തരും വിളിച്ചു ചോദിക്കുമ്പോഴും സോറി പറയും. ഇന്നിപ്പോ ഈവനിങ് വലിയൊരു ഫംഗ്ഷൻ ഉണ്ട്, അതിന് ഏട്ടന് ഞാൻ വരുന്നില്ല, ഞാൻ വന്നു കഴിഞ്ഞാൽ എല്ലാരും അങ്ങനെയൊക്കെ ചോദിക്കും, എനിക്ക് വയ്യ. അപ്പൊ ഞാൻ ഏട്ടൻ എന്നാ പിന്നെ ഡിവോഴ്സ് ആയിന്നങ്ങ് പറ. ആ കൊറേ പേരോട് ഞാൻ അങ്ങനെ പറഞ്ഞു. ചിലപ്പോ അറിയാൻ പറ്റില്ലല്ലോ, നിന്നെക്കാട്ടില് നല്ലൊരു പെണ്ണിനെ കിട്ടുവാണെങ്കിൽ എനിക്ക് കിട്ടട്ടെ. ഏട്ടൻ ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് ഏട്ടൻ അങ്ങനെയൊക്കെ
ഇത് പോയി. അപ്പൊ ഇനി എന്താ തീരുമാനിച്ചേക്കണം? മൂഡ് സ്വിങ്സ് വരും ഇനി എഴുതിയിട്ട് അയ്യോ mood swings അല്ല, അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പൊ ഒരു ബുക്ക് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറയാൻ തുടങ്ങിയിട്ട് 2-3 വർഷമായി. ക്ഷമ ഒട്ടും ഇല്ലാത്ത ആളായോണ്ടാണ് എഴുതാത്തത്. അപ്പം 3 വലിയ മനുഷ്യർ എന്നാണ് ബുക്കിന്റെ പേര്. അപ്പം എഴുത്ത് തുടങ്ങിയതേ FB യിലായതുകൊണ്ട് എന്റെ ഓട്ടോബയോഗ്രഫി ഒക്കെ എഴുതിയത് FB യിലാണ്. 53 അധ്യായം വരെ FB യിലാണ് എഴുതിയത്. അപ്പം ഈ ഇതിനെ വായിക്കുന്ന ഒരു ചെറിയ വിഭാഗം ആൾക്കാരേ ഉള്ളൂ. അപ്പം അവർക്ക് വേണ്ടിയിട്ട് എഴുതുമ്പോ പോലും ഈ ഇതിലെ കഥയാണ് ഇത് എന്ന് പോലും മനസ്സിലാക്കാണ്ട് ആൾക്കാർ അതിനെയും തെറ്റിദ്ധരിക്കാൻ തുടങ്ങിയപ്പോ ഞാൻ ആ FB യിൽ എഴുതുന്ന പരിപാടിയെ അങ്ങ് നിർത്തി. എഴുത്ത് നിർത്തി ശരിക്കും പറഞ്ഞാല്. പിന്നെ എനിക്കിപ്പം എഴുതിയതിൽ ഇഷ്ടപ്പെട്ടത് എന്താ ഗിരീഷ് പുത്തഞ്ചേരി ചേട്ടനെ കുറിച്ചാണ് ഒരു ആർട്ടിക്കിൾ പോലെ എഴുതിയത്. അല്ലാണ്ട് എന്റേതായിട്ടുള്ള ക്രിയേറ്റ് ചെയ്യുന്ന കഥകളൊന്നും ഞാൻ എഴുതുന്നില്ല. മാധവിക്കുട്ടി അമ്മയ്ക്കും ഇതേ സെയിം പ്രശ്നമായിരുന്നല്ലോ. പുള്ളിക്കാരി എഴുതിയതൊക്കെ പുള്ളിക്കാരിയുടെ സ്വന്തമാണെന്ന് വിചാരിക്കുന്നത്. ലാസ്റ്റ് ഞാൻ പിന്നെ മുൻകൂർ ജാമ്യം എടുത്തിട്ട് അതിൽ നിന്ന് മാറി. എന്നുവെച്ചാൽ ഞാൻ എഴുതുന്നതൊന്നും എന്റെ അനുഭവങ്ങളല്ല, എന്റെ ഇമാജിനേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് ഇനി എന്തായാലും ഞാൻ എഴുതുന്നില്ല എന്ന് പറഞ്ഞിട്ട് FB എഴുത്ത് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഇനി FB തുറക്കുന്നത് ഇനി നമുക്ക് ബുക്കും പേനയും മാത്രം. ഇപ്പൊ ഒരു വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞ ഒരു സ്ഥാനത്തിൽ ഇരിക്കുകയാണ്. ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇനിയായിരിക്കും ചെറിയ ഇപ്പം എന്ന് വെച്ചാൽ അമ്മയിൽ തന്നെ ഒരുപാട് ഇഷ്യൂസ് ഒക്കെ നടന്നു അല്ലെ? എപ്പോഴും നമുക്ക് ന്യൂസിൽ അറിയാം എത്രത്തോളം സത്യമുണ്ട് ഏതൊക്കെയാണെന്നൊന്നും നമുക്കറിയാം. നമുക്ക് ന്യൂസിൽ കാണുന്നതാണ് അറിയുന്നത്. അതിനുശേഷമാണ് ഒരു പെൺഭരണം അല്ലെ, അമ്മ ഇനി കുറച്ച് നാള് പെണ്ണുങ്ങൾ ഭരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇലക്ഷനൊക്കെ നിന്നും ജയിച്ചു. അപ്പൊ ഇനി എന്തെങ്കിലും നിങ്ങളുടെ ഇടയിൽ നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ എല്ലാരും കൂടെ നിങ്ങൾക്കെതിരെ തിരിയും, അല്ലെങ്കിൽ ചെറിയൊരു വീഴ്ച പോലും ഇനി പറ്റാൻ പാടില്ല. കാരണം ഇത്രയും ഇഷ്യൂസ് ഇതെല്ലാം കഴിഞ്ഞ് കുറെ ഒരു കോലാഹലത്തിന് ശേഷമാണ് നിങ്ങൾക്ക് കൈമാറി നിൽക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ബർഡൻ എത്രത്തോളം ഉണ്ട്? അതായത് എല്ലാവരെയും ഒരുമിച്ച് ആകെ ഞങ്ങളുടെ അംഗസംഖ്യ എന്ന് പറയുന്നത് ഒരു 504 അംഗങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു ചെറിയൊരു എന്താ പറയാ, ഇത്രയും കോടി ജനങ്ങളിലെ ആക്ടേഴ്സ് നടീനടന്മാർ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വിഭാഗമാണ്. അതിൽ തന്നെ മലയാള സിനിമയിൽ ഇത്ര പെർസെന്റേജ് ആണ് ഉള്ളത്. ഇത്ര പെർസെന്റേജ് ആൾക്കാർ അഭിനയിക്കുന്നവരില് 504 പേര് മാത്രമാണ് മെമ്പർമാരായിട്ട് നമുക്കുള്ളത്. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തീരുമാനങ്ങൾ എടുക്കേണ്ടതും നടപടികൾ എടുക്കേണ്ടതും ഒക്കെ. ഈ ജനങ്ങൾക്ക് മനസ്സിലാവാത്തത് അമ്മ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു വെൽഫെയർ ഓർഗനൈസേഷൻ ആണ്. അല്ലാണ്ട് അമ്മയ്ക്ക് യാതൊരു സ്റ്റാറ്റ്യൂട്ടറി അധികാരങ്ങളും ഉള്ള ഒരു സംഘടനയല്ല, ഒന്നും തന്നെ ഇല്ല അമ്മയ്ക്ക്. അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്നത് ഇതിലുള്ള ആൾക്കാരെല്ലാം വളരെ പ്രശസ്തരായിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് സമൂഹത്തിന് എപ്പോഴും ഒരു കണ്ണ്, നമ്മുടെ വീട്ടിൽ എന്തുണ്ടെന്നല്ലല്ലോ അയൽവക്കത്ത് എന്ത് നടക്കുന്നു എന്നാണല്ലോ നോക്കുന്നത്. അപ്പം ആ ഒരു കണ്ണ് എപ്പോഴും ഉണ്ടാവും. പിന്നെ സിനിമയെ ബാധിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ തൊഴിലിടം സിനിമാ ലോകമാണല്ലോ. ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യത്തിലും അമ്മ എപ്പോഴെങ്കിലുമൊക്കെ ഉത്തരം പറയേണ്ടി വരും. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വരും. അപ്പൊ നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് എന്താ പറയാ, സംസാരിക്കുമ്പോൾ നമ്മൾ വളരെയധികം കോൺഷ്യസ് ആയിരിക്കണം. എന്നാൽ നമുക്ക് സംസാരിക്കാതിരിക്കാനും പറ്റില്ല. അപ്പം അവിടെ തൊട്ടിട്ടേ നമ്മുടെ ഉത്തരവാദിത്വം തുടങ്ങുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ സംസാരത്തിലേ നമ്മൾ തുടങ്ങണം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് അമ്മയ്ക്കുള്ളിൽ മാത്രം ആണ് എല്ലാ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ നിലനിൽക്കേണ്ടത്. പക്ഷെ അമ്മയുടെ നിന്നും പുറത്തേക്ക് എന്തെങ്കിലും ഒരു മാറ്റർ പോയിട്ടുണ്ടെങ്കിൽ, അത് പബ്ലിക്കിന്റെ ഇടയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ജനങ്ങളാണ് നടീനടന്മാരെ നിലനിർത്തുന്നത്. ജനങ്ങളാണ് സിനിമ കാണുന്നതും വിജയിപ്പിക്കുന്നതും ഒക്കെ. അപ്പൊ ഈ നടീനടന്മാരെ നിലനിർത്തുന്ന നിങ്ങളോട്, പൊതുജനങ്ങളോട്, സമൂഹത്തിനോട്, പത്രക്കാരോട്, മീഡിയയോടൊക്കെ ഞങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ പബ്ലിക് അറിയുന്ന വിഷയങ്ങളിൽ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. ഈ 2 കാര്യങ്ങൾ നമുക്ക് പറയാതിരിക്കാനും പറ്റില്ല. പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയുക തന്നെ വേണം. അങ്ങനെയാണ്. പിന്നെ എന്ത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും മുൻപിരുന്ന ഭരണസമിതിയെക്കാട്ടിലും നമ്മൾ വളരെ കോൺഷ്യസ് ആയിരിക്കുക തന്നെ വേണം. കാര്യം എന്ന് വെച്ചാൽ മുമ്പ് ലാലേട്ടൻ്റെ അടുത്തോ മമ്മൂക്കയുടെ അടുത്തോ അല്ലെങ്കിൽ ഇന്നസെന്റ് അങ്കിളിന്റെ അടുത്തോ പോലും അംഗങ്ങൾ ഇത്ര ഓപ്പൺ ആയിട്ട് എന്തെങ്കിലും കാര്യം പറഞ്ഞിരുന്നോ എന്ന് അറിയില്ല. ഇപ്പോ എല്ലാ കാര്യത്തിലും ഇവർക്ക് ഞങ്ങളെ ആക്സസ് കൂടുതലായതുകൊണ്ട് നമ്മളൊന്നും ലാലേട്ടനൊക്കെ പ്രസിഡന്റ് ആയിരുന്ന ഒരു സമയത്ത് പോലും നമ്മൾ ആരും ഒരു വാക്കുകൊണ്ടോ ഒരു കോൾ കൊണ്ടോ ഒരു മെസ്സേജ് കൊണ്ടോ നമ്മൾ
ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല ഒരു കാര്യങ്ങളും നമ്മൾ അറിയിക്കാറില്ല. അതേസമയം ഇവർക്ക് ഞങ്ങളോടൊക്കെ സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പൊ ശ്വേത ചേച്ചിയുടെ അടുത്താണെങ്കിലും പിന്നെ സെക്രട്ടറിയുടെ അടുത്താണെങ്കിലും ജോയിന്റ് സെക്രട്ടറി അൻസിബ, നമ്മളുടെ അടുത്ത് എല്ലാവർക്കും ആൾക്കാർക്ക് സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്കൊക്കെ കോള് വരും. അപ്പോ എല്ലാ തീരുമാനങ്ങളും എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന വിധത്തിൽ ആയിക്കൊള്ളണം. പിന്നെ സന്തോഷമല്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലും വന്നാൽ തീർച്ചയായിട്ടും ഞങ്ങളോട് ചോദ്യം വരും. നമുക്ക് എല്ലാരും അങ്ങനെ സന്തോഷിപ്പിക്കാൻ പറ്റില്ല. നമുക്കൊരു ഭൂരിഭാഗം എടുത്തിട്ടായിരിക്കും എന്ത് ഡിസിഷൻ. അത് ചിലവർക്ക് നല്ലതായിരിക്കാം, ചിലവർക്ക് ചീത്തയായിരിക്കാം. ഒന്നാമത് നിങ്ങളുടെ അടുത്ത് സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ ഇപ്പൊ എല്ലാവരും വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു വാങ്ങിയതില്ല കുറെ എന്താ ഇനി സ്ത്രീകൾ ഭരിക്കട്ടെ, അല്ലെങ്കിൽ നല്ല അർത്ഥത്തിലാട്ടോ ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ ഭരിക്കട്ടെ, ഞങ്ങൾ ഭരിച്ചാൽ എന്താ കുഴപ്പം, അങ്ങനെ ചോദിച്ചു വാങ്ങും. പൊതുജനങ്ങളുടെ ഇടയിൽ ഓക്കെ ഇവര് ഭരിക്കുന്നു കാണട്ടെ, എന്തെങ്കിലൊക്കെ ഇനി ന്യൂസ് വരുമോ എന്ന് അറിയട്ടെ, എന്തൊക്കെ പ്രശ്നമായിരുന്നു എന്ന് ഞാൻ കുറെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കണ്ടു. അപ്പൊ എല്ലാരും തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. അപ്പൊ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ആശയങ്ങൾ എത്രത്തോളം ഉൾക്കൊള്ളാം. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് കൈകാര്യം മാനേജ് ചെയ്യാന്ന് വെച്ചാല് നമ്മളിപ്പോ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ എടുക്കുന്ന തീരുമാനങ്ങള് പിന്നെ നമ്മള് അംഗങ്ങൾക്ക് കത്തുകളായിട്ട് പോകും. ഈ കത്തുകളില് ഇവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ഇത് പറയാനുള്ള ഒരു വേദി എന്ന് പറയുന്നത് ജനറൽ ബോഡിയാണ്. വർഷത്തിലൊരിക്കലും ജനറൽ ബോഡിയാണ്. ആ ജനറൽ ബോഡിയുടെ തീരുമാനമാണ് അന്തിമമായിട്ടുള്ളത്. ആ തീരുമാനം അനുസരിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് അത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അംഗങ്ങൾക്ക് പറയാം. ഇത് ഞങ്ങളെ വിളിച്ചു പറയുമ്പോ തന്നെ മിക്ക തീരുമാനങ്ങളും ഞങ്ങൾ മാറ്റും. എല്ലാവരെയും സന്തോഷിപ്പിച്ചില്ലെങ്കിലും ഒരു സംഘടന എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ളൊരു ധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ഇത് പോകേണ്ടത് എന്നുള്ളത് അറിയാം. അപ്പൊ ആ തീരുമാനത്തിലൂടെ തന്നെയായിരിക്കും പോകുന്നത്. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു എന്താ പറയാ മെജോറിറ്റിയെ സന്തോഷിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാണ്ട് വ്യക്തിയധിഷ്ഠിതമായിട്ടൊന്നും സാധിക്കില്ല. ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ളതല്ല നമ്മളുടെ സംഘടന എന്ന് പറയുന്നത്. ചേച്ചി തന്നെ പറഞ്ഞു ഇപ്പൊ അമ്മയല്ല അമ്മുമ്മയായി ഒരുപാട് പേർക്ക് ഇപ്പൊ സിനിമയിൽ അഭിനയിക്കാത്ത ഒരുപാട് ഏജ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അവരുടെ ഒക്കെ കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ഇനി നോക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പദ്ധതിയോ കുറച്ച് പ്ലാൻസ് ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. കുറെ കാര്യങ്ങള് ഇപ്പം ഈ ഓൺലൈൻ മീഡിയാസിന്റെ ഒക്കെ കാലമാണ്. ഇതിനൊക്കെ ഒരുപാട് സ്കോപ്പ് ഉണ്ട്. എന്താ പറയാ വെബ് സീരീസ് പോലെയുള്ള കാര്യങ്ങൾക്ക് സ്കോപ്പ് ഉണ്ട്. ഇപ്പൊ നമുക്കിപ്പോ സിനിമ തന്നെ വേണം എന്നൊന്നുമില്ല. നമ്മളെല്ലാരും നടീനടന്മാരാണ്, അഭിനേതാക്കളാണ്. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു സ്റ്റേജ് കെട്ടിയിട്ട് നമ്മളോട് നാടകത്തിൽ അഭിനയിക്കാൻ പറഞ്ഞാലും നമ്മൾ അഭിനയിക്കുന്ന ആൾക്കാരാണ്. അത്ര കോൺഫിഡന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാല്. ഓക്കെ. ഇപ്പൊ ഈ മുഖ്യരും ഇപ്പൊ രാജിവെച്ചാല് പല പ്രശ്നങ്ങളും ഇന്റേണൽ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ ഒരു വാക്ക് അല്ലെ എപ്പോഴും ഉപയോഗിക്കാറുള്ളതാണ്. അപ്പം നമ്മുടെ ഇടയിൽ തന്നെ അല്ലെങ്കിൽ സംഘടനകളുടെ ഇടയിൽ തന്നെ ഒരു ബോണ്ടും, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ കുറച്ച് ആൾക്കാരാണ് ഇപ്പം ഏറ്റവും ടോപ്പ് പൊസിഷനിൽ, അപ്പൊ നിങ്ങളുടെ ഇടയിൽ പൊളിറ്റിക്സ് ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഒരു സ്വരച്ചേർച്ച ഒരു ഇന്റേണൽ ആയിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ റിഫ്ലക്ട് ആവും. അത് പെട്ടെന്ന് അറിയാനും പറ്റും. അപ്പൊ ഇന്റേണൽ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ സംഭവം സത്യത്തിൽ ഉണ്ടോ സിനിമ മേഖലയിലുണ്ടോ? പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എല്ലായിടത്തും ഉണ്ടാവും. ഒരു കമ്മ്യൂണിറ്റി ആകുമ്പോ ഒരു കുറച്ച് പേര് കൂടുന്നിടത്ത്, അതായത് ഇപ്പൊ ഒരു 40 പേര് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതില് ഒരു 20 പേരിൽ കൂടുതൽ വരുമ്പോ ആ ഒരു കാര്യങ്ങളോട് ചായ്വ് വരുമ്പോ അവിടെ ഒരു ഇന്റേണൽ പൊളിറ്റിക്സ് അവിടെ രൂപപ്പെട്ട് കഴിഞ്ഞു. ഇതിനെ ഒപ്പോസ് ചെയ്യുന്നതായിരിക്കും ബാക്കി 15 പേരെന്ന് പറയുന്നത് ഉണ്ടാവുക. അത് എല്ലായിടത്തും ഉണ്ട്. അത് സിനിമ എന്ന് മാത്രമല്ല. ഇതിപ്പോ ഒരു NGO എടുത്തു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും. പിന്നെ എവിടെ ഏത് ആൾക്കാരുടെ അടുത്ത് നോക്കിയാലും ഒരു ഇന്റേണൽ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു സാധനം ഇത്ര വലിയ വാക്കാണോ ഉപയോഗിക്കുക എന്ന് നമുക്കറിയില്ല. ഗ്രൂപ്പിസം അല്ലേ എന്ന് പറയില്ലേ? ഇങ്ങനെ പറയുന്നത് ഉണ്ട്. അതായത് എപ്പോഴും അവരവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, ഇഷ്ടമല്ലാത്ത ആൾക്കാരും ഉണ്ടാവും. എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. എനിക്ക് എന്നോട് ഒരു ദ്രോഹവും ചെയ്തില്ലെങ്കിൽ പോലും എനിക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരും ഉണ്ട്. അവരായിട്ട് എനിക്ക് ഒരു ബന്ധം ഉണ്ടാവില്ല. എന്നാലും ചില കാര്യങ്ങളിൽ അവരെ ഇഷ്ടമില്ലാത്തതും ഉണ്ട്. എനിക്ക് ഈ ലോകത്തെ ജയശേട്ടൻ പറയും ലക്ഷ്മിക്ക് ആരെയും ഇഷ്ടമല്ലാത്തെന്ന് പറയും. 99.9% ആൾക്കാരെ എനിക്ക് ഇഷ്ടമാണ്. ബാക്കി 1% ആ ഒരു 0.1% എനിക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരും ഉണ്ട്. അപ്പൊ എന്താ പറയാ, നമുക്കൊക്കെ അവര് നമ്മളോടൊന്നും വെറുതെ ഒരു വിരോധം വരും. അങ്ങനെയുണ്ട്, അങ്ങനെ ഉണ്ടാവും. പിന്നെ ഇപ്പം ഈ ഒരു ഗ്രൂപ്പിസം അല്ലെങ്കിൽ എന്താ പറയാ ഇന്റേണൽ
ഇന്റേണൽ പൊളിറ്റിക്സ് സിനിമയിൽ എന്ന് പറയുമ്പോൾ ഇപ്പം എനിക്ക് കംഫർട്ട് ആയിട്ടുള്ള ആൾക്കാരല്ലേ ഞാനൊരു പ്രോജക്റ്റ് പൈസ മുടക്കി തുടങ്ങുമ്പോ വെക്കുക, അതിൽ ഇന്ന ആളിനെ വിളിച്ചോണം എന്ന് ആർക്കാണ് വാശി പിടിക്കാനായിട്ട് പറ്റുക? അപ്പൊ അതൊരു ഇന്റേണൽ പൊളിറ്റിക്സ് ആണോ? ഇപ്പൊ ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഒരു പ്രൊഡ്യൂസർ ആയിട്ട് വരുമ്പോ എന്റെ സ്വാതന്ത്ര്യമാണ്, എന്റെ സുഹൃത്തുക്കളായിരിക്കും ചിലപ്പോ ഇവരെല്ലാരും. ഇപ്പം നമ്മള് മുമ്പ് കേട്ടിട്ടില്ലേ ട്രിവാൻഡ്രം ലോബി, ട്രിവാൻഡ്രം എല്ലാം ആരൊക്കെയാണ്? പിന്നെ മണിയമ്പിള്ള രാജേട്ടൻ, പ്രിയദർശൻ സാറ്, ലാലേട്ടൻ, MG. അപ്പൊ ഇവരൊക്കെ അൾട്ടിമേറ്റ് ആയിട്ട് പറഞ്ഞ ഇവരൊക്കെ ആത്മാർത്ഥമായിട്ടുള്ള സുഹൃത്തുക്കളാണ്. ഓക്കെ, അപ്പൊ ഇതിൽ മേനക സുരേഷ് കുമാർ ഏട്ടൻ വന്ന് പ്രൊഡ്യൂസർ ആയിട്ട് വരുന്നു. അപ്പൊ സുരേഷ് ഏട്ടന്റെ ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും ആർക്കായിരിക്കും? എന്റെ സുഹൃത്തായ പ്രിയദർശനായിരിക്കും അല്ലെ. പ്രിയൻ സാർ എന്ത് വിചാരിക്കും? ലാലിനെ കൊണ്ട് ഈ വേഷം ചെയ്യിപ്പിക്കാം. അപ്പൊ മണിയമ്പിള്ള രാജു എന്ന് പറഞ്ഞാൽ രാജു എന്താ ക്യാരക്ടർ എന്ന് ഒരു ഇന്റർവ്യൂല് നമ്മൾ കേട്ടിട്ടില്ലേ? ക്യാരക്ടർ ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. സിനിമ തുടങ്ങുന്നെന്ന് പറഞ്ഞാൽ രാജേട്ടൻ ചെന്നൈക്കാണ് അല്ലെ എന്ന് പറയുന്ന പോലെ. അതാണ് ഇവർ ഈ ഗ്രൂപ്പിസം, അത് അവരുടെ സൗഹൃദ കൂട്ടായ്മയാണ്. അപ്പം നമുക്ക് അഭിപ്രായമുള്ള ഒരു കൂട്ടം ആൾക്കാരെ നമ്മൾ ചേർത്ത് നിർത്തുമ്പോൾ അവിടെ ഗ്രൂപ്പിസവും വന്നു, അവിടെ എന്താ പറയാ ഇന്റേണൽ പൊളിറ്റിക്സും വന്നു. ഈ പറയുന്നത് ഇത് എല്ലായിടത്തും ഉണ്ട്. അമ്മയ്ക്കുള്ളിലും ഉണ്ടാവും ഇഷ്ടം, അവരുടെ കുറെ അധികം ആൾക്കാർ ചേർന്ന് നിൽക്കുന്നവരുണ്ടാവും, അതുമായിട്ട് ചേരാത്തതുണ്ടാവും, തികച്ചും റെബലായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. ഈ പറയുന്ന എല്ലാ അമ്മയ്ക്കുള്ളിലും ഉണ്ട്. ഈ റെബലായിട്ട് അല്ലെങ്കിൽ എല്ലാരും എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റുന്നു? കാരണം ഓരോരുത്തരുടെ ക്യാരക്ടർ ഡിഫറെന്റ് ആയിരിക്കും. ഓരോരുത്തരോട് പറയുന്നത് ഇപ്പൊ ഒരാൾ നമുക്ക് കംഫോർട്ട് ആയ അല്ലെങ്കിൽ നമുക്ക് ഫ്രീഡം ഉള്ള ആളെ എടി ഇതാട്ടോ തീരുമാനം, ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. പക്ഷെ അങ്ങനെ ആയിരിക്കണമെന്നില്ലല്ലോ എല്ലാവരുടെ അടുത്ത്. അതായത് തീരുമാനങ്ങൾ നമുക്ക് ആരുടെ അടിച്ചേൽപ്പിക്കാനായിട്ട് പറ്റില്ല, നടപ്പിലാക്കാനേ പറ്റുള്ളൂ. നടപ്പിലാക്കേണ്ടത് എല്ലാത്തിനെയും എതിർത്തുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഈ മുൻവിധികളോടെ കൂടി നമ്മൾക്ക് ഇതിനെല്ലാം സാധിക്കുന്നത് സ്നേഹം എന്ന് പറയുന്ന 3 അക്ഷരം ഉണ്ടെങ്കിൽ നമുക്ക് ഏത് കൊലകൊമ്പനെയും നമുക്ക് വീഴ്ത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. സ്നേഹം വേണം. പക്ഷേ എത്ര നമ്മൾ സ്നേഹിച്ചാലും ചില വ്യക്തികൾ നമ്മളെ ചില നമ്മൾ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞ പോലെ മുൻധാരണകളോടെ നമ്മളെ കാണുമ്പോൾ അവർക്ക് നമ്മളിനി എത്ര സ്നേഹം വാരിച്ചൊരിഞ്ഞാലും അവര് നമ്മളെ അക്സെപ്റ്റ് ചെയ്യില്ല. അവരുടെ അടുത്ത് നമ്മുടെ ഒരു കാര്യങ്ങളും നടക്കില്ല. ഇവർ ഇന്നതാണ് എന്ന ഒരു ജഡ്ജ്മെന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് നമുക്ക് സ്നേഹിക്കാനോ സ്നേഹിക്കപ്പെടാനോ ഒന്നും നമുക്ക് സാധിക്കില്ല. തീർച്ചയായിട്ടും അത് അവിടെ ശത്രുത ഉണ്ടാവും. പിന്നെ അത് ശത്രുക്കൾ എന്നുള്ള രീതിയിലായിരിക്കും അത് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയായിരിക്കും. ചേച്ചിക്ക് മറ്റേ വോട്ടിങ്ങിൽ ഒപ്പോണന്റ് ആരായിരുന്നു ഒരു സ്ട്രോങ് ആയിട്ടുള്ള എതിരാളി? ഞാൻ പറഞ്ഞല്ലേ, അതായത് എങ്ങനെ ലക്ഷ്മിപ്രിയ വൈസ് പ്രസിഡന്റ് ആയി, അതിനെ എങ്ങനെ കാണുന്നു എന്ന് ചോദിക്കുമ്പോ ഞാൻ അഭിമാനത്തോടു കൂടി പറഞ്ഞത് ഓപ്പോണന്റ് ആയിട്ട് എന്നെക്കാൾ കരുത്തുറ്റ ഒരാൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്ന് പറയും. എനിക്ക് തോന്നുന്നു എന്നെ നമ്മുടെ സിനിമയിലെ തന്നെ വളരെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് എന്നെ സജസ്റ്റ് ചെയ്തത് വേറെ ഒന്നും കൊണ്ടല്ല, എങ്ങനെ വീണാലും 4 കാലിൽ വീഴും എന്ന വാചകം അടിച്ച് വീഴുന്നുള്ള എന്റെ വർത്തമാനത്തിൽ വളരെയധികം കോൺഫിഡന്റ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. 4 അക്ഷരം പറയുമ്പോ എനിക്ക് ഏറ്റവും ആത്മവിശ്വാസം ഉള്ളത് എന്റെ ഭാഷയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ എന്നോട് നിൽക്കാൻ പറഞ്ഞു. എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല. ഞാനെന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ എന്താ പറയാ ഈ ബഹളം ചിരി ഇതൊക്കെ ആണെങ്കിലും ഇതിന്റെയൊക്കെ നേരെ ഓപ്പോസിറ്റ് ഒരു ക്യാരക്ടറാണ് ശരിക്കും എന്റെ ഉള്ളിലെ. ഞാൻ എപ്പോഴും സൈലന്റ് ആയിട്ടിരിക്കണം. എന്റെ ഫോൺ ഫുൾ ടൈം സൈലന്റ് ആയിരിക്കും. എന്റെ ഫോൺ ഒരിക്കലും ഒരിടത്തും ബെല്ലടിക്കില്ല, എപ്പോഴും സൈലന്റ് ആയിരിക്കും. അപ്പോ പിന്നെ ഫോൺ സൈലന്റ് ആയിരിക്കും. പിന്നെ വായിച്ചുകൊണ്ടിരിക്കാനാണ് ഇഷ്ടം. എപ്പോഴും പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക, വീട്ടിലെ കാര്യങ്ങൾ നോക്കുക, മൗനമായിട്ടിരിക്കാനാണ് കൂടുതൽ ഇഷ്ടം. അപ്പം ആ ഒരു സൈലൻസിൽ അങ്ങനെ. പിന്നെ ഈ ആൾക്കാർ വിചാരിക്കുന്ന പോലെ എനിക്ക് എല്ലാ ദിവസവും സിനിമ ഉണ്ടാവണമെന്ന് എനിക്ക് യാതൊരു ആഗ്രഹവും ഇല്ല. എനിക്ക് എന്നും സിനിമ ഉണ്ട്, അഭിനയിക്കണം, അത് ശരിയാണ്. അഭിനയം എന്റെ പാഷനാണ്, എന്റെ തൊഴിലാണ്. ഇതൊക്കെയാണെങ്കിലും എനിക്ക് എല്ലാ ദിവസവും അങ്ങനെ ജോലി ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല. മീൻസ് അത് എനിക്കങ്ങനെ നിർബന്ധമില്ല, വേണ്ടാന്നല്ല ഞാൻ പറയുന്നത്, എനിക്ക് നിർബന്ധമില്ല. അപ്പൊ ഇങ്ങനെ ഒരു സൈലൻസിൽ എഴുത്തും വായനയും പാട്ടും എന്താ പറയാ സ്വാതി തിരുനാളിന്റെ കൃതികൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കഥകളി പദങ്ങൾ കേൾക്കാൻ വളരെ ഇഷ്ടമാണ്. ഗസല് കേൾക്കാൻ വളരെ ഇഷ്ടമാണ്. അപ്പം ഇങ്ങനത്തെ ഒക്കെ പാട്ടുകളും പിന്നെ എൻ്റെ കുറച്ച് സ്പിരിച്വൽ ആയിട്ടുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ചെയ്ത് വീട്ടിലെ കാര്യങ്ങൾ നോക്കി ഉച്ച കഴിയുമ്പോഴത്തേനും മോള് വരും, അവളെ പിക്ക് ചെയ്ത് അവളുടെ അമ്മയായിട്ട് പിന്നെ മാധുവിൻ്റെ അമ്മയായിട്ട് കുറച്ച് മണിക്കൂറുകൾ അങ്ങനെ അവളെ പഠിപ്പിച്ച് അങ്ങനെയൊക്കെ ഇരിക്കാനായിട്ടാണ് എൻ്റെ ഇഷ്ടങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് യാതൊരു
മുൻനിരയിലേക്ക് വരണമെന്നോ അധികാരമോഹങ്ങളോ സ്ഥാനമാനങ്ങളെ കുറിച്ചുള്ള ആഗ്രഹങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതൊന്നും അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് അങ്ങ് അതിൽ നിന്നുള്ള ഒന്നും എൻജോയ് ചെയ്യാനായിട്ട് എനിക്ക് അങ്ങനെ ഒരുപാട് എൻജോയ് ചെയ്യണം, ഇതെന്തോ ഒരു വലിയ സംഭവമാണെന്നൊരു ഫീല് അതൊന്നും സത്യം പറഞ്ഞാൽ ഇല്ല. ശരിക്കും പറഞ്ഞാൽ എന്റെ ഫേസ്ബുക്കിന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ഒക്കെ പ്രൊഫൈല് പോലും അമ്മ വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞ് എഴുതി ചേർത്തത് നമ്മുടെ അൻസിബ കുട്ടിയാണ്. ഹൻസിബയായിട്ടാണ് ഏറ്റവും കൂടുതൽ ചേച്ചി? ഹൻസിബയായിട്ട് ഭയങ്കര കൂട്ടാണ്, പിന്നെ വരദയായിട്ട് ഭയങ്കര കൂട്ടാണ്. ഞാനില്ലേ എല്ലാ ലെവലിലുള്ള ആൾക്കാരും എന്റെ സുഹൃത്തുക്കളായിട്ടുണ്ട്. എന്നെക്കാൾ പ്രായം കൂടി ഇന്നസെന്റ് അങ്കിൾ ഉണ്ടായിരുന്നപ്പോ ഇന്നസെന്റ് അങ്കിളിന്റെ ബെസ്റ്റി ഞാനായിരുന്നു. ഇന്നസെന്റ് അങ്കിള് ഞാനിവിടെ ഇരുന്ന് ക്രിക്കറ്റ് കാണുക, കഥ പറയാ, ഈ ലോകത്തുള്ള മുഴുവൻ പരദൂഷണങ്ങളും പറയാ, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ബോണ്ടിങ് ആയിരുന്നു ഇന്നസെന്റ് അങ്കിളുമായിട്ട്. പൊന്നമ്മ ബാബു, പൊന്നു ആന്റി ആയിട്ട് ഭയങ്കര കൂട്ടാണ്. ഊർമിള ഉണ്ണി ആന്റി എന്റെ കൂടെ യാത്രകളിലുണ്ടാവും, അമ്പലങ്ങളിലുണ്ടാവും, സത്സംഗം നടക്കും. അല്ലാണ്ട് ഒരു കാശ് കിട്ടുന്ന പരിപാടിക്ക് ചിലപ്പോൾ വിളിച്ചാൽ ഞങ്ങൾ രണ്ടുപേരും പോയിന്ന് വരില്ല. ഒരു അവാർഡ് നൈറ്റിന് വിളിച്ചാൽ ചിലപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാവില്ല. അതേസമയം അവിടെ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഊർമിള ഉണ്ണി ആന്റിയും താത്താത്തേയും ഞങ്ങൾ വിളിക്കുക, താത്താത്തേയും ഞാനും അവിടെ ഉണ്ടാവും. അപ്പൊ അത്തരം യാത്രകളിലേക്ക് കമ്പാനിയൻ എന്ന് പറയുന്നത് ഊർമിള ഉണ്ണി ആന്റിയാണ്. പിന്നെ പൊന്നു ആന്റി എനിക്ക് എന്റെ അമ്മയെ പോലെയാണ്. പൊന്നമ്മ ആന്റി മിക്ക ദിവസം ഇവിടെ വരാറുണ്ട്. മാധു പൊന്നു അമ്മച്ചി എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ലളിതാമ്മ ഉണ്ടായിരുന്നപ്പോ ലളിതാമ്മയായിട്ട് ഞാൻ ഭയങ്കര കൂട്ടാറ്. ലളിതാമ്മയെ സ്വന്തം അമ്മയെ പോലെയാണ് ഞാൻ കൊണ്ട് നടന്നിരുന്നത്. അപ്പം എല്ലാ പ്രായത്തിലുള്ളവരും നമ്മളുടെ സുഹൃത്തുക്കളായിട്ടുണ്ട്. ഇപ്പം ഇതൊരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണോ എന്ന് എനിക്കറിയില്ല, എനിക്കൊരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിച്ചാൽ. കാരണം ചേച്ചിയുടെ ഇവിടെ വന്നപ്പോ തൊട്ട് ചേച്ചി ഇവിടുത്തെ ആചാരങ്ങള് വന്ന് ഞങ്ങളെ കൊണ്ടായാലും തൊഴുത് കൃഷ്ണനെ അലങ്കരിച്ച് പൂക്കളെല്ലാം വെച്ച്, അപ്പം ഇതെന്നും ഞാൻ ഇത്രയും ഭക്തി, കാരണം ചേച്ചി ജനിച്ചതും ഒരു ലൈഫ് സ്റ്റൈലും അല്ലെങ്കിൽ ഒരു 16 വയസ്സ് വരെ 18 വയസ്സ് വരെ കണ്ട അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ എന്ന് വെച്ചാൽ വീട്ടുകാർ ഫോളോ ചെയ്യിപ്പിക്കുന്നതെന്ന് വെച്ചാൽ വേറൊരു കസ്റ്റം അല്ലെങ്കിൽ വേറൊരു രീതിയിലാണ് അല്ലെ. ഇപ്പൊ ജാതി മതം ഒന്നാണെങ്കിലും ഓരോ ജാതികൾക്ക് അതിൻ്റെതായ കസ്റ്റംസ് ഉണ്ട്, അതിൻ്റെതായ ഇതുണ്ട്. പക്ഷെ ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം. ചേച്ചിക്ക് എപ്പോ തൊട്ടാണ് ഇങ്ങനത്തെ കാരണം ഇത്രയും ഭക്തി വരുന്ന ഒരാളെ ഒരു കൺവേർട്ടഡ്, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല, അപ്പൊ ഇത്രയും ഭക്തി കണ്ടോണ്ട് ഞാൻ ചോദിക്കാൻ, എപ്പോ തൊട്ടാണ് ഒരു എന്താ പറയാ ഇങ്ങനെ ഒരു കൃഷ്ണ ഭക്തി അല്ലെങ്കിൽ ഇത്രയും ഭക്തി അല്ലെങ്കിൽ വേറൊരു മതത്തിനോട് ഇത്രയും സ്നേഹം തോന്നാൻ കാരണം എന്താണ്? അത് ചെറുപ്പം മുതലേ ഉണ്ട്. അതായത് എൻ്റെ അച്ഛൻ്റെ വീട്ടുകാരെന്ന് പറഞ്ഞാൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടൊക്കെ വളരെ പുരോഗമനമായിട്ട് നിൽക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പൂപ്പൻ വില്ലേജ് ഓഫീസർ ആയിരുന്നു. അപ്പം എന്താ പറയാ, നമ്മളുടെ വീടിന്റെ പിന്നെ ഫ്രണ്ട് എന്ന് പറയുന്നത് വീട് 8 കെട്ടായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ പടിപ്പുരയുണ്ട്, ഇപ്പോഴും ഉണ്ട്. അച്ഛന്റെ തറവാട്ടിലേക്ക് പടിപ്പുര കയറിയേ വീട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ഹരിപ്പാട് കൊട്ടാരത്തിന്റെ അടുത്താണ് നമ്മളുടെ തറവാട്. അപ്പം ഒരു ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമിയും മണ്ണാറശാല നാഗദൈവങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ കുലദൈവങ്ങൾ പോലെയാണ്. അപ്പം അമ്മയുടെ വീട്ടുകാരാണെങ്കിലും നമ്മൾ മുസ്ലിംസ് ആണ് എങ്കിലും അമ്മയുടെ എല്ലാവരുടെയും വിശ്വാസം എന്ന് പറഞ്ഞാൽ ചെട്ടികുളങ്ങര ഭഗവതി എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര വിശ്വാസമാണ്. ഇപ്പം നമുക്ക് ഇപ്പം അവരൊന്നും അമ്പലത്തിൽ പോയി തൊഴുതില്ലെങ്കിൽ പോലും ഈ എന്തെങ്കിലും വഴിപാട് കാര്യങ്ങളൊക്കെ കൊണ്ട് കൊടുക്കാറുണ്ട്. അതുപോലെ വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രം, ഇതൊക്കെ ആയിട്ട് നമ്മളുടെ ആ ഒരു പ്രദേശത്തിന് മുഴുവനും ഭയങ്കരമായിട്ടൊരു ആത്മീയ ബന്ധമുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. ഓച്ചിറ എന്ന് പറയുന്നത് നമ്മളുടെ പണ്ടത്തെ ഒരു സാംസ്കാരിക തലസ്ഥാനമായിരുന്നു. അതായത് അവിടെ വരാത്ത ഋഷിമാരില്ല, മുനിമാരില്ല. ഈ കൈലാസത്തിൽ നിന്നും കാശിയിൽ നിന്നും പിന്നെന്താ ഹിമാലയത്തിൽ നിന്നും ഒക്കെയുള്ള എല്ലാ ആധ്യാത്മിക ആചാര്യന്മാരുടെയും ഒരു സ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ഓച്ചിറ മണ്ണാണ്. ഓച്ചിറ മഹാദേവന്റെ മണ്ണാണ്. അവിടെ നിന്നാണ് എല്ലാ പിന്നെ ഋഷീശ്വരന്മാരും ഉണ്ടായിട്ടുള്ളതെന്നാണ് നമ്മളുടെ ഒരു വിശ്വാസം. ആ ഒരു സ്പിരിച്വാലിറ്റിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പം ഈ ബൈ ബർത്ത് അതിൽ ജനിച്ചത് കൊണ്ട് ആ ഒരു മതം ഫോളോ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളെ ഒരു ഓണാട്ടുകര പ്രദേശത്തെ പറ്റി പറഞ്ഞാൽ തന്നെ നമുക്ക് ആർക്കും അങ്ങനെ ഒരു തീവ്രമായിട്ടൊരു മതവിശ്വാസത്തെ മാത്രം മുറുകെ പിടിച്ച് അങ്ങനെ പോകുന്നില്ല. എല്ലാ
എല്ലാത്തിനും റെസ്പെക്ട് ചെയ്തിട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോ എന്റെ ഒരു ജനറേഷൻ തൊട്ടിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതൊക്കെ കണ്ട ഒരു പനി വന്നു അല്ലെങ്കിൽ ഒരു അസുഖം വന്നു, പെട്ടെന്ന് ചെട്ടികുളങ്ങര അമ്മയ്ക്ക് നേർച്ച നേരുന്നത് കാണാം. ഞാൻ ജനിച്ചത് തന്നെ എന്റെ അമ്മ ചെട്ടികുളങ്ങര അമ്മയ്ക്ക് താലി നേർന്നിട്ടാണ് എന്നെ ജീവനോടെ കിട്ടിയത്. എന്റെ ഓട്ടോബയോഗ്രഫിയിൽ അത് എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് ഒരു പൊക്കിൾക്കൊടി ബന്ധം പോലെ അവിടെ ഇങ്ങനെ കിടപ്പുണ്ട്. പിന്നെ ഞാൻ ജനിച്ചിട്ട് ഒരു 3-4 വയസ്സ് തൊട്ടിട്ട് ഡാൻസ് പഠിക്കുന്നുണ്ട്. ഡാൻസ് പഠിക്കുന്നതെല്ലാം ദേവിയുടെ കൃതികള്, കണ്ണന്റെ കൃതികള്, ശിവന്റെ അപ്പൊ ഇങ്ങനെയുള്ളതൊക്കെ ഇങ്ങനെ പഠിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ അവിടുത്തെ അമ്പലത്തിലൊക്കെ താലപ്പൊലിക്ക് നമ്മളെ ചെറുപ്പത്തിലേ പോവാറുണ്ട്, നമ്മളെയും കൊണ്ട് താലപ്പൊലിക്ക് പോകും. അപ്പൊ ഇപ്പോഴാണല്ലോ ഈ ജാതി മതം എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ അതിർവരമ്പ് സൃഷ്ടിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. എല്ലാ മതത്തിന്റെ ആ ഒരു ഭയങ്കരമായ ഒരു തീവ്രത വരാൻ തുടങ്ങിയത് ഇപ്പൊ കുറച്ച് നാൾ കൊണ്ടാണ്. എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഒരു മനുഷ്യന്റെ ജാതി അന്വേഷിക്കുന്നത് ഒന്നേ അവന്റെ കല്യാണ സമയത്ത് അല്ലെങ്കിൽ മരണ സമയത്ത് മാത്രമാണ്. അല്ലാത്ത എല്ലാ ആഘോഷത്തിലും എല്ലാവരും ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഇതൊക്കെ കണ്ടു വളർന്നത് കൊണ്ടായിരിക്കണം എനിക്ക്. പക്ഷെ അമ്മയുടെ വീട്ടില് ഞാൻ ജനിച്ച് 2 വയസ്സിന് ശേഷം പിന്നെ ഇവരെയൊക്കെ കാണുന്നത് 14 വയസ്സായപ്പോഴാണ്. പക്ഷെ അവർക്കപ്പൊ കുറച്ച് തീവ്രമായിട്ടുള്ള മതവിശ്വാസം, ആചരണം, അങ്ങനെ നമ്മുടേത് എന്നുള്ളൊരു രീതിയിലേക്ക് പോകാൻ തുടങ്ങി. പക്ഷെ അച്ഛന്റെ വീട്ടുകാർ എപ്പോഴും വളരെ ഫോർവേഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. എന്റെ ചിറ്റപ്പനാണ് എന്നെ പഠിപ്പിച്ചതും വളർത്തിയതും വലുതാക്കിയതും ഒക്കെ. അപ്പം അച്ഛന്റെ വീട്ടിൽ അങ്ങനത്തെ ഒരു കാസ്റ്റിന്റെ ഒരു വേർതിരിവ് ഒരിക്കലും ഞാൻ അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കിത് ഉൾക്കൊള്ളുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല. അപ്പോ കല്യാണത്തിന്റെ സമയമായപ്പോ ഏട്ടന് പക്ഷേ ഞാൻ അങ്ങനെ പിന്നെ തലയിൽ തട്ടമൊക്കെ ഇട്ട് അങ്ങനെ മുസ്ലിം ആയിട്ട് നടന്നാൽ മതി എന്നായിരുന്നു ജയ്ഷേട്ടന്റെ ഇഷ്ടം. പക്ഷെ എനിക്കായിരുന്നു കാസ്റ്റ് കൺവേർട്ട് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോ കുഞ്ഞ് എപ്പോഴും അച്ഛന്റെ മതത്തിലാണല്ലോ അറിയപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതിനോട് ചേരാനായിരുന്നു ഇഷ്ടം. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാല് എനിക്ക് ഖുറാൻ വായിക്കാൻ അറിയില്ല, ഞാൻ അതൊന്നും പഠിച്ചിട്ടില്ല. എനിക്ക് ജിലേബി പോലെയാണ് ഖുറാന്റെ വലിയ അക്ഷരങ്ങൾ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് എനിക്ക് മനസ്സിലാവില്ല. ഞാൻ നമസ്കരിച്ചിട്ടില്ല, ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാനൊരു നോമ്പെടുത്തിട്ടില്ല, ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അതായത് ഞങ്ങൾ വളരുമ്പോ നമ്മുടെ വീടിന്ന് ഒരുപാട് ദൂരത്തായിരുന്നു പള്ളിയൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ അവിടെ പോയിട്ട് അങ്ങനെ പഠിച്ചിട്ടില്ല. എന്റെ അച്ഛന്റെ അമ്മ ഈ ഖുറാന്റെ 10 കിതാബുകൾ എന്നാണ് പറയാ, 10 പുസ്തകങ്ങൾ. ഈ 10 പുസ്തകങ്ങളും ഓതി തികഞ്ഞ ആളാണ്, ബൈഹാർട്ട് ഓതാൻ അറിയാം എന്റെ അച്ഛന്റെ അമ്മയ്ക്ക്. അത്രയും അറിവുള്ള ഒരാളായിരുന്നത് കൊണ്ട്, ആ അറിവുള്ള ആളാണ് എന്നെ വളർത്തിയത്. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ അമ്മ പറയും, നീ ഇപ്പൊ മാധുവിനെ നമ്മൾ വളർത്തുന്നില്ലേ, അതുപോലെ ഒന്നും നിർബന്ധിക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ പഠിക്കേണ്ട സമയമാകുമ്പോൾ പഠിച്ചോളും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്കൂളിങ്ങിന്, നമ്മുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ഇതിനൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നിട്ടുള്ളത്. അങ്ങനെയാണ്. അപ്പോ കാസ്റ്റ് കൺവേർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിച്ചത് ഞാനാണ്. അതായത് എനിക്ക് ഈ ഒരു അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. കാരണം ചെറുപ്പത്തിലെ ഈ ഡാൻസും പാട്ടും ഒക്കെ പഠിച്ചിട്ട് ഈ കണ്ണന്റെ കഥകളും ലീലകളും ദേവിയുടെ സ്തുതിയും ഒക്കെ കേട്ടിട്ട് എനിക്ക് അതിനോട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അപ്പം ഈ കുഞ്ഞ് വളരുമ്പോ ഹസ്ബൻഡിന്റെ മതത്തിൽ വളരണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ കാസ്റ്റ് കൺവേർട്ട് ചെയ്തത്. കൺവേർട്ട് ചെയ്തിട്ടുള്ള സംഗതി എന്താന്ന് വെച്ചാൽ എന്നെ തന്നെ അത്ഭുതപ്പെടുത്തിയത്, ഞാനിപ്പോ ഒരു സംസ്കൃത ശ്ലോകം ചൊല്ലുകയാണെങ്കിൽ, ഒരു സംസ്കൃതം ആദ്യമായിട്ട് ഞാൻ ദേവി മഹാത്മ്യം പോലെയോ അല്ലെങ്കിൽ നാരായണീയം പോലെയോ ലളിതാ സഹസ്രനാമത്തിന്റെ ഏതെങ്കിലും ഒരു പുസ്തകം എടുത്തു വെച്ച് വായിക്കുകയാണെങ്കിൽ ഇത് ഞാൻ ആദ്യമായിട്ട് വായിക്കുകയാണ് എന്ന് ആർക്കും തോന്നില്ല. ഞാൻ വളരെ വർഷങ്ങൾ ഇതിൽ പ്രാക്ടീസ് ചെയ്തിട്ട് വായിക്കുന്ന ഒരാളിനെ പോലത്തെ ഒരു ഫീലാണ് വരുന്നത്. അപ്പൊ ദാറ്റ് മീൻസ് എനിക്ക് മനസ്സിലായത് ഇത് ഒന്നും പുറത്തുള്ളതല്ല, ഈ ഇംപ്ലിമെന്റിങ് എല്ലാം നമ്മുടെ ഉള്ളിൽ, നമ്മളിൽ തന്നെ ഇതെല്ലാം ഉണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും പറയും, ഈ ഒരു സനാതന ധർമ്മത്തിന്റെ ദീക്ഷ എന്ന് പറയുന്നത് ഈ ജന്മത്തിന്റെ പുണ്യമല്ല. ഇത് എനിക്ക് തന്നെ അറിയാം. ഞാൻ വായിക്കുമ്പോ, ഞാനൊരു കാര്യത്തിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോ, ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോ, ഇതൊന്നും എൻ്റെ ഈ ജന്മത്തെ അറിവുകളല്ല എന്ന് എനിക്കറിയാം. ഇതെന്തോ ജന്മാന്തരമായിട്ട് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉറച്ച് ഇതുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് അങ്ങനെ തന്നെ അങ്ങനെയാണ്. ഇപ്പം ജയ്ഷേട്ടന് മിക്ക കാര്യങ്ങളും അറിയില്ല. ജയ്ഷേട്ടന് ഏട്ടാ ഇന്ന് ഏകാദശിയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ട്, ഞാനാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് ഏകാദശി പ്രദോഷം ഒക്കെ ഫോളോ ചെയ്യുന്നത് ഞാനാണ്. അപ്പൊ ജയ്ഷേട്ടന് ഭയങ്കര അത്ഭുതമാണ്. പല മന്ത്രങ്ങളും ഞാൻ ഏട്ടന് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. ഇവിടെ ഏട്ടന്റെ പരദേവതയാണ് ഭഗവതിയാണ് മോള് രാവിലെ നമസ്കരിച്ചത്, തൊഴാൻ പറഞ്ഞത്. അപ്പൊ ഇവിടെ പ്രതിഷ്ഠ കഴിച്ചിരിക്കുന്നത്, അതിന് മുൻകൈ എടുത്തത് ഞാനാണ്. അപ്പൊ
ആ ഒരു എന്താ പറയാ ഒരു സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ജന്മജന്മാന്തരമായിട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതൊന്നും കാട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല. പിന്നെ ഈ കൃഷ്ണ വിഗ്രഹങ്ങൾ, ഇവിടെ ഇരിക്കുന്ന കൃഷ്ണ വിഗ്രഹങ്ങളെല്ലാം തന്നെ ഈ വലിയ കണ്ണനെ മാത്രമേ നമ്മൾ പൂജാമുറി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ മകള് ഞാനൊക്കെ തികഞ്ഞ ദേവി ഉപാസകരാണ്, കണ്ണനും ഒപ്പമുണ്ട്. പക്ഷെ എന്റെ മോളുടെ ഫസ്റ്റ് പ്രയോറിറ്റി കണ്ണനാണ്. ഈ താഴെ ഇരിക്കുന്ന ഉണ്ണിക്കണ്ണനെ മാധുവിന്റെ അനിയനായിട്ടാണ് കാണുന്നത്. മാധു എവിടെ പോയാലും കണ്ണനെ കൊണ്ട് സ്കൂളിലും കൊണ്ടുപോയിട്ടുണ്ട്. മാധുവിന്റെ ഫ്രണ്ട്സിനെ എല്ലാവർക്കും കണ്ണനെ കാണണം എന്ന് പറഞ്ഞ കണ്ണാപ്പി എന്നാണ് വിളിക്കുക. അപ്പൊ ഞങ്ങള് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ കണ്ണാപ്പി ഉണ്ടാവും അങ്ങനെ. അപ്പൊ ഒരു പ്രാവശ്യം കണ്ണാപ്പിയുടെ കൈ ഒന്ന് പൊട്ടി, ഒരു ആക്സിഡന്റ് ആയി കണ്ണാപ്പിക്ക്. അതിനുശേഷമാണ് യാത്ര പോകുമ്പോ അത്ര കോൺഫിഡന്റ് അല്ല മാധു കണ്ണനെ കൊണ്ടുപോകാനായിട്ടാ. ഇപ്പൊ എന്റെ 63 കൃഷ്ണന്മാരെന്തോ ഉണ്ട് മാധുവിന്. ഹോം ടൂർ എടുക്കേണ്ടിയിരിക്കുന്നു നമ്മള് കൃഷ്ണ വിഗ്രഹങ്ങളെല്ലാം മാധുവിന്റെ കളക്ഷൻസ് ആണ്. അല്ല, മാധു എനിക്ക് കാണിച്ചത് ഒരു ടോയ്, അതിലിങ്ങനെ പാട്ട് കൃഷ്ണന്റെ അതൊക്കെ ഇങ്ങനെ വരുന്നത്, അതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇങ്ങനെ ഒരു ടോയില് നമ്മള് സാധാരണ പാവയിലൊക്കെ തട്ടുമ്പോഴത്തേനും കരയണ പോലെ കൃഷ്ണനെ തട്ടുമ്പോ പാട്ട് അമ്മ ഗിഫ്റ്റ് ചെയ്താന്നാണ് മാധു. അതെ അതെ അതെ. ചേച്ചിക്ക് വേറെ സഹോദരങ്ങളുണ്ടല്ലോ, അപ്പൊ അവർക്ക് ആർക്കും അങ്ങനെ പ്രശ്നം? ചേച്ചി കൺവേർട്ടഡ് അല്ലെങ്കിൽ? എന്റെ ചേച്ചിയില്ലേ, ഞാൻ കല്യാണം കഴിച്ചപ്പോ എന്റെ മൂത്ത ചേച്ചി, ഏറ്റവും മൂത്ത ചേച്ചി, 7 വയസ്സിന് മൂത്തതാ എന്റെ ചേച്ചി. അപ്പൊ എന്റെ ചേച്ചി എന്റെ അടുത്ത് ചോദിച്ചത്, പൂവേ നിന്നെ മരിച്ചു കഴിയുമ്പോ നിന്നെ കൊണ്ടുവന്ന് കത്തിച്ചു കളയുമല്ലേ? എന്റെ ഇത്തി, ഒരു മനുഷ്യൻ മരിച്ചു കഴിയുമ്പോ എങ്ങനെ എന്താവുന്നു എന്നുള്ളതല്ല, ജീവിക്കുമ്പോ അവൻ എങ്ങനെ ജീവിക്കുന്നു, അവന് സ്വസ്ഥതയുണ്ടോ, അവന് സമാധാനം ഉണ്ടോ, അവന് നന്നായിട്ട് ജീവിക്കാനുള്ള ചുറ്റുപാടുകൾ ഉണ്ടായിരുന്നോ, ഇതാണ് നോക്കേണ്ടത്. അപ്പൊ അല്ലാണ്ട് അതിലൊന്നും ഒരു കാര്യമില്ല എന്ന് ഞാൻ പറയും. പക്ഷെ എന്നാലും അവർക്ക് എന്റെ വീട്ടുകാർക്ക് എല്ലാവർക്കും തന്നെ ഞാൻ ഇങ്ങനെ കാസ്റ്റ് മാറിപ്പോയതിൽ അവർക്ക് എല്ലാവർക്കും വിഷമമുണ്ട്, പേഴ്സണലി വിഷമമുണ്ട്. പക്ഷെ അവരെല്ലാരും അതിനെ ഉൾക്കൊള്ളുന്നു. തീരെ പ്രശ്നമുള്ളവരാരും എന്നോട് മിണ്ടാറേ ഇല്ല. എന്റെ രണ്ടാമത്തെ ചേച്ചിയെ സംബന്ധിച്ച് പറഞ്ഞാല്, ചേച്ചിയുടെ വീട്ടിൽ ഒരു പ്രാവശ്യം ഞാൻ പോയ സമയത്ത് ഏകാദശിയാണ്, നിർജ്ജല ഏകാദശി എന്ന് പറയാം. അതായത് നമ്മൾ വെള്ളം പോലും കുടിക്കാനായിട്ട് പാടില്ലാത്ത ഏകാദശി. അപ്പൊ ഏകാദശി കഴിഞ്ഞു പിറ്റേ ദിവസം പാരണ വിടുക എന്നാണ് പറയാ. അതായത് വെള്ളത്തില് നമ്മൾ കുറച്ച് അരിയും തുളസി ഇലയും ഇട്ടിട്ട് ആ വെള്ളം ഒഴിച്ചിട്ട് ഭഗവാന് സമർപ്പിച്ചിട്ട് ആ വെള്ളം കുടിക്കുക. എന്നിട്ടാണ് നമ്മുടെ വ്രതം അപ്പോഴേ കഴിയുള്ളൂ. അപ്പം 24 hours കൂടുതൽ, അതായത് തലേദിവസം ഉച്ചയ്ക്ക് തൊട്ടിട്ട് ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം തൊട്ടടുത്ത ദിവസം ഹോൾ ഡേ ഏകാദശി, അത് കഴിഞ്ഞാൽ അതിന്റെ അടുത്ത ദിവസം രാവിലെയാണ് നമ്മൾ വെള്ളം കുടിക്കുന്നത്. അപ്പോ തുളസി ഇല്ല, അവളുടെ വീട്ടില് തുളസി ഇല്ല. മുറ്റമൊക്കെ മറ്റേ എന്താ പറയാ ഇന്റർലോക്ക് ചെയ്തിരിക്കുന്നുണ്ട്. അവളുടെ തുളസിയൊക്കെ പോയി. തുളസി ഇല്ലാന്ന് പറഞ്ഞിട്ട് പാവം എനിക്ക് ഈ നോമ്പ് വ്രതം വിടാൻ വേണ്ടിയിട്ട് അവൾ ഏതോ വീട്ടിൽ പോയിട്ട് എനിക്ക് തുളസിയൊക്കെ പറിച്ചോണ്ട് വന്നു. അതുപോലെ അവള് നിസ്കരിച്ചിട്ട് എഴുന്നേറ്റ് പോകുമ്പം അവിടെ ഇരുന്നിട്ട് ഞാൻ ലളിതാ സഹസ്രനാമം ചൊല്ലിക്കൊണ്ടിരിക്കും. ആ സെയിം പായയില് മുസല്ലയിൽ ഇരുന്നിട്ട് ചൊല്ലും. അതുകൊണ്ട് പിന്നെ അവളെ കല്യാണം കഴിച്ച വീട്ടുകാർക്കൊന്നും ഒരു കാസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രശ്നമേ ഇല്ല. അവരിവിടെ വരാറുണ്ടോ സഹോദരങ്ങളെ? വല്ലപ്പോഴും ഒക്കെ ഉണ്ട്. എന്നാൽ ഏറ്റവും മൂത്ത ചേച്ചിയായിട്ട് എനിക്ക് കുറെ വർഷങ്ങളായിട്ട് ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ പിണങ്ങിയിരിക്കുന്നതാണ്. പക്ഷെ എനിക്ക് പിന്നെ ആ ഒരു റിലേഷൻഷിപ്പ് എന്താ പറയാ, ഈ ബന്ധങ്ങൾ എന്ന് പറഞ്ഞാല് നമുക്ക് വേണ്ട എന്ന് വെക്കുന്നിടത്ത് വരെ ഉള്ളൂ പ്രശ്നം. വേണം എന്നുണ്ടെങ്കിലാണ് നമുക്ക് ഇതിലെ പെയിൻ അനുഭവിക്കുക. അപ്പൊ അത് വേണ്ട എന്ന് എനിക്ക് തോന്നിയിട്ട് അത് സ്റ്റോപ്പ് ചെയ്തതാണ്. പക്ഷെ സ്റ്റോപ്പ് ചെയ്യുമ്പോഴും നമുക്ക് വിഷമമുണ്ട്. നമ്മൾ തിരിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ കണ്ണുനീര് അവർ കാണുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഓഫ് കോഴ്സ് നമുക്ക് സങ്കടം തന്നെയാണ്. പക്ഷെ എനിക്കത് വേണ്ട എന്ന് തീരുമാനിച്ചു. നമ്മളെ ആവശ്യമില്ല ഒരു സ്ഥലത്തെന്ന് തോന്നിയാൽ നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്യണം? നമ്മൾ സ്ഥലം കാലിയാക്കണം, നമ്മൾ വിട്ടു നിൽക്കണം. അതാണ് എന്റെ പോളിസി. ഒരു ആവശ്യമില്ലാത്തടത്ത് വലിഞ്ഞു കയറി ചെല്ലുന്ന ഒരാളായിട്ട് ഇരിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. ഞാൻ ചേച്ചിയുടെ അടുത്ത് വർഷങ്ങളായിട്ട് മിണ്ടാറില്ല. രണ്ടാമത്തെ ചേച്ചിയുടെ ഹസ്ബൻഡ് സൗദിയിലാണ്. അപ്പൊ എവറി ഇയർ അദ്ദേഹം നാട്ടിൽ വരുമ്പോ അവര് വരാറുണ്ട്. അപ്പം കുഴപ്പമൊന്നുമില്ല, അവർക്ക് കുഴപ്പമില്ല. പക്ഷെ എന്നാലും എനിക്ക് വിഷമം വരാം. അതായത് എന്റെ അമ്മാവന്മാർക്കൊന്നും എന്റെ ചേച്ചിയൊക്കെ ഞാനായിട്ട് സഹകരിക്കുന്നത് ഇഷ്ടമല്ല. ഒൺലി തിങ് ഇസ് കാസ്റ്റ്, വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഇഷ്ടമല്ല. അപ്പൊ ഞാനും അതുകൊണ്ട് കുറച്ച് അവൾക്ക് ഞാൻ കാരണം വിഷമാവണ്ട, ബുദ്ധിമുട്ട് വരണ്ടെന്ന് ഓർത്തിട്ട് ഞാൻ ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കും. ഇപ്പൊ ചേച്ചിയുടെ ലേറ്റസ്റ്റ് ഇന്റർവ്യൂല് മാതാപിതാക്കളെ കുറിച്ച് ചേച്ചി ഇങ്ങനെ പറഞ്ഞു, അമ്മയുടെ സ്നേഹം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതാണ്. അപ്പൊ അതിൽ ഒരാളുടെ കമന്റ് എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത്, കുറച്ച് കമന്റ്സുകൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് എല്ലാം വായിക്കാൻ പറ്റി. അപ്പൊ അതുകൊണ്ട് ഒരു കമന്റ് കണ്ടതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ് മക്കളെ നോക്കുക എന്നത്. ആ മക്കളെ നോക്കിയില്ലെങ്കിൽ മാതാപിതാക്കളെ നോക്കേണ്ട ആവശ്യം മക്കൾക്കില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് ആരിട്ടേക്കണെന്ന് ഞാൻ ഓർക്കുന്നില്ല. അല്ലാതെ മാതാപിതാക്കൾ
മാതാപിതാക്കള് അവരാണല്ലോ മകളെ പ്രസവിച്ച് അല്ലെങ്കിൽ മകനെ പ്രസവിച്ച് ഭൂമിയിൽ തന്നത്. അപ്പം അത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ് അവർക്ക് സന്തോഷം കൊടുക്കുക, അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ അവരുടെ അങ്ങനെ ഒരു ഉത്തരവാദിത്തങ്ങളും ചെയ്യാത്ത മാതാപിതാക്കളെ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു. അതിനോട് ചേച്ചി എന്താണ് യോജിക്കുന്നത്? എന്റെ അഭിപ്രായം എന്ന് വെച്ചാൽ അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺസ് എന്ന് പറയും. അതായത് ഇപ്പം എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ ആ അഭിപ്രായത്തിന് നേരെ എതിരാണ്. എൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്നെ നോക്കാൻ സാധിച്ചില്ല. എനിക്കതിനുള്ള പുണ്യമില്ലായിരിക്കും, എനിക്കതിനുള്ള ഭാഗ്യമില്ലായിരിക്കും. പക്ഷേ ഇന്നത്തെ എൻ്റെ ഒരു ചുറ്റുപാട് വെച്ചിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമോ ഒരു സുഖമില്ലാഴികയോ അവർക്ക് എന്തെങ്കിലും ഒരു പ്രയാസത്തിലൂടെ അവർ കടന്നു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ നോക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ ഇന്നുള്ളത്. അപ്പോ അങ്ങനെ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ പോലും എന്നെ ജനിപ്പിച്ചു, എന്നെ വളർത്തി എന്നുള്ളതല്ല, എന്നെ ജനിപ്പിച്ചു എന്നുള്ളത് വളരെ വലിയ കാര്യമല്ലേ. ഞാൻ ഈ ഭൂമിയില് ഇങ്ങനത്തെ ഒരു പ്ലാനറ്റില് ഇങ്ങനൊരു സ്ഥലത്ത് ഞാൻ വന്ന് ജനിച്ചു. ഞാൻ എന്ന് പറയുന്ന ഒരാൾ ഒരു കലാകാരിയായിട്ട് അവർ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറി. ഇന്ന ഒരു ഐഡന്റിറ്റിയിൽ ഞാൻ ജീവിക്കുന്നു. ഞാൻ ഈശ്വരനെ അറിയുന്നു. എനിക്ക് നല്ല ഒരു ഭർത്താവിനെ കിട്ടി, ഒരു മകളെ കിട്ടി. ഞാൻ ആ വളർന്നു വെച്ചത് നോക്കുമ്പോൾ എനിക്ക് ഇപ്പോ ഞാനൊരു രാജ്ഞിയെ പോലെയാണ് സത്യത്തിൽ. എൻ്റെ ജീവിതത്തിലെ മഹാറാണിയായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. വളരെ പൊസിഷൻ ആയിട്ട് ഞാൻ ജീവിക്കുന്നു. എല്ലാ സുഖ സൗകര്യങ്ങളും ഈശ്വര അനുഗ്രഹം കൊണ്ട് എനിക്ക് നേടി. അപ്പം ചില അനുഗ്രഹങ്ങളൊക്കെ ഈശ്വരൻ നമുക്ക് തരുമ്പോ ചില അനുഗ്രഹങ്ങളൊക്കെ തന്നില്ല എന്ന് വെക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ നോക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ എല്ലാവർക്കും എൻ്റെ അഭിപ്രായം ആവണം എന്ന് എനിക്ക് വാശി പിടിക്കാനും പറ്റില്ല. കാരണം ഒരാളുടെ അനുഭവം അല്ലേ ഓരോരുത്തരെ വ്യത്യസ്തരാക്കുന്നത്. അപ്പൊ അവർക്ക് തോന്നുന്നത് എന്നെ നോക്കിയിട്ടില്ലാത്തവരെ ഞാനും നോക്കണ്ട എന്നൊരു ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ അവരങ്ങനെ ഇരിക്കട്ടെ. അവരെ നമുക്ക് കമ്പൽ ചെയ്യാൻ പറ്റില്ല. അതിനുള്ള അർഹത നമുക്കില്ല. അവരോട് അത് ചോദിച്ചു വാങ്ങിക്കാനുള്ള അർഹത നമ്മുടെ പാരന്റ്സിനും ഇല്ല. കാരണം നമ്മൾ അങ്ങോട്ട് ചെയ്തിട്ട് വേണം തിരിച്ചു ചോദിക്കാനായിട്ട്. അപ്പൊ നമ്മളുടെ മക്കളുടെ മനസാക്ഷി പോലെ ഇരിക്കും. മക്കളെ നോക്കാത്ത അച്ഛനമ്മമാരെ നോക്കണോ വേണ്ടോ എന്നുള്ളത് നമ്മളുടെ മനസാക്ഷി പോലെ ഇരിക്കും. അല്ല, ഇപ്പൊ ചേച്ചി അമ്മയായിട്ട് ഇപ്പൊ ഒരു കോണ്ടാക്റ്റും ഇല്ല കുറെ വർഷം, പക്ഷെ അമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അപ്പം അമ്മയ്ക്ക് എന്തെങ്കിലും വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റി നേരം ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവോ? എന്റെ ഒരു ഡൗട്ടാണ്. കാരണം ഇത്രയും വർഷമായിട്ട് ഒരു കോണ്ടാക്ട് ഇല്ല. അമ്മയ്ക്ക് വന്നു എന്ന് അറിയുമ്പോ എനിക്ക് ഫീലിംഗ് ഉണ്ടാവും. തീർച്ചയായിട്ടും എൻ്റെ അമ്മയല്ലേ, എനിക്ക് ഫീലിംഗ് ഉണ്ടാവും. പക്ഷെ അത് എനിക്ക് ചുറ്റുമുള്ളവർ, അതായത് ഇപ്പൊ എന്റെ പൊന്നമ്മ ബാബു ആന്റിക്ക് എന്തെങ്കിലും വന്നു, അല്ലെങ്കിൽ ഊർമിള ഉണ്ണി ആന്റിക്ക് എന്തെങ്കിലും വന്നു, അല്ലെങ്കിൽ ശ്രീദേവി ഉണ്ണി ആന്റിക്ക് എന്തെങ്കിലും വന്നു എന്ന് കേൾക്കുമ്പോ വരുന്നത്രയും ഒരു ഫീൽ എനിക്ക് വരുമോന്ന് എനിക്കറിയില്ല. അത് നമുക്ക് വന്നാൽ മാത്രമേ അറിയുള്ളൂ. പക്ഷേ എൻ്റെ അച്ഛൻ മരിച്ച സമയത്ത് അച്ഛനെ കാണാനായിട്ട് എനിക്ക് പോകാൻ പറ്റിയില്ലല്ലോ. ഒന്ന് കോവിഡിന്റെ ടൈം ആയിരുന്നു അച്ഛൻ മരിക്കുന്നത്. പിന്നെ കോവിഡിന്റെ പീക്കിലാണ് അച്ഛൻ അസുഖം വരുന്നത്. സ്റ്റാർട്ടിങ് ടൈമിലാണ് അച്ഛൻ അസുഖം വരുന്നത്. അച്ഛനെ എയിംസിലേക്ക് കൊണ്ടുവന്നു. 1.5 വർഷത്തോളം ഞാൻ തന്നെയാണ് ട്രീറ്റ് ചെയ്തതൊക്കെ. പക്ഷെ അതിനുശേഷം അച്ഛനൊന്ന് ഹെൽത്തി ആയി എന്ന് അച്ഛന് തോന്നിയ ഒരു സമയത്ത് അച്ഛനൊന്നുണ്ടായ വാക്കുകളൊക്കെ എനിക്ക് വിഷമം ഉണ്ടായിട്ട് അതും മനഃപൂർവ്വമായിട്ട് വേണ്ട എന്ന് വിചാരിച്ച് തിരിഞ്ഞു നടക്കുകയാണ് ചെയ്തത്. എല്ലാത്തിടത്തൊന്നും പിൻവലിയുന്ന ഒരാളാണ് ഞാൻ. എല്ലാത്തരം ബന്ധങ്ങളിൽ നിന്നും എല്ലാത്തരം സൗഹൃദങ്ങളിൽ നിന്നും ഒക്കെ മാനസികമായിട്ട് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ വരുമ്പോൾ ഞാൻ തന്നെ തിരിഞ്ഞു നടക്കുകയാണ് ചെയ്യുന്നത്. അവരാരും നമ്മളെ നിഷേധിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഞാനാണ് എല്ലാത്തിനും ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ അച്ഛനെ കാണാനായിട്ട് പോകാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ കാസർഗോഡ് എത്തണം. അച്ഛന്റെ ബോഡി അങ്ങനെ വെക്കാവുന്ന ഒരു സാഹചര്യത്തിലല്ല. ക്യാൻസർ ആയിരുന്നു അച്ഛന്. അപ്പം പെട്ടെന്ന് ക്രിമേറ്റ് ചെയ്യണം. കോവിഡിന്റെ പ്രോട്ടോകോൾസ് ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അച്ഛനെ കാണാൻ പോണം എന്ന് ഞാൻ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞതുമില്ല. ഞാൻ തൃശ്ശൂർ ഔഷധിയില് ട്രീറ്റ്മെന്റിലായിരുന്നു. അപ്പോ ഉഴിയാനായിട്ട് ഇങ്ങനെ ഉഴിയാനായിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ആ സമയത്ത് ഒരു കോള് വരികയും അച്ഛൻ മരിച്ചു എന്ന് പറയുകയാണ് ചെയ്തത്. ഒരു രാവിലെ ഒരു 6 മണി 7 മണി ആ ഒരു ടൈമിന്റെ ഉള്ളില്. അപ്പോ ഒരു മനസ്സിങ്ങനെ ഒരു കല്ലിച്ച ഒരു അവസ്ഥയിലായി. അത് കഴിഞ്ഞിട്ട് ആ ടേബിളില് പിന്നെ ഊഴിയാനായിട്ട്
കിടക്കുമ്പോഴൊക്കെ മുഖം വല്ലാതെ ഇരിക്കുന്നുണ്ട്, ഞാൻ കരയുന്നൊന്നും ഇല്ല. അപ്പം ഈ തെറാപ്പിസ്റ്റുകൾ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി എന്താന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഒന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞ് കുളിപ്പിച്ചൊക്കെ ഇറക്കി. അവർ തന്നെയാണല്ലോ നമ്മളെ കുളിപ്പിക്കുന്നൊക്കെ. എനിക്കൊരു ഡിസ്കിന്റെ ബുദ്ധിമുട്ടുണ്ട്, പ്രൊലാപ്സ്ഡ് ആയിട്ട്, അങ്ങനെയാണ് ഉഴിയാൻ പോയത്, ട്രീറ്റ്മെന്റിന് പോയത്. അപ്പൊ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോ എൻ്റെ അടുത്ത് ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഒരു ചെറിയ വിശേഷമുണ്ട്, എൻ്റെ അച്ഛൻ മരിച്ചുപോയി എന്ന് പറഞ്ഞു. അയ്യോ, അവർക്ക് ഭയങ്കര ഷോക്കായി. അപ്പൊ അവര് ചോദിച്ചു എന്നിട്ട് എന്താ പോകണ്ടേ? ഞാൻ പറഞ്ഞു പോകാൻ പറ്റുന്ന സാഹചര്യം അല്ല, ഇപ്പം 2 മണിക്കോ 3 മണിക്കോ എന്തോ ബോഡി എടുക്കും, 2 മണിക്ക് എന്തോ എടുക്കും, നമ്മൾ അവിടെ നിന്ന് എത്താനുള്ള ഒരു ഇതില്ല എന്ന് പറഞ്ഞു. തന്നല്ല, കുറച്ച് ആൾക്കാർക്ക് മാത്രമേ നിൽക്കാനും ഒക്കെ പറ്റുള്ളൂ. പിന്നെ അച്ഛനെ ജീവിച്ചിരുന്നപ്പോ അച്ഛൻ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അച്ഛനെ ഞാൻ നോക്കിയില്ലേ. പിന്നെ അവിടെ ചെന്ന് അച്ഛന്റെ നിർജീവമായ ഒരു ശരീരത്തിന്റെ അടുത്ത് പോയി നിൽക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ട് എന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ വെക്കൂ, അച്ഛനെ എനിക്ക് കാണണം എന്ന് ഞാൻ പറഞ്ഞേനെ, എനിക്ക് പറയാൻ തോന്നിയില്ല. അച്ഛനോട് ചെയ്യേണ്ടത് ഒരു മകൾ എന്ന നിലയിലുള്ള കടമ ഞാൻ നിർവഹിച്ചു കഴിഞ്ഞു എന്നാണ് എന്റെ വിശ്വാസം. ജീവിച്ചിരിക്കുമ്പോഴാണല്ലോ ഈ റിലേഷൻഷിപ്പുകളെല്ലാം ഉള്ളത്. മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എന്താണ്? അതായത് ആരെടുത്ത് കുഴിച്ചിട്ടാലും ബോഡി ക്രിമേറ്റ് ചെയ്യപ്പെടും, ആര് ദഹിപ്പിച്ചാലും ഈ ബോഡി കത്തും. അതിന് ഇന്ന ആള് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. പക്ഷേ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ആരോട് എന്തൊക്കെ ചെയ്തു എന്നുള്ളത് കൃത്യമായിട്ട് നമ്മുടെ ഓർമ്മകളിൽ ഉണ്ടാവും, അല്ലേ? കൃത്യമായിട്ട് ആ ആത്മാവിനും അറിയുന്നുണ്ടാവും. മരിച്ചുപോയ വ്യക്തി ബോഡിയല്ലേ മരിക്കുന്നുള്ളൂ, ആത്മാവിന് മരണമില്ലല്ലോ. അപ്പൊ ആ ആത്മാവും അറിയുന്നുണ്ടാവും. അപ്പോ ഞാൻ ചെയ്തു എന്നുള്ളൊരു ഇതിലിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേനും ജയ്ഷേട്ടൻ വന്നു. റൂമിലേക്ക് വന്നപ്പോ ഞാൻ ജയ്ഷേട്ടനെ കെട്ടിപ്പിടിച്ച് ഉറക്കെ കരഞ്ഞു. എന്റെ എല്ലാത്തരം ഫീലിങ്സും ഇറക്കി വെക്കാനുള്ള ഒരു ഇടം എന്ന് പറയുന്നത് എന്റെ ഭർത്താവാണ്. അപ്പൊ ജയ്ഷേട്ടനെ കെട്ടിപ്പിടിച്ച് ഞാൻ വാവിട്ട് കരഞ്ഞു. അതുവരെ ഞാൻ കരഞ്ഞില്ല. അതിനുശേഷം ഞാൻ കരഞ്ഞിട്ടില്ല, പിന്നെ കരഞ്ഞിട്ടില്ല. കരച്ചിലിങ്ങനെ വന്ന് അങ്ങ് പോകും. പിന്നെ ഈ കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്, നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഒരു ഉദാഹരണമാണ് എൻ്റെ അച്ഛൻ. കാരണം എന്ന് വെച്ചാല് എൻ്റെ അച്ഛനെ ഞാൻ എൻ്റെ ലൈഫ് ടൈമിൽ 5 or 6 പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ. 2 വയസ്സിൽ എൻ്റെ അമ്മയുടെ അടുത്തുനിന്ന് വേർപിരിച്ച അച്ഛനെ പിന്നെ ഞാൻ കാണുന്നത് എൻ്റെ 6ാമത്തെ വയസ്സിലാണ്. പിന്നെ ഒരു 12 or 13 വയസ്സായപ്പോ, പിന്നെ ഒരു 16 വയസ്സിന്റെ ഉള്ളിൽ ഒരു 5-6 തവണയൊക്കെ തന്നെ അച്ഛനെ കണ്ടിട്ടുള്ളൂ. അച്ഛനോട് വളരെ സ്നേഹമാണ് ഉള്ളിൽ, ഇപ്പോഴും എനിക്ക് ഭയങ്കര സ്നേഹം തന്നെയാണ്. അമ്മയോടുള്ളതിനേക്കാൾ കൂടുതൽ സ്നേഹം തീർച്ചയായിട്ടും എൻ്റെ അച്ഛനോട് തന്നെയാണ്. എനിക്ക് ഭയങ്കര സ്നേഹമാണ്. പക്ഷെ ഒരു സ്ത്രീ ആയതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മയ്ക്കൊപ്പം നിൽക്കും. എപ്പോഴും അമ്മേനെ ആയിരിക്കും മാനസികമായിട്ട് സപ്പോർട്ട് ഉണ്ടാകുന്നതെങ്കിലും ഒരു മകൾക്ക് എപ്പോഴും അച്ഛനോടായിരിക്കും അറ്റാച്ച്മെന്റ് കൂടുതൽ. അപ്പോ ഞാനിപ്പോ ഈ ഒരു സംസ്കാരത്തിലാണല്ലോ ജീവിക്കുന്നത്, ഹിന്ദു കൾച്ചറിലാണല്ലോ ജീവിക്കുന്നത്. എൻ്റെ അച്ഛനും ഒക്കെ ഇഷ്ടമാണ്. വളരെ മൂകാംബിക അമ്മയുടെ അടുത്തൊക്കെ പോവുകയൊക്കെ ചെയ്യുന്ന ആളായിരുന്നു അച്ഛൻ അങ്ങനെ ഒരു തീവ്രമായ ഒരു മതവിശ്വാസി ആയിരുന്നില്ല. അച്ഛൻ്റെ ഒക്കെ മനസ്സിലാ ഒരു ഇത് ഭയങ്കരമായിട്ട് ഹിന്ദു ഒരു ഉണ്ടായിരുന്നു, സ്പിരിച്വാലിറ്റി ഉള്ള ആളായിരുന്നു അച്ഛൻ. അതുകൊണ്ട് തന്നെ എൻ്റെ ആഗ്രഹം അച്ഛന് വേണ്ടിയിട്ട് ബലിയിടണം എന്നുള്ളത് എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഈ അച്ഛൻ മരിച്ച ആ സമയങ്ങളിലെല്ലാം ഞാനൊരു പിന്നെ അറൗണ്ട് ഒരു 13-14 ദിവസത്തോളം ഒക്കെ ഞാൻ അവിടെ ട്രീറ്റ്മെന്റിലായിരുന്നു. അപ്പൊ ഈ ബലിയിടേണ്ട സമയം സത്യം പറഞ്ഞാൽ കഴിഞ്ഞുപോയി. അത് കഴിഞ്ഞിട്ട് ഒരു കർത്തവാവ് എന്തോ വന്നപ്പോ ഞാൻ പ്ലാൻ ചെയ്യുമ്പോൾ എനിക്ക് ശാരീരികമായിട്ട് അശുദ്ധിയായിട്ട് ബലിയിടാനായിട്ട് പോകാൻ പറ്റിയില്ല. അപ്പൊ എവിടെയോ ഇങ്ങനെ ആരോ പറഞ്ഞു, എൻ്റെ അടുത്ത് ഹസ്ബൻഡോ ആരോ എനിക്ക് പറഞ്ഞു തന്നു, നമുക്കിനി അടുത്ത കർക്കിടക വാവ് വരുമല്ലോ, ആ സമയത്ത് ബലിയിടാം എന്ന് ഓർത്തു. അപ്പൊ ആ ബലിയുടെ സമയത്ത് അതേപോലെ തന്നെ എനിക്ക് അശുദ്ധിയായിട്ട് എനിക്ക് ബലിയിടാനായിട്ട് പോകാനായിട്ട് പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബിഗ് ബോസിലായി. ബിഗ് ബോസിൽ പോകുമ്പോൾ നമുക്ക് ഇടാൻ പറ്റുന്നില്ല. പക്ഷെ എന്നിട്ട് ഞാൻ ചോറൊക്കെ, എനിക്ക് മന്ത്രമൊന്നും ജപിക്കാൻ അറിയില്ല, ചോറൊക്കെ ഉരുട്ടി ഞാൻ വെച്ചു അച്ഛന് വേണ്ടിയിട്ട്. അവിടെ മനസ്സുകൊണ്ട് തർപ്പണം ചെയ്തു പോന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം 3 വർഷമായി. ആ ബിഗ് ബോസും കഴിഞ്ഞിപ്പോ 3 വർഷമായല്ലോ. അപ്പൊ അച്ഛൻ മരിച്ചിട്ട് 4ാമത്തെ വർഷമാണ്. ഇത്രയും വർഷവും കർക്കിടക വാവിനോ അല്ലെങ്കിൽ അച്ഛന്റെ ആണ്ടുബലിക്കോ എനിക്കൊരു ബലി ഇടാനായിട്ട് സാധിച്ചിട്ടേ ഇല്ല അച്ഛന്. ഒന്നുകിൽ എനിക്ക് ശാരീരികമായിട്ട് അശുദ്ധിയായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ ഈ വർഷമൊക്കെ ഇവിടെ പുലവാലായ്മയായിരുന്നു. ഹസ്ബൻഡിന്റെ ഫാമിലിയിൽ എല്ലാവരും, ഹസ്ബൻഡിന്റെ അമ്മാവനും ചിറ്റയും മരിച്ചു. അപ്പൊ ഹസ്ബൻഡിനൊന്നും ബലിയിടാനായിട്ട് പോകാൻ പറ്റില്ല. അപ്പോ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് ആ തടസ്സം വരും. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഈ നമ്മൾ ചെയ്യുന്ന പുണ്യപാപങ്ങളെല്ലാം എവിടെയോ എഴുതപ്പെടുന്നുണ്ട്, എവിടെയോ അതിന്റെ ഒരു കർമ്മ എന്ന് പറയുന്നത് തിരിച്ചു വരുമോ. കർമ്മ എന്ന് പറയുന്നത് നിലനിൽക്കുന്ന ഒരു സാധനമാണെന്ന് എനിക്ക് എൻ്റെ അച്ഛന്റെ കാര്യത്തിൽ തോന്നും. ഒരിക്കലും എനിക്ക് ആ ഒരു കാര്യം ചെയ്യാനായിട്ട് സാധിക്കില്ല.
ഈ വർഷം പറ്റട്ടെ, നോക്കട്ടെ ഇനിയത്തെ വർഷം പറ്റുമോ നോക്കാം. ചേച്ചി എപ്പോഴെങ്കിലും അമ്മേനെ ഇനി വിളിക്കണം അല്ലെങ്കിൽ ഒന്ന് കാണണം എന്നൊക്കെ? ഇല്ല, അതൊരു 8 or 10 ഒരു 12 കൊല്ലത്തിന് മുന്നേ ആയിരിക്കും അമ്മയോട് ഏറ്റവും അവസാനമായിട്ട് ഞാൻ സംസാരിച്ചത്. എൻ്റെ ജീവിതത്തിൽ ഉടനീളം എനിക്ക് ആ 12 കൊല്ലം വരെ മുൻപ് വരെ മിസ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ്. അതായത് എനിക്ക് ഓർമ്മ വെച്ചപ്പോ തൊട്ട് അങ്ങനെ ഒരു ദിവസമാണല്ലോ അമ്മ മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ 14.5 വയസ്സ് വരെ വളർന്നത്. ആ വയസ്സിന് ശേഷമാണ് അമ്മ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഞാൻ അറിയുന്നതും അമ്മയെ കാണാനായിട്ട് പോയതും ഒക്കെ. പിന്നീടും എനിക്ക് മിസ് ചെയ്യുന്ന ഒരു വ്യക്തി, എപ്പോഴും മിസ് ചെയ്യുന്നത് എൻ്റെ അമ്മയാണ്. എനിക്കൊരു പനി വന്നാൽ, എനിക്കൊരു അസുഖം വന്നാൽ, ഇല്ലെങ്കിൽ എനിക്ക് സന്തോഷം വരുമ്പോൾ, എനിക്ക് സങ്കടം വരുമ്പോൾ, മൂഡ് സ്വിങ്സ് വരുമ്പോൾ ഒക്കെ എനിക്ക് മിസ് ചെയ്യുന്ന വ്യക്തി അമ്മയാണ്. കല്യാണം കഴിഞ്ഞിട്ട് പോലും പല പ്രാവശ്യം ഞാൻ ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് അമ്മയെ കാണാനായിട്ട് പോയി അവിടെ നിൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് എന്നോട് ഇത്ര സുഖകരമായൊരു സ്നേഹത്തിലൊന്നും അല്ല അവർ ഇടപെടുന്നതെങ്കിൽ പോലും അവരെന്ന് ഉദ്ദേശിക്കുന്നത് ആ ഹോൾ ഫാമിലി, എൻ്റെ ഫാമിലി വലിയ സന്തോഷം, പ്രത്യേകിച്ച് മതത്തിൽ നിന്ന് പോയി കല്യാണം കൂടെ കഴിച്ചിട്ട് ജയശേട്ടനെ കാണണം എന്ന് പറഞ്ഞിട്ട് ജയശേട്ടനെ ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട്. കാസ്റ്റ് കൺവേർട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞു, അതിനോട് നമുക്കൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ ഇരുന്നു. പിന്നെയും കായംകുളം വഴിയൊക്കെ പോകുമ്പോൾ ഞാൻ അമ്മയെ കാണാൻ കയറാറുണ്ട്. എന്തെങ്കിലും 2 വാക്ക് പറയും, എൻ്റെ കയ്യിലുള്ള കാശോ എന്തെങ്കിലുമൊക്കെ അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഒരു പ്രോപ്പർ ആയിട്ട് എല്ലാ ദിവസവും വിളിച്ച് അല്ലെങ്കിൽ മോൾ എന്ത് ചെയ്യുന്നു ഇങ്ങോട്ട് വിളിച്ച് അങ്ങനെയൊന്നും ചെയ്യാറില്ല. ചെയ്തിരുന്നെങ്കിൽ എന്ന് എനിക്ക് എപ്പോഴും ആഗ്രഹം തോന്നും. എൻ്റെ ആഗ്രഹം കൊണ്ടാണ് ഞാൻ അമ്മയെ കാണാൻ പൊക്കോണ്ടിരുന്നതൊക്കെ. പിന്നെ ഇങ്ങനെ എനിക്ക് മിസ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ അമ്മയെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ഭയങ്കരമായിട്ട് ചീത്ത വാക്കുകൾ പറയും നമ്മളെ. എന്തിനാന്ന് പോലും അറിയില്ല, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. ഞാൻ നിസ്കരിക്കായിരുന്നു, നിനക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് വെച്ചിട്ട് പോ എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെയാണ് അമ്മയുടെ എപ്പോഴും സംസാരം. അങ്ങനെ 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 പിന്നെ ചീത്ത വാക്കുകൾ, നല്ല കടുകട്ടി ചീത്ത വാക്കുകളൊക്കെ അമ്മ പറയും. അപ്പോൾ അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ദിവസം 12 വർഷത്തിന് മുൻപ് എനിക്ക് തോന്നി, ഇതേ ഒരു തോട്ട് എനിക്ക് വരികയാണ്, ഒരു കാര്യം ഇല്ല എന്ന് വെക്കുന്നിടം വരെയല്ലേ നമുക്ക് പ്രശ്നമുള്ളൂ. ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് അന്വേഷിച്ചു പോയില്ല, അത്തരം ചിന്തകളൊന്നും നമുക്ക് വരില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അമ്മയുടെ അടുത്ത് തന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾ പറയുന്ന പോലെയൊക്കെ തിരിച്ചു പറയാൻ എനിക്ക് നല്ലതുപോലെ അറിയാം. ഈ തെറി ചീത്ത എന്നൊക്കെ പറയുന്നത് മലയാള ഭാഷയിലെ ആലങ്കാരിക പദങ്ങളാണ്, മനസ്സിലായില്ലേ? ഇതൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ എല്ലാ മനുഷ്യന്മാർക്കും അറിയാം. പിന്നെ ഇത് ഉപയോഗിക്കണോ വേണ്ടോ എന്നുള്ളത് അവരവരുടെ സംസ്കാരം പോലെയാണ് നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നത്, അല്ലാണ്ട് അറിയാഞ്ഞിട്ടല്ല. എല്ലാ മനുഷ്യർക്കും അറിയാം. അപ്പോ എൻ്റെ സംസ്കാരം അനുവദിക്കാത്തതുണ്ട്. പക്ഷെ ഇനി ഒരമ്മ എന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ വിളിക്കുകയോ കാണുകയോ അന്വേഷിക്കുകയോ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് 12 കൊല്ലത്തിന് മുൻപ് ആ ബന്ധം ഞാൻ അവിടെ ഉപേക്ഷിച്ചതാണ്. എനിക്കറിയില്ല ഇനി ആ നാളെ അമ്മയ്ക്ക് എന്തെങ്കിലും വന്നു എന്നറിഞ്ഞപ്പോലും അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അമ്മയ്ക്ക് എൻ്റെ അടുത്തേക്ക് വരാം. പക്ഷെ ഞാനായിട്ട് അമ്മയെ പോയി കാണുമെന്നോ അല്ലെങ്കിൽ എന്താ പറയാ, എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അസോസിയേഷനിൽ ഒരുപാട് അമ്മമാരുണ്ട്. ഇപ്പൊ അതേ ഓമന ഔസേഫ് എന്ന് പറഞ്ഞ അമ്മയ്ക്ക് മുട്ടിന് നീ സർജറി ആയിരുന്നു. അപ്പൊ ഞങ്ങൾ കാണാൻ പോയി, അമ്മയുടെ അടുത്തിരുന്ന് പാട്ടൊക്കെ പാടിക്കൊടുത്തു, അങ്ങനെ ചെയ്തു. ലളിതാമ്മയെ ഒരു മകളെ പോലെ ഞാൻ നോക്കിയിട്ടുണ്ട്. ലളിതാമ്മയുടെ കൂടെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്, എല്ലാം നിന്നിട്ടുണ്ട്. അതുപോലെ എന്താ പറയാ, ഒരുപാട് അമ്മമാർ അമ്മയുടെ ഉള്ളിൽ തന്നെ ഉണ്ട്, അമ്മമാരുണ്ട്. അവരുടെയൊക്കെ വിശേഷങ്ങൾ അന്വേഷിക്കാറും സങ്കടപ്പെടാറും ഒക്കെ ഉണ്ട്. മേളിൽ എന്ന് പറഞ്ഞ ഒരു ആന്റി ഉണ്ട്, എനിക്ക് ഒത്തിരി സ്നേഹമാണ് മേളിൻ ആന്റിയുടെ അടുത്ത്. പിന്നെ ചേർത്തല ലളിത ആന്റി, സിനിമയിൽ ഞാൻ വരാൻ കാരണക്കാരിയും കൂടിയായ ഒരു ആന്റിയാണ് ചേർത്തല ലളിത ആന്റി. കാലടി ഓമന അമ്മ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു അമ്മയാണ് കാലടി ഓമന അമ്മ. ജീജ സുരേന്ദ്രൻ ആന്റി, ഇങ്ങനെ കുറേ അമ്മമാരുണ്ട്. എനിക്ക് ഒത്തിരി അമ്മമാരുടെ സ്നേഹത്തിന്റെ നടുക്കാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ഈ അമ്മമാർക്ക് എന്തെങ്കിലും പറ്റിയെന്ന് കേൾക്കുമ്പോൾ തോന്നുന്ന ഒരു വിഷമോ ഇതൊന്നും വരുമെന്നോ അല്ലെങ്കിൽ ഞാൻ ഇനി എൻ്റെ അമ്മയെ കാണാനായിട്ട് പോകുന്നൊന്നും എനിക്കറിയില്ല. ഞാനായതുകൊണ്ട് ഒരു സാധ്യതയില്ല. വേണ്ട എന്നൊരു ഒന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടാന്ന് വെക്കാൻ വളരെ മനക്കെട്ടിയുള്ള ആളാണ്. അതുകൊണ്ട് അങ്ങനെ ഞാൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നതേ ഇല്ല. എനിക്ക് തോന്നുന്നു മാധു ഭയങ്കര ലക്കി ആയിരിക്കും. കാരണം നമുക്ക് ബാല്യത്തിൽ കിട്ടും, ഇപ്പൊ ചേച്ചിക്ക് കിട്ടാത്ത ഒരു അമ്മയുടെ സ്നേഹം അല്ല അപ്പൊ അതെല്ലാം ഇപ്പൊ ചേച്ചി മാധുവിന് കൊടുക്കുന്നുണ്ട്. അതെനിക്ക് പറ്റില്ല. ഞാൻ ചോദിച്ചു അമ്മ അല്ല മാധു ഇങ്ങനെ പറഞ്ഞു അമ്മ എന്നെ ചീത്ത പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്ത് ചീത്ത അമ്മ, അപ്പൊ അടിക്കണം എങ്ങനെയാ അത് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. അമ്മ ഇന്നേ വരെ മാധുവിനെ അടിച്ചത് ഇങ്ങനെ അടിക്കുള്ളൂ, ഇങ്ങനെ പിടിക്കും കൈ, എന്നിട്ട് ചന്തിക്ക് ഇങ്ങനെ
ഇങ്ങനെയാണ് അടിക്കുക. അപ്പൊ എനിക്ക് മനസ്സിലായി, കാരണം ചേച്ചിക്ക് ആ ഒരു സ്നേഹം കിട്ടിയത്. അപ്പൊ നമുക്കൊരു ആഗ്രഹമുണ്ട്, നമുക്കൊരു മോളുണ്ടാകുമ്പോൾ ഒരു 100 അല്ല ഒരു 110 മടങ്ങ് അവരെ നല്ല വഴക്ക് പറയും മാധുവിനെ. മാധുവിന്റെ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട്. മാധുവിന് ഞങ്ങൾ 12 വർഷം കാത്തിരുന്ന് കിട്ടിയതാണ്. മാധു സുപ്രീം പ്രിമച്വർ ബേബി ആയിരുന്നു. പ്രഗ്നൻസിയുടെ 27th വീക്കിലാണ് മാധു ജനിച്ചത്. 1 kg ഉണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ ശരിയാണ്. പക്ഷെ അത്തരം എന്താ പറയുക ഇളവുകളൊന്നും മാധുവിന്റെ കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം. മാധുവിനെ ഞാൻ തല്ലാറില്ലെന്നുള്ളതേ ഉള്ളൂ, നല്ല വഴക്ക് പറയാറുണ്ട് മാധുവിനെ. ഈ ഒരു പ്രായത്തിൽ നമ്മൾ കുട്ടികളെ എന്താ പറയാ അവരുടെ ക്യാരക്ടർ മോഡിഫിക്കേഷന് കാര്യങ്ങളെല്ലാം നടക്കുന്ന ഒരു സമയമല്ലേ. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവാറുണ്ട്. ഈ ഭക്തി അങ്ങനത്തെ കാര്യമൊന്നും കമ്പൽ ചെയ്യുന്നില്ലെങ്കിലും ഒരു കുട്ടി സമൂഹത്തിൽ എങ്ങനെയാണ് വളരേണ്ടതെന്നുള്ളൊരു ബോധം നമുക്കുണ്ടല്ലോ. ആ ബോധത്തിൽ തന്നെയാണ് മാധുവിനെ വളർത്തുന്നത്. അതിലൊന്നും മാധു നന്നായിട്ട് പഠിക്കണം, നിർബന്ധമാണ്. പിന്നെ എന്താ പറയാ അച്ഛനെ റെസ്പെക്ട് ചെയ്യണം, അമ്മയെ എന്നെ റെസ്പെക്ട് ചെയ്യണമെന്ന് ഞാൻ അങ്ങനെ പറയാറില്ല. പിന്നെ മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യണം. വിളക്ക് കത്തിക്കുമ്പോൾ നിർബന്ധമായിട്ടും വന്ന് നിന്നിരിക്കണം. എന്തെങ്കിലും മാധു അത് എടുത്തോണ്ട് വരൂ എന്ന് പറഞ്ഞാൽ മാധു ചെയ്തിരിക്കണം. മാധു പിന്നെ കുളിക്കാൻ പറഞ്ഞാൽ മാധു കുളിച്ചിരിക്കണം. ഇങ്ങനെ കുട്ടിയുടെ കുറച്ചു നേരമൊക്കെ ഞാൻ അത് വിട്ടുകൊടുക്കും. പക്ഷെ പിന്നെ ഞാൻ അങ്ങനെ സമ്മതിക്കാറില്ല. മാധുവിനെ കുറുമ്പ് കാണിച്ചാലൊക്കെ നല്ല വഴക്കും അടി കിട്ടാറില്ലെന്നേ ഉള്ളൂ. അടിക്കുന്നില്ല, ഞാൻ അടിയൊക്കെ എടുത്തിവിടെ വെക്കും. അത് അവക്കും അറിയാം, ഉപദ്രവിക്കില്ല. പക്ഷെ ചീത്ത വഴക്കുണ്ടാക്കും. വഴക്ക് പറയുന്നത് ഭയങ്കര ഫീൽ ചെയ്യും, അതിന് നന്നായിട്ട് ഫീൽ ചെയ്യും. അല്ല, എനിക്ക് മാധു എന്താ വലുതാകുമ്പോ തിരിച്ച് ഈ സ്നേഹങ്ങളെല്ലാം ചേച്ചിക്ക് തന്നെ തരട്ടെ എന്ന് ഞാൻ ഭയങ്കരമായിട്ട് അങ്ങനെ ഒരു പ്രതീക്ഷയില്ല മോളെ. കാര്യം എന്ന് വെച്ചാല് ഞാൻ സ്നേഹിച്ചവരാരും എന്നെ തിരിച്ച് സ്നേഹിച്ചിട്ടില്ല. അതുകൊണ്ട് ആകെ ജയശേട്ടനുള്ളു. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ജയശേട്ടനെ സ്നേഹിക്കുന്നതിനെക്കാട്ടിലും ജയശേട്ടൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. അത് എന്റെ മിടുക്കല്ല, അത് ജയശേട്ടന്റെ കഴിവാണ്. എന്നെ കൊണ്ടു നടക്കുന്നത് ജയശേട്ടന്റെ കഴിവാണ് കേട്ടോ, അല്ലാണ്ട് എന്റെ മിടുക്കല്ല. ഞാൻ ഒരു ഭർത്താവിനോട് ഇങ്ങനെയൊക്കെയാണോ പെരുമാറേണ്ടതെന്ന് ചോദിച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ് ജയശേട്ടൻ കല്യാണം കഴിച്ചോട്ടെ. ഇന്നും ആ കുട്ടി ജയശേട്ടന്റെ മുന്നിൽ അങ്ങനെ വളർന്നു വലുതായിട്ടൊന്നും ഇല്ല. ഇപ്പൊ 40 വയസ്സായി എനിക്ക്. പക്ഷെ ആ ഒരു മെച്യൂരിറ്റിയിൽ എനിക്ക് ജയശേട്ടൻ്റെ അടുത്ത് ഒരു ദിവസം പോലും പെരുമാറാൻ പറ്റില്ല. ഒരു 100 സോറി എങ്കിലും ഞാൻ ഒരു ദിവസം ജയശേട്ടനോട് ഇപ്പോഴും പറയാം. ജയശേട്ടൻ പറയാം ഇതും അതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലല്ലോ. മാധുവിനെ എന്നെയും കൂടെ ഒരു വലിയ വ്യത്യാസത്തിലൊന്നും ജയശേട്ടൻ കാണുന്നില്ല. അത് ജയശേട്ടൻ എന്നെ ഇങ്ങോട്ട് സ്നേഹിക്കുന്നത് ജയശേട്ടന്റെ മനസ്സിന്റെ വലിപ്പമാണ്. അല്ലാണ്ട് എക്സെപ്റ്റ് ജയശേട്ടൻ ഞാൻ ആരെ സ്നേഹിച്ചാലും എനിക്ക് ആ സ്നേഹവും കരുതലും സപ്പോർട്ടും ഒന്നും ഒരിടത്തുനിന്നും എനിക്ക് കിട്ടാറില്ല. അതിപ്പം ഞാൻ മകളായതുകൊണ്ട് മകൾ എന്നെ തിരിച്ച് സ്നേഹിക്കണം എന്നൊരു വാശിയും എനിക്കില്ല. കാരണം ഞാൻ എല്ലാമായിട്ട് ഞാൻ ഭയങ്കര യൂസ്ഡ് ആണ്. എല്ലാത്തരം നിരാസങ്ങളുമായിട്ട്, എല്ലാത്തരം നിരാകാരങ്ങളുമായിട്ട്, എല്ലാ തിരസ്കാരങ്ങളുമായിട്ടൊക്കെ ഞാൻ വളരെ യൂസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് ഇന്ന വ്യക്തി എന്നോട് ഇന്ന രീതിയിൽ പെരുമാറണം എന്ന് എനിക്ക് യാതൊരു നിർബന്ധവും ഇല്ല. ഞാൻ ചേച്ചിയുടെ ഓൾഡ് ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞു, ചേച്ചിക്ക് വീട്ടിൽ എപ്പോഴും എല്ലാ സാധനങ്ങളും നിറഞ്ഞു ഒന്നും ഉണ്ടാക്കിയില്ലേലും കുഴപ്പമില്ല. അപ്പൊ ജയശേട്ടൻ പറഞ്ഞു വീട്ടിൽ വന്ന് നോക്കുമ്പോ അറിയാം മാർജിൻ ഫ്രീ മാർക്കറ്റ് ആണ്. അപ്പൊ ഞങ്ങൾ ഒരു ദിവസം ഹോം ടൂർ ചെയ്യാൻ വരുന്നുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതായത് ഇപ്പോഴും ഞാൻ ഇപ്പൊ വീട്ടിൽ നിൽക്കുന്നെങ്കിൽ ഞാൻ പ്യോർ വെജിറ്റേറിയൻ ആണ്. ഒരു നോൺ വെജ് മുട്ട കഴിക്കില്ല, മുട്ട ചേർത്തൊരു സാധനം പോലും ഞാൻ കഴിക്കില്ല. പക്ഷേ ഇവിടെ ഒരു മീൻകാരി ചേച്ചി വരും, ലക്ഷ്മി കരിമീൻ എടുക്കട്ടെ? ആയിക്കോട്ടെ. ഇവിടെ കരിമീൻ കഴിക്കുന്ന 2 പേരാണ്. ഒന്നൊരാള് കുഞ്ഞാണ്, അതിനൊരു അംഗമായിട്ട് പോലും നമുക്ക് കൂട്ടാൻ പറ്റില്ല. അപ്പൊ പക്ഷെ ഹസ്ബൻഡ് 1 എണ്ണം 2 എണ്ണം ഒക്കെ, ഏട്ടനൊക്കെ കുഞ്ഞി വയറാണ്, വളരെ കുറച്ചേ ഭക്ഷണം കഴിക്കുള്ളൂ. അപ്പൊ കരിമീൻ എടുത്ത് കഴിയുമ്പോഴത്തേനും ചെമ്മീൻ എടുക്കട്ടെ കുറച്ച്. അതിന് ചെമ്മീൻ വല്ലപ്പോഴും ഒക്കെ ഇഷ്ടമാണല്ലോ, അപ്പൊ ചെമ്മീൻ എടുത്തു. അപ്പൊ അയല എടുക്കട്ടെ. ഇങ്ങനെ ഫ്രീസർ നിറയും. അത്രയ്ക്ക് എടുക്കും. അതായത് ഇവര് കൊണ്ടുവന്നതിന്റെ ഒരു ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഞാൻ മേടിക്കും. അവരെന്നെ നന്നാക്കിയൊക്കെ വെച്ചിട്ട് പോകും. അപ്പൊ അത് ചെയ്യും. പിന്നെ മാർജിൻ ഫ്രീയിൽ പോയി കഴിഞ്ഞാൽ മറ്റേ എന്താ പറയാ വൻപയറ്, ചെറുപയറ്, പരിപ്പ് കഴിച്ച് മടുത്തിട്ടല്ല, പക്ഷെ ഇങ്ങനെ പല സാധനങ്ങൾ ഇത് വേണം. അരിപ്പൊടി, മറ്റേ ഗോതമ്പ് പൊടി, ഇങ്ങനെ സർവ്വ സാധനങ്ങളും വേണം. ഇതെല്ലാം പച്ചക്കറികളെല്ലാം വാങ്ങിച്ച് നിറച്ച് വെക്കുന്ന ആ ദിവസം കൃത്യമായിട്ട് ഞാൻ 10-20 ദിവസം പിന്നെ വീട്ടിലുണ്ടാവില്ല. ഓണത്തിന് മുമ്പ് മേടിച്ച മീൻ ഇതുവരെ തീർന്നിട്ടില്ല. ഇന്നലെ ആ ചേച്ചി ഞാൻ പോയി മീനെല്ലാം മേടിച്ചു വെച്ച് ഒരു ദിവസം ഇല്ല, എല്ലാം ഫ്രീസറിൽ അങ്ങനെ ക്ലീൻ ചെയ്ത് വെക്കുകയല്ലേ. നമുക്ക് കിട്ടുന്നതൊക്കെ കൊല്ലങ്ങൾ പഴക്കമുള്ളതാ കൊച്ചേ.
ഓണത്തിന്റെ അന്ന് മേടിച്ചിട്ട് ഓണത്തിന് മുമ്പ് ഇനി 2 കരിമീനും കൂടെ അതിൽ ബാക്കിയുണ്ട്, വന്നാ കാണിച്ചു തരാം ഞാൻ. എന്നിട്ട് പിന്നെ എന്താ പറയാ, ഇന്നലെ വന്നു ആ ചേച്ചി. ഞാൻ പറഞ്ഞു നവരാത്രി വ്രതം തുടങ്ങി ചേച്ചി, ഇനി ആരും കഴിക്കില്ല, മീനൊന്നും വെക്കുന്നില്ല, അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞിട്ട് വിട്ടു. ചേച്ചി മനസ്സ് വിഷമിച്ചാണ് ഇവിടുന്ന് പോയേക്കുന്നത്. പച്ചക്കറിയൊക്കെ വന്നിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ദൂരെ കളയുക. പിന്നെ അടുത്തത് വീണ്ടും ഇങ്ങനെ നിറഞ്ഞു കഴിയുമ്പോ കൃത്യമായിട്ട് ഷൂട്ടിംഗ് വരും, നമ്മള് പോകും. കുറെ ദിവസം ഉണ്ടാവില്ല. ചേച്ചിയുടെ കുക്കിംഗ് ഒന്നും അറിയില്ല. അപ്പൊ ഏട്ടൻ പറയും, ക്ലീനിങ് ഒക്കെ ഒരുവിധം ഏട്ടൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ഏട്ടൻ പറയും ഇനി കുക്കിംഗ് കൂടെ പഠിച്ചിട്ട് അതും കൂടെ ചെയ്യണം എന്നോർത്തിട്ട് മനഃപൂർവ്വം പഠിക്കാത്തതാണത്. കുക്കിംഗ് ചേച്ചി ഭയങ്കര ബ്രാൻഡ് കോൺഷ്യസ് ആണ്. അതെ 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 അതെ. ഒരുപാട് ബ്രാൻഡ് ഐറ്റംസ് ഉണ്ട്. പക്ഷെ എനിക്ക് ഹോം ടൂറോ ഇവിടുന്ന് മൊത്തം അങ്ങ് നിരത്താൻ തോന്നുന്നു. ഏതൊക്കെ ബ്രാൻഡ്സ് ഉള്ളത്? എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹോം അപ്ലയൻസസ് ആണോ? അല്ല, ഹോം അപ്ലയൻസ് അല്ല, ഡ്രസ്സിന്റെയും ബാഗ്. ഡ്രസ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, ഞാൻ എനിക്ക് എന്റെ ഡ്രസ് എല്ലാം എപ്പോഴും ഒന്നുകിൽ കോട്ടൺ അല്ലെങ്കിൽ പട്ടാണ്. അല്ലാത്ത സാരി, ഇതൊക്കെ ഈ മൊഡാൾ സിൽക്ക് എന്ന് പറഞ്ഞ സാരിയാണ്. അപ്പം ഇങ്ങനത്തെ ഒക്കെ വളരെ കുറച്ച് സാരികളൊക്കെ ഉള്ളൂ, വളരെ കുറച്ച്. ഞാനൊരു ദിവസം സാരീസിന്റെ എന്തായാലും കാണിച്ചു തരാം. അപ്പൊ പട്ട് സാരിയും കോട്ടൺ സാരിയാണ് ഏറ്റവും കൂടുതൽ. അപ്പൊ അതിൽ തന്നെ പ്യോർ പട്ട്, പ്യോർ കോട്ടൺ, ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ എനിക്കുള്ളത്. എന്റെ ഈ ഇതിലൊക്കെ പ്രോഗ്രാംസിലൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പൊ സൽവാർസ് ആണെങ്കിലും അങ്ങനെയാണ്, ഒന്നുകിൽ പട്ട് അല്ലെങ്കിൽ കോട്ടൺ. ഇത് രണ്ടും ഫാബ് ഇന്ത്യയുടെ ആയിരിക്കും. ഫാബ് ഇന്ത്യക്ക് ഒരു 2-3 ഡ്രസ്സ് മേടിച്ചിറക്കുമ്പോ ഒരു 35,000, 40,000, 50,000 ഒക്കെ. അങ്ങനെ നമ്മള് ബിഗ് ബോസിൽ നിൽക്കുന്ന സമയത്ത് പോലും വീട്ടിലിടുന്ന കുർത്തീസ് എല്ലാം ഫാബിന്റെയാണ്, അവരുടെയാണ് എല്ലാം. പാൻസ് എല്ലാം അവരുടെയാണ്. പിന്നെ W എന്നുള്ള ബ്രാൻഡ് ഭയങ്കര ഇഷ്ടമാണ്. ഈ 2 ബ്രാൻഡുകളാണ് ഞാൻ ഡ്രസ്സിൽ ഏറ്റവും കൂടുതലായിട്ട്. പിന്നെ ഖാദി, കോട്ടൺ, ഇങ്ങനത്തെ സാധനങ്ങൾ. ട്രഡീഷണൽ ബ്രാൻഡ്സ് അലർജി വരും, അലർജിക് ആവും ബോഡി. അതുകൊണ്ട് ഒരു സാധനം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് തന്നെ വീണ്ടും വീണ്ടും എടുക്കാന്നുള്ളതേ ഉള്ളൂ. ബാഗ്സിനോടൊക്കെ ക്രേസ് ഉണ്ട്. ബാഗ് ഒക്കെ ഉണ്ടായിരുന്നു, ബാഗ് ഷൂസ് ഒക്കെ ഒരു സമയത്ത് ഭയങ്കര ക്രേസ് ആയിരുന്നു. അപ്പൊ അതൊന്നും അത്ര മുതലാകുന്ന കാര്യമല്ല. പിന്നെ ജയശേട്ടൻ ഒരു സാധനം എടുക്കുന്നു എന്ന് വിചാരിക്കുക. ജയശേട്ടൻ ചിലപ്പോൾ ഒരു 8,000-ന്റെയോ 10,000-ന്റെയോ ഒക്കെ ആയിരിക്കും ജയശേട്ടൻ വാങ്ങിക്കുന്ന ഷർട്ടും സാധനങ്ങളൊക്കെ. ഏട്ടന്റെ ഷൂസ് എല്ലാം ഭയങ്കര ബ്രാൻഡഡ്, വുഡ്ലാൻഡ്സിന്റെ മറ്റൊക്കെയാണ്. അപ്പം ഇതൊക്കെ ഞാൻ ഏട്ടൻ എടുക്കുമ്പോ ഞാൻ സൈലന്റ് ആയിട്ട് നിൽക്കും. എടുത്തോ, കൊള്ളാലോ, സൂപ്പർ ആയിട്ടുണ്ടെന്ന്. ആ സമയം ഞാൻ എന്തിലെങ്കിലും ഒന്ന് കൈവച്ച അപ്പൊ തുടങ്ങി ജയിച്ചിട്ട്, നിനക്ക് ബാഗ് ഇല്ലേ ലക്ഷ്മി, നിനക്ക് ഇത്ര ബാഗ് ഉണ്ട്, പിന്നെ എന്തിനാ അതിന്റെ ആവശ്യം, എന്തിനാ എന്നൊക്കെ ചോദിക്കും. അപ്പൊ പിന്നെ അങ്ങനെ കണ്ണിങ്ങനെ ചുളുക്കി. ഇപ്പൊ ഞാനൊരു കുങ്കുമം വാങ്ങിക്കുന്ന, അത് പെണ്ണുങ്ങൾക്ക് ക്രേസ് ഇതൊക്കെയാണല്ലോ. അപ്പൊ എത്ര കുങ്കുമം ഉണ്ടെങ്കിലും വീണ്ടും വീണ്ടും ചെന്നിട്ട് കുങ്കുമം, ഈ പല കളർ കുങ്കുമൊക്കെ ഇഷ്ടാ. ഈ ചോപ്പിന്റെ തന്നെ പല ചോപ്പ്, മെറൂണിന്റെ തന്നെ പല മെറൂൺ, ഇതൊക്കെ ഇഷ്ടാ. അപ്പൊ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോ ഇതൊക്കെ കാണുമ്പോഴത്തേനും ഇത് വാങ്ങി, നിനക്ക് വേറെ പണി, നിനക്ക് കഴിഞ്ഞ ആഴ്ചയല്ലേ നീ മേടിച്ച, എന്തിനാന്ന് ചോദിക്കും. അപ്പൊ എനിക്ക് അങ്ങനെ പറയുമ്പോ എനിക്കത് മേടിക്കാനായിട്ട് തോന്നില്ല. അങ്ങനെയൊക്കെ ഈ ബാഗ്സിനോടൊക്കെ ഉള്ള ഇഷ്ടം അങ്ങനെ അങ്ങ് പോയിട്ട് ഒരു ബാഗ് തന്നെ മാക്സിമം യൂസ് ചെയ്യുക, ആ രീതിയില്. ബാഗ്സ് ഒക്കെ അങ്ങനെ ബ്രാൻഡഡ് അല്ല എടുക്കുന്നത്, അത് ഭംഗിയും കംഫർട്ടും നോക്കിയിട്ടാണ്. എനിക്ക് ഒത്തിരി വെയിറ്റ് ഉള്ള ബാഗ് ഒക്കെ തോളിൽ ഇടാൻ പറ്റില്ല, എനിക്ക് പെയിൻ വരും, പെട്ടെന്ന് പെയിൻ വരും. അപ്പൊ ഞാൻ നല്ല എയർപോർട്ടിലൊക്കെ നമ്മൾ പോകുമ്പോ നല്ല ബാഗ്സ് ഒക്കെ കാണുമ്പം പിന്നെ ഞാൻ അവിടുന്ന് പർച്ചേസ് ചെയ്യും. എയർപോർട്ടിൽ നിന്നാണ് നല്ല നല്ല ബാഗ്സ് ഒക്കെ കൂടുതലും വാങ്ങിക്കുന്നത്. അങ്ങനെ ബാഗ്സ് വാങ്ങിക്കും. ഇപ്പൊ അങ്ങനെ ബാഗ്സ് അങ്ങനെ ഒരുപാട് ഇല്ല. ഷൂസും ഒന്നും ഇപ്പം, ഹീൽസ് ഒന്നും തീരെ യൂസ് ചെയ്യാറില്ല. എന്ന് വെച്ചാൽ ഡിസ്കിന് പ്രശ്നമൊക്കെ വന്നതിന് ശേഷം നോർമൽ ഫ്ലാറ്റ് ഹീൽസ് ഒക്കെയാണ്. അതിപ്പോ മോച്ചി അങ്ങനത്തെ ഏതിലൊക്കെ പോയിട്ട് മേടിക്കും. അതിലൊന്നും അങ്ങനെ മോച്ചിയൊക്കെ ചൂസ് ചെയ്യും കേട്ടോ, അതൊക്കെ നോക്കും. അല്ലാണ്ടൊരു ഈ ഡ്രസ്സിനുള്ളത് പോലത്തെ ഒരു ഇതൊന്നുമില്ല. പിന്നെ ഈ ഹോം അപ്ലയൻസസ് ഒക്കെ ആണെങ്കിൽ നല്ല നല്ല സാധനം നോക്കി മേടിക്കണം. പിന്നെ കാറൊക്കെ, പഴയ കാറ്, സെക്കൻഡ് ഹാൻഡ് കാർ, അതൊന്നും ഇഷ്ടമല്ല. എല്ലാം ഫസ്റ്റ് ഹാൻഡ് ആയിരിക്കണം. ആ കവറൊക്കെ കീറി പൊട്ടിച്ച് അങ്ങനെ അത് വേണം. ആ സീറ്റിന്റെ ഒക്കെ മണം അതൊക്കെ വേണം. സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളൊന്നും ഇഷ്ടമല്ല. പക്ഷെ വീടുകൾ നോക്കുമ്പോ സെക്കൻഡ് ഹാൻഡ് വീടുകളെ ഇഷ്ടമുള്ളൂ, രണ്ടാമത്തെ വീടുകൾ. അതായത് നമ്മള് UK ഒക്കെ നമ്മൾ പോവുകയാണെങ്കിൽ, US UK ഒക്കെ പോവുകയാണെങ്കിൽ അവരൊന്നും പുതിയ പുതിയ കൺസ്ട്രക്ഷൻസ് അനുവദിക്കില്ലല്ലോ. ഞാൻ എന്റെ ഫ്രണ്ട് വാങ്ങിച്ചിരിക്കുന്ന വീടെന്ന് പറയുന്നത് 120 വർഷം പഴക്കമുള്ള വീടാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇന്റീരിയർ എന്ത് വേണമെങ്കിലും ചെയ്യാം, എക്സ്റ്റീരിയർ, പിന്നെ അതിന്റെ ഒരു സ്ട്രക്ചർ ഉണ്ടാവും. ആ സ്ട്രക്ചർ ഒന്നും മാറ്റാനായിട്ട് അവര് സമ്മതിക്കില്ല. അത് നമ്മുടെ ഇവിടെ ഫ്ലഡ് വന്നു കഴിഞ്ഞപ്പോ ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞില്ലേ, ഈ പിന്നെ റെസ്ക്യൂ ചെയ്യാൻ വന്ന ആൾക്കാർ പറഞ്ഞില്ലേ, കേരളത്തിന്റെ
കേരളത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഭീകരമാണ്. അതായത് നമ്മളൊരു വീട് വെച്ചിട്ട് വീടിന്റെ പുറത്തൂടെ വീണ്ടും റൂഫ് ഇട്ട് വെക്കും. അപ്പം അവർക്ക് ഇത് ലാൻഡ് ചെയ്യാനൊന്നും പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ, റെസ്ക്യൂ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ നോക്കൂ, വേറെ ഏത് സ്ഥലത്ത് പോലും ഇപ്പൊ രാജസ്ഥാനിൽ നമ്മൾ പോയ രാജസ്ഥാനിലെ വീടുകൾക്ക് ഒരു ഷേപ്പ് ഉണ്ടാവും, ഒരു വാസ്തുവിധി, ഒരു ഷേപ്പ് ഉണ്ട്. അത് എല്ലായിടത്തും ഉണ്ട്. നമുക്ക് മാത്രമാണ് അത്തരം വാസ്തു എന്ന് പറഞ്ഞാൽ എന്താണ്, കൃത്യമായിട്ട് വെളിച്ചവും കാറ്റും കയറി ഇറങ്ങുന്നതിനെയാണ് നല്ല തികഞ്ഞ വാസ്തു ഉള്ള സ്ഥലം എന്ന് പറയുന്നത്. അപ്പം ഇതിനെല്ലാം അടച്ചുപൂട്ടി വെച്ചിട്ടല്ല അല്ലേ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് എപ്പോഴും ഈ പ്രകൃതിയോട് ഭയങ്കര സ്നേഹം കൂടുതലായതുകൊണ്ട് ഇനി ഒരു വീട് വെച്ച് ആ സ്പേസ് കളയണമെന്നോ അല്ലെങ്കിൽ ഈ വീട് ഇടിച്ചു പൊളിച്ച് കളയുക, അത്തരം സങ്കല്പങ്ങൾ ഒന്നും തന്നെ ഇല്ല. വീട് പുതിയതായിരിക്കണം എന്നില്ല, വീട് ഫ്രഷ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. വീട് പുതിയ വീട് വെക്കണം എന്നില്ല. അപ്പൊ തൃശ്ശൂരത്തെ വീടാണെങ്കിലും ഞങ്ങൾ ഒരു 10-12 വർഷം പഴക്കമുള്ള വീടാണ്. പിന്നെ വിലയ്ക്കും വ്യത്യാസം ഉണ്ടാവും, വില വ്യത്യാസം ഉണ്ടാവും. അപ്പൊ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനായത് ഓൾട്ടർ ചെയ്ത് എടുക്കാലോ. അപ്പൊ പോലും ഇതൊക്കെ ഈ പഴയ സാധനങ്ങളൊക്കെ പൊട്ടിച്ചു കൊണ്ട് കളയണ്ടേ, അത് പ്രകൃതിയെ ഹേർട്ട് ചെയ്യില്ലേ എന്നൊക്കെയാണ് എപ്പോഴത്തെയും വിചാരം. അപ്പോ എന്താ പറയാ, പിന്നെ അതുകൊണ്ട് തന്നെ പുതിയ വീടുകൾ ഉണ്ടാക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല. ഈ ഉള്ള വീട് തന്നെ വാങ്ങിക്കുക, അതിനെ ഭംഗിയാക്കി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതാണ്. ഇത് ഒരു 20 വർഷം പഴക്കമുള്ള വീടാണ്. ഇതിപ്പോ നമ്മൾ വാങ്ങിച്ച വീടാണ്. 20 വർഷം പഴക്കമുണ്ട് ഈ വീടിന് ശരിക്കും. ഇതൊക്കെ നമ്മൾ ചെയ്താണ്, പിന്നെ ചെയ്താണ്. ഇങ്ങനെയല്ലായിരുന്നു ഞങ്ങൾ സ്ട്രക്ചർ മാറ്റിയത്, നല്ല രസത്തിലൊക്കെ തന്നെയായിരുന്നു. 2 months ആയിട്ടുള്ളൂ ഇവിടെ. കുറച്ച് സാധനങ്ങളൊക്കെ വരാനുണ്ട്. അപ്പൊ അതിനുശേഷം സാധനങ്ങളെല്ലാം വന്നു. ഇനി ഇന്റീരിയറിനെ ഒന്നും ചെയ്യാനില്ല. ഇത്രയൊക്കെ തന്നെ. ഇതൊക്കെ എന്റെ സെലക്ഷൻസ് ആണ്. ഇവിടുത്തെ ഫേർണിച്ചേഴ്സും അറേഞ്ച് അല്ലെ, എന്റെ കുറച്ച് പെറ്റ്സ് കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അതിനുശേഷം ഞങ്ങൾ ഹോം ടൂർ എടുക്കണം. ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ചോദിക്കണം എന്ന് ആഗ്രഹിച്ച ഒരു ടോപ്പിക് ഉണ്ട്, ബിഗ് ബോസ് ടോപ്പിക്. അതിലേക്ക് ലാസ്റ്റ് വരാതെ, കാരണം ഒരു എക്സ് ബിഗ് ബോസ് കോntestant ആയതുകൊണ്ട് ചോദിക്കും. ഇപ്പൊ ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, കാണാറുണ്ടോ? കാണാറില്ല. ചേച്ചിയുടെ പ്രിയപ്പെട്ട ഒരാൾ അതിനകത്തുണ്ടല്ലോ. നിങ്ങൾ സ്റ്റാർ മാജിക് മുതൽ എന്റെ പ്രിയപ്പെട്ടവർ എന്ന് പറയാൻ പറ്റില്ല. സ്റ്റാർ മാജിക്കിൽ ഒരുമിച്ച് ഉണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ എന്റെ പ്രിയപ്പെട്ട ഒരാളൊന്നും അല്ല. അനു അല്ലേ? അനു വളരെ സ്മാർട്ട് ആയിട്ടുള്ള കുട്ടിയാണ്, വളരെ ബുദ്ധിമതിയായിട്ടുള്ള കുട്ടിയാണ്. ഷീസ് വെരി ഇന്റലിജന്റ് ഓൾസോ. അപ്പൊ അങ്ങനെയൊക്കെ ഒരാളാണ് പുള്ളിക്കാരി. ജീവിക്കാൻ അറിയാം നന്നായിട്ട്. അത് വേണല്ലോ, ജീവിക്കാൻ അറിയണം, നിൽക്കാൻ അറിയണം. അതൊക്കെ നന്നായിട്ട് അറിയുന്ന വളരെ ബുദ്ധിമതിയായിട്ടുള്ള, അല്ലെ നമ്മൾ സ്റ്റാർ മാജിക്കിലൊക്കെ ഇന്നസെൻസ് വാരി വിതറിയ പോലത്തെ ഒരു ക്യാരക്ടർ അല്ല ശരിക്കും അനു. അനു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. എന്റെ വിശ്വാസം എങ്ങനെ പ്ലേ ചെയ്തിരിക്കുന്നു എനിക്ക് അറിയില്ല കേട്ടോ, എങ്ങനെ ഗെയിം കളിച്ചു എന്നൊന്നും എനിക്ക് അറിയില്ല. ഇതിപ്പോ എത്ര ദിവസം, കുറെ ദിവസമായില്ലേ? 50 days കഴിഞ്ഞു. ഇത് ഒരു എപ്പിസോഡ് കാണാൻ കണ്ടിട്ടില്ല. അതായത് എന്തെങ്കിലുമൊക്കെ ക്ലിപ്പിംഗ്സ് ഒക്കെ ഞാൻ കാണും. ഈ എന്താ ഉപ്പുമാവ് ഇളക്കാനൊക്കെ അനു അതിന്റെ മേളിൽ കയറി, അപ്പോഴും ഞാൻ വൈറൽ ആവാൻ വേണ്ടി അനു എന്ത് കാട്ടിക്കൂട്ടും. അത് അങ്ങനെയൊക്കെ ഉണ്ട് അനുവിന്. അനുവിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മെന്റലി. അനുവിനെയാണ് എനിക്ക് ഇഷ്ടമാണ്. അനു കളിക്കുന്ന നന്നായിട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിൽക്കും എനിക്ക് അറിയാം. അനുവിന്റെ കാര്യത്തോട് എനിക്ക് പേടിയൊന്നും ഇല്ല, ഒരു പേടിയില്ല. അനുവിനെ അറിയാം, നിൽക്കാൻ അറിയാം. അനുമോളെ എല്ലാരും കൂടെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, ഒറ്റപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അത് ഭയങ്കര എങ്ങനെങ്കിലൊക്കെ നിൽക്കുക. അതായത് ആൾക്ക് എങ്ങനെ സർവൈവ് ചെയ്യണം എന്നറിയാം, സ്ക്രീൻ എങ്ങനെ കവർ ചെയ്യണം എന്നറിയാം, ഈ സ്ക്രീൻ സ്പേസ് എങ്ങനെ ഉണ്ടാക്കണം എന്നറിയാം. അതെനിക്ക് സ്റ്റാർ മാജിക്കുന്നേ അനുവിന്റെ കഴിവിനെ കുറിച്ച് എനിക്ക് നല്ല ബോധ്യം. ഇപ്പൊ അവിടുത്തെ കണ്ടസ്റ്റന്റ് മനസ്സിലായി. അനുമോളെ എപ്പോഴും പറയുന്നവർക്ക് കുടുംബ പ്രേക്ഷകർ കാണുന്നതാണ്. കുടുംബ പ്രേക്ഷകർ എന്ന് എപ്പോഴും പറയും. അപ്പൊ അവരെങ്ങനെ പറയുന്നുണ്ട്, കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അനുമോളെ എപ്പോഴും ഒരു അനുമോളെ അവിടെ ഇപ്പൊ കുലസ്ത്രീ എന്നാണ് വിളിക്കുന്നത്. ആക്ച്വലി ഞാൻ ബിഗ് ബോസ് ചെയ്യുമ്പോ മോളെ, ഞാൻ ബിഗ് ബോസ് ഒരു എപ്പിസോഡ് പോലും കണ്ടിട്ടില്ല. ആകെ ഞാനിങ്ങനെ ഇതുപോലത്തെ നമ്മുടെ വീണ ഉണ്ടായിരുന്നു, ആര്യ ഉണ്ടായിരുന്നു, ഇവരെയൊക്കെ നമുക്ക് ഇഷ്ടമായതുകൊണ്ട് ഇവരുടെയൊക്കെ എന്തെങ്കിലും ഈ കുഞ്ഞു കുഞ്ഞു ക്ലിപ്പിംഗ്സ് അയച്ചു തരും എന്നല്ലാണ്ട് ഞാൻ ഒറ്റ ഫുൾ എപ്പിസോഡ് പോലും കണ്ടിട്ടില്ല.